കർവാപ്പസി എന്ന പേരിൽ ഇപ്പോൾ ബജരംഗദളും സംഘപരിവാർ ശക്തികളും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഈ എങ്ങനെയാണ് ഞാൻ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വറോട് ഒരു സംവാദം മധ്യേ ചോദിച്ചത് യൂട്യൂബിൽ കിടപ്പുണ്ട്, കാണണം. ഞാൻ പറയുന്നു, ഞാൻ ഇപ്പോൾ കർവാപ്പസി വഴി അങ്ങയുടെ വിശ്വാസത്തിലേക്ക് വന്നാൽ നിങ്ങൾ എന്നെ ഹിന്ദുമാർഗത്തിൽ എവിടെയാണ് ഉൾക്കൊള്ളുന്നത്? ബ്രാഹ്മണായിട്ടാണോ, ക്ഷത്രിയനായിട്ടാണോ, ചണ്ടാളരായിട്ടാണോ, ആര്യനായിട്ടാണോ, ആരായിട്ട് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞു തരൂ. ഉത്തരമില്ല. ഞാൻ ചോദിക്കുന്നു, ഇപ്പോ നമ്മുടെ രാജ്യത്തിലേക്ക് സായിപ്പുമാര് ധാരാളം വന്നിട്ട് ഹിന്ദുമതം സ്വീകരിക്കുന്നുണ്ട്. ആർക്കും യാതൊരു പരാതിയില്ല. അവിടെയും മതം മാറ്റ ലോബിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുവഴി ഒരു സന്യാസി അമേരിക്കയിലൂടെ ഓരോ $1 ചോദിച്ചിടക്കാണ് മതപ്രചരണാർത്ഥം. അദ്ദേഹം അവിടെ നിന്ന് അവസാനം ഈ മതത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുക. ആർക്കും ഒരു പരിഭവമില്ല. പക്ഷേ സായിപ്പ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, നിങ്ങൾ എന്നെ അങ്ങോട്ട് ചേർത്താൽ ആരായിട്ടാണ് ചേർക്കുന്നത്? ബ്രാഹ്മണാക്കുമോ, ക്ഷത്രിയനാക്കുമോ, ചണ്ടാളനാക്കുമോ, ശൂദ്രനാക്കുമോ, വൈശ്യനാക്കുമോ? എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഹിന്ദു സഹോദരങ്ങൾ അവരേതെങ്കിലും വിശ്വാസം ആചരിച്ചതിനെ പറ്റിയോ അവർ തീർത്ഥാടനം നടത്തുന്നതിനെ പറ്റിയോ ഉള്ള ഏതെങ്കിലും പരിഭവമോ അസഹിഷ്ണുത എനിക്കില്ല. എന്റെ പ്രസംഗമോ ഞങ്ങളുടെ ഏതെങ്കിലും ആശയമോ ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾക്കെതിരെയല്ല, മറിച്ച് മുഴുവൻ ഹിന്ദുക്കളുടെയും ആത്മാഭിമാനം തങ്ങളുടെ പോക്കറ്റിലാണെന്നും തങ്ങളാണ് ഈ രാജ്യത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധികാരികളെന്നും വീമ്പിളക്കുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരെയാണ് എന്റെ ചോദ്യം. അല്ലെങ്കിൽ ഹിന്ദു കൊളോണിയലിസത്തെയാണ് ഞാൻ വിമർശന വിധേയമാക്കുകയാണ്. ഇന്ത്യക്ക് പണ്ടെങ്ങോ മഹത്തരമായ സംസ്കാരം ഉണ്ടായിരുന്നെന്ന്. ആ സംസ്കാരം കയ്യിൽ വെച്ചാൽ മതി. ഞങ്ങളെ അത്ര സംസ്കാരങ്ങളുടെ പാഠം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഇനി ആരും തുനിയരുത്. അതൊന്നും സ്വീകരിക്കാൻ ഭാഗത്തിനൊന്നും വിശാലമല്ല ഞങ്ങളുടെ ഹൃദയം. നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നൂറുകണക്കിന് ചോദ്യങ്ങൾ വരുന്നു. ചോദ്യങ്ങൾ തങ്ങൾക്ക് നേരെ വരുമ്പോൾ TN ശേഷനെ പോലെ ആത്മാഭിമാനമുള്ള ആളുകൾ ഇരുന്ന ആ കസേരയിൽ ഇരിക്കുന്ന മാന്യൻ എന്താണ് പറയുന്നത് നിങ്ങൾ കേട്ടു. അടുത്ത ചോദ്യം. ഈ ചോദ്യം മാത്രം കേൾക്കുന്നതല്ലാതെ ഉത്തരം പറയാൻ ത്രാണിയില്ലാത്ത വിധം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് മാറ്റുന്ന ഒരു ഭരണവ്യവസ്ഥിതി, ആ വ്യവസ്ഥിതിക്കുള്ളിൽ ബജരംഗദളുകൾ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ ഇത്തരത്തിൽ ജനസാമാന്യങ്ങളുടെ നീതിക്ക് എതിരെ നിഷേധം കൽപ്പിച്ചുകൊണ്ട് ആർ തട്ടകസിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ജനാധിപത്യത്തെ ഭയപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ഈ കൂട്ടരുടെ അവർ തന്നെ നിയമിച്ച ഈ ഭരണാധികാരി അല്ലെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിക്കുന്നു, ഈ 000 എന്ന പേരിൽ എങ്ങനെയാണ് ഒരു വീട്ടുപേരുണ്ടാവുക? വളരെ ആലങ്കാരികമായ മറുപടി പറയുക. അത് കേട്ടാൽ ഓർക്കും ഈ രാജ്യത്തിലെ ജനങ്ങളുള്ള പ്രതിബദ്ധതയാണെന്ന്. അദ്ദേഹം പറയുക, സാധുക്കൾ ഈ രാജ്യത്തില്ലേ, ബെറ്റിഷെട്ടി കിടന്നുറങ്ങുന്നവരില്ലേ, വഴിയോരത്ത് യാചകരായി നിൽക്കുന്ന ആളുകളില്ലേ, അവർക്കെവിടെ വീട്ടുപേര്? ഇത് കേട്ടാൽ ഈ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ജനാധിപത്യ ബോധം എത്ര ഉത്കൃഷ്ടമാണെന്നും അനാഥർക്ക് വോട്ട് കൊടുക്കണമെന്ന് തോന്നിപ്പോകും. അത് നമ്മൾ മുകളിലേക്ക് എടുത്താൽ രണ്ടാമതൊരു കാര്യമുണ്ട്. ഈ വഴിയോരത്ത് നിൽക്കുന്ന ആളിനും അതല്ലെങ്കിൽ ബേറ്റി ഷെഡിൽ അന്തി ഉറങ്ങേണ്ടി വരുന്ന ആളിനോടും ചോദിച്ചാൽ അവരവരുടെ പിതാവിന്റെ പേര് പറയും. അവർക്ക് വീടില്ല എന്നേ ഉള്ളൂ, അപ്പന്റെ പേര് പറയും. പക്ഷേ സ്വന്തം പിതാവിന്റെ സ്ഥാനത്ത് QWERT എന്ന് എഴുതി ചേർക്കണമെങ്കിൽ എത്രമാത്രം ഈ രാജ്യത്തിലെ നിയമവ്യവസ്ഥ അതപ്പതിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം സംവിധാനങ്ങളെ മുഴുവൻ സ്വരുക്കൂട്ടിക്കൊണ്ട് ഒരു രാജ്യം, ലോകത്തിലെ വലിയ ജനാധിപത്യ രാജ്യം പിടിച്ചെടുത്തിട്ട് അത് ജനം തന്ന മാൻഡേറ്റാണ് എന്ന രൂപേണ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചാരവേലകൾക്കെതിരെ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ വോട്ടിന് വേണ്ടിയല്ല, നിങ്ങളുടെ പിന്തുണയ്ക്ക് വേണ്ടിയല്ല. പക്ഷേ നികുതി അടയ്ക്കുന്ന പൗരന്മാരെന്നുള്ള നിലയിൽ, ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്ന നിലയിൽ, ഭരണഘടനയെ ബഹുമാനിക്കുന്ന ആളുകൾ എന്ന നിലയിൽ, ഈ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസധാരകൾക്കും ദൈവനിഷേധികൾക്ക് പോലും അവർ അഭിപ്രായ സ്വാതന്ത്ര്യവും ജീവിത സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഉദ്ഘോഷിക്കാനുള്ള ഞങ്ങളുടെ ആത്മാർത്ഥതയാണ് നിങ്ങളുമായി ഇങ്ങനെ ഒരാശയം പങ്കിടുന്നതിന്റെ പിന്നിലെ കാരണം. ഞാൻ മറ്റു ചില വിഷയങ്ങൾ കൂടി ഒന്ന് പറഞ്ഞുകൊണ്ടുവരട്ടെ. നമ്മുടെ രാജ്യത്ത് ഈ മതപരിവർത്തന ലോബി എന്ന ആളുകൾ ഞങ്ങളെ വിളിക്കുക. അതിന് പറയുന്ന ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഇല്ലായ്മക്കാരായ ആളുകളുടെ അരികിൽ ചെന്നിട്ട് അവർക്ക് പാൽപ്പൊടി കൊടുക്കുന്നു, അവർക്ക് വസ്ത്രം കൊടുക്കുന്നു, വൈറ്റമിൻ ഗുളിക കൊടുക്കുന്നു, അമേരിക്കൻ മാവ് കൊടുക്കുന്നു, മറ്റെന്തെങ്കിലും വസ്തുവകൾ കൊടുത്തിട്ട് അവരുടെ ദൈന്യത മുതലെടുത്തുകൊണ്ട് ഞങ്ങൾ അവരെ മതം മാറ്റുന്നു എന്ന ഒരു വസ്തുതയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറയട്ടെ, 100 കൊല്ലത്തെ പ്രവർത്തന ചരിത്രം പെന്തക്കോസ്ത് സഭകൾക്ക് കേരളത്തിലുണ്ട്. പ്രമുഖങ്ങളായ ഞങ്ങളുടെ കൺവെൻഷനുകളുടെ പ്രായം 100-ലധികം കടന്നു. ഈ മേഖലയിലേക്ക് വന്ന ആളുകളിൽ ചിലരെ ഞാൻ പറയാം. വർഷങ്ങൾക്കപ്പുറത്ത് തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാട്ടുകാരനായ ഒരു അയ്യാപിള്ള എന്നൊരു മാന്യത്തിനെതിരുണ്ടായിരുന്നു. അയ്യാപിള്ള വലിയ ധനാഢ്യനായിരുന്നു, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ആളായിരുന്നു. അയ്യാപിള്ള എന്നയാള് ഭൂസ്വത്തുള്ള ആളായിരുന്നു. ഈ പ്രിയപ്പെട്ടവർ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു.
യേശുവിനെ സ്വീകരിച്ച അദ്ദേഹം തനിക്കുള്ള ഭൂസ്വത്തൊക്കെ വിറ്റ് ഇവിടെയുള്ള നിരവധി ആളുകൾക്ക് കൊടുത്തു. ഈ അയ്യാവിള്ള വിൽക്കാലത്ത് ഒരു സുവിശേഷ പ്രഭാഷകനായി മാറി. നിങ്ങൾ ചെന്നാൽ തിരുവല്ല പട്ടണത്തിൽ KSRTC സ്റ്റാൻഡ് തൊട്ടിപ്പുറത്ത് ഞങ്ങളൊരു ബൈബിൾ കോളേജ് കാണാം. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് എന്നാണ് ആ സ്ഥാപനത്തിന്റെയും ബൈബിൾ കോളേജിന്റെയും പേര്. അതിന്റെ സ്ഥാപകനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ജോൺ അയ്യാവിള്ള എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് സുവിശേഷ ഘോഷണത്തിന് അതിശക്തമായി പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾ ചെന്നാൽ കണ്ണൂരില് ഒരു സിവിൽ സ്റ്റേഷൻ ഇരിപ്പുണ്ട്, സർക്കാർ വക. ആ സിവിൽ സ്റ്റേഷൻ അവിടെ പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരേക്കർ ഭൂമി ടൗണിന് ഏറ്റവും ഒത്ത നടുക്ക് അദ്ദേഹം ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തു. ആ സ്ഥലം ഫ്രീ ആയി കൊടുത്തുകൊണ്ട് അവിടെയാണ് ആ സ്ഥലത്തെ കണ്ണൂർ ജില്ലയുടെ സിവിൽ സ്റ്റേഷൻ നിലനിൽക്കുന്നത് എന്ന കാര്യം ഓർത്തുകൊള്ളണം. കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഹൈവേയുടെ ഓരത്ത് കിലോമീറ്റർ കണക്കിന് സ്ഥലം സ്വന്തമുള്ള വ്യക്തിയാണ്. ഇതൊക്കെ വിറ്റും സാധുക്കൾക്ക് കൊടുത്തും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചും പേരും പെരുമയും ഇല്ലാതെ ജീവിച്ച ജോൺ അയ്യാവിള്ള എന്ന നായർ സമുദായത്തിൽപ്പെട്ടയാള് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചത് പാൽപ്പൊടി കൈപ്പറ്റിയിട്ടാണെന്ന് പറയാൻ അതാ അപാരമായ ഒരു തൊലിക്കെട്ടി വേണം, അപാരമായ ഒരു ചർമ്മശേഷി വേണം. ജോൺ അയ്യാവിള്ള മാത്രമല്ല, ഇങ്ങനെ എത്ര പേരുടെ പേരുകൾ ഞാൻ നിങ്ങളോട് പറയണം. ഞങ്ങളുടെ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നൊരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിന് ഇന്ത്യ മുഴുവൻ നേതൃത്വം കൊടുത്ത മാന്യദേഹത്തിന്റെ പേര് റവറണ്ട് അബ്ദുൽ കരീം എന്നാണ്. അബ്ദുൽ കരീമിനെ പോലെ ഒരാൾ ഞങ്ങളുടെ സമൂഹത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേര് യോഹന്നാൻ എന്നോ പത്രോസ് എന്നോ മത്തായി എന്നോ ഒന്നും ഞങ്ങൾ മാറ്റിയില്ല. കാരണം ഞങ്ങളുടെ വീക്ഷണം അനുസരിച്ച് ക്രൈസ്തവ പേര് എന്നൊരു പേരൊന്നുമില്ല. മത്തായി എന്നും മാർക്കോസ് എന്നും ഒക്കെ ഉള്ള പേര് യഹൂദന്മാരുടെ പേരുകളാണ്, അല്ലെങ്കിൽ ഗ്രീക്ക് പശ്ചാത്തലത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ പേരാണ്. പേര് മാറുമ്പോൾ ഉണ്ടാകുന്നതല്ല ഒരുവന്റെ ക്രിസ്ത്യ വിശ്വാസം. ഇനി നിങ്ങൾക്ക് കേൾക്കണ്ടേ, നിരവധി ആളുകൾ ഈ മേഖലയിലേക്ക് വന്നു. എല്ലാ ജാതി മതസ്ഥരും ഇതിന്റെ ഉള്ളിലേക്ക് വന്നു. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഈ രാജ്യത്ത് പെന്തക്കോസ്ത് സഭകളുടെ ആവിർഭാവം അതിന് തുടക്കം കുറിച്ച ഒരു മാന്യ വനിതയുണ്ട്. അവർ ജീവിച്ചിരുന്നത് പൂനെയിലെ പ്രസിദ്ധമായ കുക്തി മിഷൻ എന്നറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിന്റെ സ്ഥാപക കൂടിയായിരുന്ന ഒരു സഹോദരി കർണാടക സ്വദേശിയായിരുന്നു. കർണാടകയിലെ ഒരു ചിത്പവൻ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു വളർന്ന പണ്ഡിത രമാബായി സരസ്വതി എന്നു പേരുള്ള ഒരു പെൺകുട്ടി. ചിത്പവൻ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബ്രാഹ്മണ സമൂഹത്തിൽ ഏറ്റവും ഉന്നത കുലജാതരാണ്. മറ്റ് ബ്രാഹ്മണരുടെ ഭക്ഷണം പോലും കഴിക്കാത്ത, അവർക്ക് കൈകൊടുക്കാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട പണ്ഡിത രമാബായി സരസ്വതി. ഈ പണ്ഡിത രമാബായി സരസ്വതിയും മാതാവും പിതാവും സഹോദരങ്ങളും ഒക്കെ ചേർന്ന് ദീർഘമായ ഒരു തീർത്ഥാടന യാത്രയ്ക്ക് പുറപ്പെട്ടു, കാലങ്ങൾക്കപ്പുറത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ. അങ്ങനെ കർണാടക കഴിഞ്ഞ് മഹാരാഷ്ട്ര കടന്ന് പലയിടങ്ങളിലൂടെ യാത്ര ചെയ്തു വരുന്ന വഴിക്ക് ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഏതെങ്കിലും ട്രെയിനിൽ കടന്നോ അല്ലെങ്കിൽ പൊതു ഹോട്ടലുകളിൽ നിന്നോ ഒന്നും ആഹാരം കഴിക്കാനാവില്ല. മറ്റുള്ളവർ വെച്ച് നീട്ടുന്ന ആഹാരം കഴിക്കാനാവില്ല. അയിത്തവും അശുദ്ധിയും ഒക്കെ കലരുന്ന അത്തരം ചില ബോധങ്ങൾ അവരെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് വന്ന് വിഷമിച്ചവർ കടന്നുപോവുകയാണ്. പട്ടിണി രൂക്ഷമായി കഴിഞ്ഞു. വീണ്ടും ഒരു കാര്യം, ഈ പണ്ഡിത രമാബായി, ഈ പണ്ഡിത എന്നവരുടെ ബിരുദമാണ്. പിൽക്കാലത്ത് കിട്ടിയ സംസ്കൃത ഭാഷയിലുള്ള അവഗാഹമായ ജ്ഞാനനിമിത്തം അതവർക്ക് കിട്ടിയ ബിരുദമാണ്. രമാബായി ഒരു ക്ഷേത്ര കുളത്തിലിറങ്ങി മുങ്ങി ഉണരുമ്പോഴേക്കും, ഉയർത്തി നിൽക്കുമ്പോഴേക്കും അവരുടെ പക്കലേക്ക് ഒരു വിഗ്രഹം കിട്ടി, ഒരു ശില കിട്ടി. ആ ശില കിട്ടിയതോടെ ആളുകൾ അവരെ ബഹുമാനിക്കാൻ തുടങ്ങി. ഈ ശില കയ്യിൽ എന്തിയ ഒരു ദിവ്യ സ്ത്രീയായി കാണാൻ തുടങ്ങി. ആളുകൾ അവരെ ആദരിച്ചു, ബഹുമാനിച്ചു. കാണുന്നിടത്തൊക്കെ ആദരിക്കുക മാത്രമല്ല, അവർ ദൂരെ നിന്ന് അനുഗ്രഹിച്ചാൽ പോലും അത് സ്വീകാര്യമാണ് എന്ന് കരുതിക്കൊണ്ട് ഭക്തജനങ്ങൾ ചുറ്റും കൂടി. പക്ഷെ ഈ യാത്രയിൽ പട്ടിണിയുടെ കാഠിന്യ നിമിത്തം അവരുടെ അപ്പൻ മരിച്ചു. അവരുടെ അമ്മ ക്ഷീണിതാവസ്ഥയിലെത്തി. അപ്പനും അമ്മയ്ക്കും വിശപ്പിന്റെ ആധിക്യം സംഭവിച്ച സമയത്ത് ഒരു തുള്ളി വെള്ളം കൊടുക്കാനോ ആഹാരം കൊടുക്കാനോ കഴിയാതെ പോയതിന്റെ കാരണം ആഹാരമില്ലാഞ്ഞിട്ടോ ആളുകൾ അത് കൊടുക്കാൻ ഇഷ്ടപ്പെടാഞ്ഞിട്ടോ അല്ല, അയിത്തവും ദുരാചാരവും നിന്നിരുന്ന ഈ സ്ഥലത്തെ ഒരു ചിത്പവൻ ബ്രാഹ്മണന് മറ്റൊരു ചിത്പവൻ ബ്രാഹ്മണന്റെ ഭക്ഷണം മാത്രമേ കഴിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. നിങ്ങൾ കേരള ചരിത്രം പഠിച്ചാൽ പി ഭാസ്കരൻ ഉണ്ണി എഴുതിയ 20-ാം നൂറ്റാണ്ടിലെ കേരളം, 19-ാം നൂറ്റാണ്ടിലെ കേരളം, ഇങ്ങനെ 2 വോളിയം പുസ്തകങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധം ചെയ്യുന്ന ഈ പുസ്തകത്തിന്റെ 8-ാം പതിപ്പിന്റെ 31-ാമത്തെ പേജ് വായിക്കുക. രസാവഹമായ ഒരു കാഴ്ച കാണാം. പ്രമുഖനായ വള്ളത്തോളിനെ ഓർമ്മയുണ്ടല്ലോ, വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോന്റെ ഭാര്യ വീട് ചിറ്റഴി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു, ചിറ്റഴി ഭവനം. ഈ ചിറ്റഴി ഭവനത്തിന്റെ തൊട്ടപ്പുറത്തൊരു നമ്പൂതിരി കുടുംബം ഉണ്ടായിരുന്നു. മുല്ലക്കൽ തറവാടെന്നാണ് അറിയപ്പെട്ടത്. ഈ മുല്ലക്കൽ തറവാടിന്റെ തെക്ക് ഭാഗത്താണ് ചിറ്റഴി ഭവനമെങ്കിൽ അതിന്റെ വടക്കായിരുന്നു നാലാപ്പാട്ട് ഭവനം. നാലാപ്പാട്ട് നാരായണ മേനോനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നാലപ്പാട്ട് നാരായണ മേനോന്റെ വീട് അവിടെയാണ്. ഇപ്പുറത്ത് വള്ളത്തോളിന്റെ ഭാര്യ വീടാണ്. നടുക്കൊരു നമ്പൂതിരി മനയാണ്. ഓർത്തുകൊള്ളണം, ഈ നമ്പൂതിരി മന ഇരിക്കുന്നതിന്റെ തെക്ക് ഭാഗത്തുള്ള വള്ളത്തോളിന്റെ വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെ വരുന്ന ഒരു സഹൃദയൻ ഉണ്ടായിരുന്നു. ആളെ എനിക്കും നിങ്ങൾക്കും അറിയാം. ഭാരത പര്യടനം എഴുതിയ, ഏറ്റവും പ്രസിദ്ധമായ ഭാരത പര്യടനം എന്ന പേര് പുസ്തകം എഴുതിയ PC കുട്ടിക്കൃഷ്ണ മാരാരാണ്.
ആ മനോഹര കൃതിയുടെ എഴുത്തുകാരൻ. ദാർശനികമായ ഒട്ടേറെ മൂല്യങ്ങളുള്ള ചിന്തകളുടെ ഉടമയാണ് അദ്ദേഹം. പക്ഷെ ഉച്ചയൂണിന്റെ സമയമാകുമ്പോൾ അദ്ദേഹത്തിന് ചിറ്റഴി ഭവനത്തിൽ നിന്ന് ഊണ് കഴിക്കാനാവില്ല. ഏതോ ഒരു അസ്പർശ്യത. നോക്കണം, കുട്ടിക്കൃഷ്ണമാരാരെന്നറിയപ്പെടുന്ന ചിന്തക പരിവേഷമുള്ള ഒരു എഴുത്തുകാരന് വള്ളത്തോളിന്റെ ഭവനത്തിൽ നിന്ന് ഊണ് കഴിക്കാൻ വയ്യ എന്ന് വിചാരിക്കുമ്പോൾ ഈ രാജ്യത്ത് നിലനിന്നിരുന്ന അയിത്തത്തിന്റെ കാഠിന്യം നിങ്ങൾ ഓർക്കണം. രണ്ടുപേരും പേരുകൊണ്ട് പെരുമ കൊണ്ടൊക്കെ സമാനരാണ്. അല്ലല്ല, കുട്ടിക്കൃഷ്ണമാരേക്കാൾ വള്ളത്തോളിന് കുറെ കൂടെ സ്വീകാര്യതയുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, വള്ളത്തോളിന്റെ വീട്ടിലെ ഊണ് കഴിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അറിയണ്ടേ? കുറെ അപ്പുറത്തുള്ള മുല്ലക്കൽ മനക്കലേക്ക് ചെല്ലും. ഈ മുല്ലക്കൽ മന എന്നറിയപ്പെടുന്ന നമ്പൂതിരി കുടുംബത്തിൽ അദ്ദേഹത്തിന് ഊണ് കിട്ടും. എപ്പോഴാ ഊണ് കിട്ടുന്ന അറിയണ്ടേ? വീട്ടിലെ അവസാനത്തെ ആൾ ഉണ്ട് കഴിഞ്ഞിട്ട് വല്ല പത്രപ്പേപ്പറോ ചാക്കോ വിരിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്കണം. എവിടെ? നിലത്തിരുന്ന് കഴിക്കണം. വള്ളത്തോളിന്റെ വീട്ടിലാണെങ്കിൽ ഇരിക്കാൻ സൗകര്യമൊക്കെ കൊടുക്കും. അത്രയും സൗകര്യം ഉണ്ടായിട്ടും വള്ളത്തോളിന്റെ വീട്ടിലെ ഊണ് ഭക്ഷിക്കാൻ, ആഹാരം ഭക്ഷിക്കാൻ അറപ്പ് തോന്നുന്ന ആ മ്ലേച്ഛതയില്ലേ, ആ ബോധമില്ലേ, ആ വിവേകം എന്ന് പറയുന്ന ആ സംസ്കാര ശൂന്യതയില്ലേ, അതിനെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ഇത് ഞാൻ പറയുന്നതല്ല, ഏതെങ്കിലും ക്രൈസ്തവൻ എഴുതിയ പുസ്തകമല്ല. 19-ാം നൂറ്റാണ്ടിലെ കേരളം, 8ാം പതിപ്പ്, കേരള സാഹിത്യ അക്കാദമി, അതിന്റെ പേജ് നമ്പർ 31. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവില്ലാതിരിക്കുകയില്ല, വസ്തുതകൾ ഉന്നയിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഇത് ലൈവ് ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്. തീർച്ചയായും എന്റെ ഈ വാദഗതികൾ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ എന്നോടല്ല വിരോധിക്കേണ്ടത്, ഈ ഗ്രന്ഥം പുറത്തിറക്കിയ സാഹിത്യ അക്കാദമിയോട്, ഈ ഗ്രന്ഥം എഴുതിയ പി ഭാസ്കരൻ ഉണ്ണിയോട്, അത് ഇന്നും പുനഃപ്രസിദ്ധം ചെയ്ത് 8 പതിപ്പുകൾ ഇറക്കിയ ബഹുമാനപ്പെട്ട സർക്കാരിനോടാണ് നിങ്ങൾ കലഹിക്കേണ്ടത്. ഇതായിരുന്നു നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന വ്യവസ്ഥ. അഘട്ടത്തിലാണ് പണ്ഡിത രമാബായി എന്നറിയപ്പെടുന്ന ഈ പെൺകുട്ടി വിഷമിച്ചു. അപ്പൻ വഴികോരത്ത് മരിച്ചു. കാരണം മറ്റുള്ളവരുടെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. നോക്കണം, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത പ്രാചീനമായ ഒരു ഭൂതകാലം ഈ രാജ്യത്തുണ്ടായിട്ട് ആളുകൾ പറയാ ഇന്ത്യക്ക് മഹത്തരമായ ഒരു പാരമ്പര്യമുണ്ടെന്ന്, ഇന്ത്യക്ക് മഹത്തരമായ ഒരു ചരിത്രമുണ്ടെന്ന്. എന്ത് ചരിത്രമാണ് സ്നേഹിത? മനുഷ്യനെ മനുഷ്യനായി കാണാത്ത ഭീകരതയുടെ ഇരുണ്ട നാളുകൾ നമ്മുടെ ഭൂതകാലത്തിലെ എന്നും ലജ്ജിപ്പിക്കുന്ന വേദനാജനകമായ അനുഭവമാണെങ്കിൽ അത്തരം ചില ദുരാചാരങ്ങളെ, അത്തരം ചില അനാചാരങ്ങളെ എന്നേക്കും കാടുകടത്തിവിട്ട അത്ഭുത പ്രതിഭാസത്തിന്റെ പേരാണ് സുവിശേഷം. ഈ രാജ്യത്ത് നിന്ന് ഇത്തരം അനീതികളെ തുറച്ചു മാറ്റിക്കൊണ്ട് അതിനെ ഉന്മൂലനം ചെയ്തിട്ട് മാനവികതയുടെ പുത്തൻ ആകാശവീഥികളെ മനുഷ്യരാശിക്ക് കാട്ടിക്കൊടുത്ത ഉജ്ജ്വലമായ സുവിശേഷത്തെയും അതിൽ വിരാജിക്കുന്ന നസ്രായനായ യേശു എന്ന ഞങ്ങളുടെ രക്ഷകനെയും ഉലകത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആർജവത്തോടെ അഭിമാനത്തോടെ പ്രഖ്യാപിക്കട്ടെ, മറ്റൊരു വലിയും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഉജ്ജ്വല നാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. അത് പ്രസംഗിക്കാൻ, അത് വിശദീകരിക്കാൻ, കവലകൾ തോറും അത് വിളംബരം ചെയ്യാൻ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അധികാരം ആരുടെയും ഔദാര്യമായിരിക്കുന്നില്ല. അത് ഉയരത്തിലെ അഭിഷേകമാണ്, ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൽ ഇനിയും അനീതിക്കെതിരെ, ഇരുട്ടിനെതിരെ, ഇരുട്ടിന്റെ വ്യാപാരികൾക്കെതിരെ, അന്ധതയ്ക്കെതിരെ, അന്ധതയ്ക്കെതിരെ പടപൊരുതുവാനുള്ള ഈ പടപ്പുറപ്പാടിന്റെ ഭാഗമായി ഈ ഗ്രാമത്തിൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ വിളിച്ചു പറയട്ടെ, ഞങ്ങൾ സുവിശേഷ പ്രവർത്തകർ കഴിഞ്ഞ 100 കൊല്ലങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രാചീനമായ ഇത്തരം ദുരാചാരങ്ങളുടെ മ്ലേച്ഛതയ്ക്കെതിരെ പടപൊരുതിയിട്ടുണ്ട്. നാളെയും അത് തുടരും. ഏതുതരം പ്രവണതകൾ, തിരിച്ചടികൾ നേരിട്ടാലും ഭയമില്ലാതെ, അറപ്പില്ലാതെ, വെറുപ്പില്ലാതെ മനുഷ്യനോടുള്ള സ്നേഹം നിമിത്തം, യേശുവിനോടുള്ള സ്നേഹം നിമിത്തം, ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം, ചരാചരങ്ങളുടെ ബഹുമാന നിമിത്തം, രാഷ്ട്രത്തോടുള്ള ആദരവ് നിമിത്തം ഞങ്ങൾ നിഷിദ്ധമായിട്ടുള്ള ഈ ഉത്തരവാദിത്വം നിറവേറ്റുക തന്നെ ചെയ്യും. അത് ആരോടും പരിഭവിച്ചു പറയുന്നതല്ല. ഈ പണ്ഡിതരമാബായിയുടെ കഥ ഞാൻ തീർത്തില്ല, ആ സംഭവം ഞാൻ തീർത്തില്ല. ഈ പോകും വഴിക്ക് അവർ തന്നോട് തന്നെ ചോദിച്ചു, എന്റെ പക്കൽ ഒരു ശിലാവിഗ്രഹമുണ്ടല്ലോ, ഞാൻ ഇതിനെ പൂജിച്ചു കൊണ്ടു നടക്കുന്നു, എന്റെ മാറോട് ചേർത്ത് പിടിക്കുന്നു. പക്ഷേ പട്ടിണി കൊണ്ട്, പരിവട്ടം കൊണ്ട് നടുങ്ങിയ വിഷമിച്ച എന്റെ അപ്പന് ഒരു നേരം ആഹാരം കൊടുക്കാൻ കഴിയാതെ, അമ്മയ്ക്ക് പരിഗണന കൊടുക്കാൻ കഴിയാതെ വഴിയോരത്തവർ മരിച്ചു വീണപ്പോൾ എന്തേ എനിക്കൊരു രക്ഷ കൈവന്നില്ല, എനിക്കൊരു ആത്മവിശ്വാസം കൈവന്നില്ല. അതുകൊണ്ട് ആ സഹോദരി ദീർഘനേരത്തെ ദുഃഖത്തിനും വിലാപത്തിനും ശേഷം തന്റെ കയ്യിലിരുന്ന ശില എന്നേക്കുമായി വലിച്ചെറിഞ്ഞിട്ട് എന്റെ വേദനകളിൽ പക്ഷം ചേരുന്ന ഒരു ദൈവമുണ്ടോ അന്വേഷണം തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊക്കെ യാദൃച്ഛികമായി യേശുവിനെ സ്വീകരിച്ചവരല്ല, അനുഭവം കൊണ്ട് ആർജിച്ചെടുത്ത കരുത്താണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കാരണം. അത് ഇവിടെ ഇരിക്കുന്ന ഓരോ ചെറുപ്പക്കാർക്കും വളരെ കൃത്യമായത് പറയാനായിട്ടുണ്ട്. ഇതന്നെയാ പണ്ഡിതരമാബായിക്ക് സംഭവിച്ചത്. അന്ന് ആ രാത്രി യേശുവിന്റെ സാന്നിധ്യം അവരുടെ ശരീരത്തിൽ ആവസിച്ചു.
സാധിച്ചു. അവർക്ക് തിരിച്ചറിയാൻ പറ്റി സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു ദൈവം, സാന്ത്വനപ്പെടുത്തുന്ന ഒരു ദൈവം, ഹൃദയാന്തരഭാഗത്തോട് ഇടപെടുന്ന ഒരു ദൈവം. ആ സഹോദരിക്ക് അടുത്ത ദിവസം മറ്റൊരു സുഹൃത്തിനെ കിട്ടി, ഒരു സഹോദരിയെ കിട്ടി. അവരിലൂടെ കിട്ടിയ ആ വചനത്തിന്റെ പ്രകാശനം കൊണ്ട് ബൈബിളിന്റെ ആഴങ്ങൾ വളരെ വേഗം പഠിക്കാൻ സാധിച്ചു. ആ കാലഘട്ടത്തിൽ അവർക്ക് ഈ രാജ്യം വിട്ടിട്ട് ഇംഗ്ലണ്ടിൽ പോകാൻ സാധിച്ചു, അമേരിക്കയിൽ പോകാൻ സാധിച്ചു. ഈ രാജ്യങ്ങളിലൊക്കെ ചെന്നപ്പോൾ ആളുകളെ കണ്ടു. അവിടെ മനുഷ്യൻ മാംസം കഴിക്കുന്നു, മത്സ്യം കഴിക്കുന്നു, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നു. അവിടെ ആരെന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് കഴിക്കുന്നയാളാണ്. നോക്കണം, ആളുകൾ നല്ല സുമുഖരായി കാണപ്പെടുന്നു, ആളുകൾ ഊർജ്ജസ്വലരായി കാണപ്പെടുന്നു. ഇവിടെയാണ് ആചാരങ്ങളുടെ പേരിൽ അനാചാരങ്ങളാക്കി ആചാരങ്ങളെ വളർത്തിയിട്ട് എല്ലാ ഭക്ഷണവും എല്ലാവർക്കും കഴിക്കാനാവാത്ത ഒരു പരിസ്ഥിതി. ഞാൻ മുമ്പൊരു മീറ്റിംഗിൽ പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തിലെ ഈഴവ സഹോദരങ്ങളുടെ വീട്ടില് ഈ കല്യാണം നടന്നാൽ പപ്പടം കാച്ചാൻ അനുവാദമില്ല. അങ്ങനെ ഒരു കാലം നിലനിന്നിരുന്നു എന്ന് ഇളംകുളം കുഞ്ഞമ്പിള്ളയുടെ കേരളത്തിന്റെ ഇരുളടഞ്ഞ വീടുകൾ എന്ന പേരിലൊരു ഗ്രന്ഥമുണ്ട്. അതിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. വീണ്ടും കേൾക്കണ്ടേ, കൊച്ചിയിൽ നമുക്ക് സാമൂതിരി എന്ന് പേരുള്ള, കോഴിക്കോട് നമുക്ക് സാമൂതിരി എന്ന് പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ കോഴിക്കോട് സാമൂതിരിയുടെ കൊട്ടാരത്തിന് ഓടിടാൻ കഴിയാത്തൊരു കാലം. എന്താണെന്ന് അറിയണ്ടേ? കാശില്ലാഞ്ഞിട്ടല്ല, നികുതിപ്പണം കയ്യില്ലാഞ്ഞിട്ടല്ല, നാട്ടിൽ ഓട്ട് കച്ചവടക്കാരില്ലാഞ്ഞിട്ടല്ല. ഓട് മേയണമെന്നുണ്ടെങ്കിൽ ഇങ്ങി വന്നിട്ട് കൊച്ചി രാജാവിന്റെ ആജ്ഞ കേൾക്കണം. കാരണം കൊച്ചി രാജാവിന്റെ സാമന്തനായിട്ടാണ് അന്ന് കാലഘട്ടത്തിൽ ഈ സാമൂതിരി നിലകൊണ്ടത്. ഒരു സാമൂതിരി എന്നറിയപ്പെടുന്ന ഒരു രാജാവിന്റെ അവസ്ഥ ഇതായിരുന്നെങ്കിൽ സാധാരണ മനുഷ്യന്റെ അവസ്ഥ എത്ര ഹീനമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലഘട്ടത്തിൽ ഈ തിരുവിതാംകൂറിൽ കാറുണ്ടായിരുന്നത് രണ്ടുപേരാണ്. രണ്ടുപേര്. ആ രണ്ടുപേരിൽ ഒരാൾ രാജ്യം ഭരിച്ച തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവാണ്. മറ്റൊരാള് ആലങ്ങാട്ട് ചാന്നൻ എന്നറിയപ്പെടുന്ന, ആലിങ്ങൽ ചാന്നാൻ എന്നറിയപ്പെടുന്ന ഒരു ഈഴവ സുഹൃത്തായിരുന്നു, വലിയ സമ്പന്നൻ. അദ്ദേഹത്തിന് പക്ഷെ ഒരു പ്രശ്നമുണ്ട്. മാവേലിക്കര വഴി തന്റെ കാർ ഓടിച്ചു വരുന്ന വഴിക്ക് പൊതുനിരത്തിലേക്ക് ഇറങ്ങാൻ വയ്യ. തൊട്ടടുത്ത് ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ ഓടിക്കാൻ വയ്യ, കാർ ഓടിക്കാൻ വയ്യ. അതിനെന്ത് ചെയ്യുമെന്നറിയണ്ടേ? ഈ ആലിങ്ങൽ ചാന്നാൻ എന്ത് ചെയ്യണമെന്നറിയണ്ടേ? തന്റെ വണ്ടി ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന് വരാം. കാരണം അദ്ദേഹം നായർ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹം വണ്ടി ഓടിച്ച് ക്ഷേത്രവളപ്പ് വിട്ട് മറ്റൊരിടത്ത് കൊണ്ട് നിർത്തുമ്പോൾ ആ കാടും പള്ളയും ഒക്കെ കടന്ന് നടന്ന് എന്ന് സ്വന്തം കാലിൽ കടക്കേണ്ടി വന്ന ഗതികെട്ടൊരു സംസ്കാരം നിലനിന്ന രാജ്യമാണിത്. നിങ്ങൾക്കറിയണ്ടേ, നമ്മുടെ രാജ്യത്ത് ഇന്ന് തിരുനക്കര എന്നൊരു സ്ഥലമുണ്ട്. ഇന്ന് മലയാളക്കരയിലെ അറിയപ്പെടുന്ന അടിമച്ചന്തകളിൽ ഒന്നായിരുന്നു തിരുനക്കര. ചങ്ങനാശ്ശേരി അടിമച്ചന്തയായിരുന്നു, മല്ലപ്പള്ളി അടിമച്ചന്തയായിരുന്നു. നിങ്ങൾക്കറിയണ്ടേ, ചങ്ങനാശ്ശേരിയിൽ ഒരു അടിമയുടെ വില വെറും 3 രൂപയായിരുന്നു. 3 രൂപ വിലയുള്ള ഒരു അടിമയെ ഈ മാമൂൽ ഈ കാണുന്ന റോഡിലൂടെ തലങ്ങും വിലങ്ങും അടിച്ച് അങ്ങ് മല്ലപ്പള്ളി കൊണ്ട് വിറ്റാൽ കിട്ടുന്നത് 18 രൂപയായിരുന്നു. മല്ലപ്പള്ളി അടിമകൾക്ക് വില കൂടുതലായിരുന്നു. ഇത് നമ്മുടെ ചരിത്രകൃതികളിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് പറയാണ്, ഇന്ത്യക്ക് പണ്ടെങ്ങോ മഹത്തരമായ സംസ്കാരം ഉണ്ടായിരുന്നെന്ന്. ആ സംസ്കാരം കയ്യിൽ വെച്ചാൽ മതി. ഞങ്ങളെ അത്ര സംസ്കാരങ്ങളുടെ പാഠം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഇനി ആരും തുനിയരുത്. അതൊന്നും സ്വീകരിക്കാൻ ഭാഗത്തിനൊന്നും വിശാലമല്ല ഞങ്ങളുടെ ഹൃദയം. വീണ്ടും ഞാൻ വിശദീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പണ്ഡിത രമാബായി എന്നറിയപ്പെടുന്ന ഈ സഹോദരി കടന്നുപോയ വിദേശ രാജ്യം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചില്ല. സുഖസൗകര്യങ്ങളുള്ള ആ രാജ്യത്തിൽ ജീവിച്ചു കൊള്ളാം എന്ന് ചിന്തിച്ച് അവർ തങ്ങളുടെ ദൗത്യം മടക്കി വെച്ചില്ല. അവർ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. അവർ ചില പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നിരാകരിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നു. സ്ത്രീകളെ തിരഞ്ഞുപിടിച്ച് തനിക്കൊരു സ്ഥാപനം ഉണ്ടാക്കി അവിടെ കൊണ്ട് പാർപ്പിച്ച് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു. വിദ്യ അഭ്യസിക്കുന്നത് നിഷിദ്ധമെന്ന് കരുതിയ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളെ പരിരക്ഷിച്ചു. ഏത് സ്ത്രീകളാണെന്നറിയണ്ടേ? സതി എന്നറിയപ്പെടുന്ന ദുരാചാരത്തിലൂടെ തള്ളിക്കളയപ്പെട്ട നിരവധി വിധവമാർ. വിധവമാരെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ധാരണ 50-60 വയസ്സുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അതായിരുന്നില്ല ഒരു കാലത്തിൽ ഇന്ത്യയിലെ വിധവയുടെ പ്രായം. എന്താണെന്നറിയണ്ടേ? 8-10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് 85-90 വയസ്സും പ്രായമുള്ള വൃദ്ധനാണ്. പ്രായാധിക്യം കൊണ്ട് ഈ വൃദ്ധൻ മരിച്ചാൽ ഈ കൊച്ചു പെൺകുട്ടി അനാഥയാകും. ഈ കുട്ടിയെ ഈ ഭർത്താവിന്റെ ശവശരീരത്തോട് ചേർത്ത് പച്ചമുളകൾ വച്ച് കീറിക്കെട്ടി ഇതിന് മുകളിലേക്ക് ചന്ദനമുട്ടികൾ നിരത്തി നെയ്യുരുക്കി ഒഴിച്ച് കത്തിക്കുന്ന ഹീനമായ ഒരു ആചാരം ഈ രാജ്യത്ത് നിലനിന്നിരുന്നു. എന്നിട്ട് ചില പെൺകുട്ടികൾ ആരെയും കണ്ണിൽപ്പെടാതെ ഓടി കാടിയേറി ചില കുഞ്ഞുങ്ങളെയൊക്കെ മൃഗങ്ങൾ കാടിച്ച് പറിച്ചു തിന്നു. ഇത്തരം ചില കുട്ടികളെ ആർക്കും വേണ്ടാത്തവരെ പിടിച്ചുകൊണ്ടുവന്ന് തന്റെ സ്ഥാപനത്തിൽ പാർപ്പിച്ചു. ആ സ്ഥാപനത്തിൽ പഠിപ്പിച്ചു. ഞാൻ വെറുതെ പറയുന്ന കഥയല്ല, അറിയണ്ടേ? 1960 ഈ രാഷ്ട്രം ആദരിക്കപ്പെടുന്ന ഒരു ബഹുമതി കൊടുത്ത് ആദരിച്ചൊരു സ്ത്രീയ പണ്ഡിത രമാബായി. 1960 ഇന്ത്യ മഹാരാജ്യം പണ്ഡിത രമാബായിയുടെ പേരിൽ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം എന്തായിരുന്നു ആ സഹോദരിയുടെ സേവന സന്നദ്ധത. ഇന്ത്യയിൽ ആദ്യമായി ഒരു കിൻഡർ ഗാർട്ടൻ സ്കൂൾ തുടങ്ങിയത് പണ്ഡിത രമാബായി ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി മറാഠി ഭാഷയിൽ കണ്ണു കാണാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടി ബ്രെയിൽ ലിപി തയ്യാറാക്കിയ ആള് ഈ പണ്ഡിത രമാബായി ആയിരുന്നു. 6 ഭാഷകളിൽ അപാരമായ പാണ്ഡിത്യമുള്ള ആ സ്ത്രീയുടെ അനാഥശാലയിൽ അല്ലെങ്കിൽ അവരുടെ പുനരധിവാസ കേന്ദ്രത്തിൽ ഒരു ഘട്ടം പഠിച്ചു വന്ന് ജീവിച്ചിരുന്ന സ്ത്രീകളുടെ
എണ്ണം 3500-ലധികം വരും. ഇന്നും ആ സ്ഥാപനം മഹത്തരമായി അവിടെ നടക്കുന്നു. ഞങ്ങൾ ഇതൊക്കെയാണ് ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ളത്, ഈ നാട്ടിൽ ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പറയൂ, മറ്റെന്താണ് ക്രൈസ്തവർ ഈ രാജ്യത്ത് ചെയ്ത ദ്രോഹമെന്ന് എണ്ണി എണ്ണി വന്ന് ഒന്ന് പ്രസംഗിക്കാമോ? എണ്ണി എണ്ണി വന്നൊന്ന് പഠിപ്പിക്കാമോ? ഇന്ന ഇന്ന കാരണങ്ങളാലാണ് ഞങ്ങൾ നിങ്ങളെ എതിർക്കുന്നത് എന്ന് വസ്തുതകൾ ഉന്നയിച്ച് മുമ്പിൽ വന്നിരുന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്താണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ? അതുകൊണ്ട് പറയട്ടെ, ഈ രാജ്യത്തിന്റെ സാംസ്കാരിക അഭിവൃദ്ധിക്ക് വേണ്ടി, സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി അത്യുദ്ധാനം ചെയ്ത ഒരു സമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സന്ദേശം ഇവിടെ തുടരുന്നത്. അങ്ങനെ 1906 പണ്ഡിത രമാബായിയുടെ മുക്തി മിഷനിൽ നിന്നാണ് ആദ്യമായി പെന്തക്കോസ്തൽ പ്രസ്ഥാനത്തിന്റെ ഉണർവിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന എന്താണ്? ഈ രാജ്യത്ത് ഈ സ്ഥാപനം തുടങ്ങിയതൊക്കെ പാൽപ്പൊടി തിന്നിട്ട്, പാൽപ്പൊടി വാങ്ങിയിട്ട്, വിറ്റാമിൻ ഗുളിക വാങ്ങിയിട്ട്, വസ്ത്രം വാങ്ങിയിട്ട് ആളുകൾ മതപ്രചരണം നടത്തുന്നു എന്ന് പറയുന്ന ഹീനമായ വ്യവസ്ഥിതി ഒന്ന് പുനഃപരിശോധിക്കണം. ഇന്ത്യയിൽ ചർച്ചക്കോട് എന്ന് പറയുന്ന ഒരു സഭയുണ്ട്, നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഇവിടെയൊക്കെ അതിന്റെ ബ്രാഞ്ച് ഉണ്ട്. അതിൽ പാസ്റ്റർമാരൊക്കെ നിൽപ്പുണ്ട്. അവരുടെ സ്ഥാപകൻ, കേരളത്തിലെ സ്ഥാപകന്റെ പേര് AR തങ്കയ്യ അതിശയം എന്നാണ്. ഈ തങ്കയ്യ അതിശയം ബ്രാഹ്മണ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരു തമിഴ് ബ്രാഹ്മണനാണ്. തമിഴ് ബ്രാഹ്മണനായ തങ്കയ്യ അതിശയവും, അതുപോലെ പണ്ഡിത രമാബായി സരസ്വതി എന്ന ചിപ്പവൻ ബ്രാഹ്മണനും, അതുപോലെ ജോൺ അയ്യാപിള്ള എന്നറിയപ്പെടുന്ന പ്രമുഖനായ ഒരു നായർ പ്രമാണിയും, അതുപോലെ മുസ്ലിം വിഭാഗത്തിൽ അറിയപ്പെടുന്ന ഖാൻ എന്നു പേരായ ഒരാള്, ബഹുമാനപ്പെട്ട പാസ്റ്റർ KE എബ്രഹാം എന്നറിയപ്പെടുന്ന IPCയുടെ സ്ഥാപകന്റെ വിവാഹം നടത്തിയ മുഹമ്മദ് ഖാൻ എന്നറിയപ്പെടുന്ന ഒരു സുവിശേഷകൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി ആളുകൾ വ്യത്യസ്ത ധാരകളിലൂടെ സ്വീകരിച്ചു വന്ന ക്രിസ്തീയ വിശ്വാസത്തിന്റെ പെരുമ്പറയാണ് ഞങ്ങൾ ഈ വൈകുന്നേരം ഇവിടെ മുഴക്കുന്നത്. ഇതിന് മറുവശം ചിലതുണ്ട്, അതുകൂടി പഠിക്കണം. ഈ പാൽപ്പൊടി കൊടുത്തു എന്നൊക്കെ പറയുന്ന ആളുകൾ തങ്ങളെ തന്നെ സ്വയം അപഹസിക്കുന്ന ഒരു ചരിത്രം കൂടി കിടപ്പുണ്ട്. അതെന്താണെന്നറിയണ്ടേ? ഇവരിടക്കിടയ്ക്ക് പറയും ഇന്ത്യക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്, അതിന് 5000 വർഷത്തെ പാരമ്പര്യമുണ്ട്, ഋഷിവര്യന്മാരുടെ ഇല്ലെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ നിങ്ങൾ ഈ ഋഷിവര്യന്മാരുടെ പാരമ്പര്യം സാധുക്കൾക്ക് വല്ലതും കൊടുത്തോ? നളന്തയിലും തക്ഷശിലയിലും ഏതെങ്കിലും സാധുക്കൾക്ക് പഠിക്കാൻ അവസരം കൊടുത്തോ? ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി ഇതാകുമായിരുന്നില്ല. മാത്രമല്ല, ഇങ്ങനെയുള്ള ഈ പാരമ്പര്യം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇത്രയും വലിയ പാരമ്പര്യമുള്ള നാട്ടില് സായിപ്പ് പാൽപ്പൊടി കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അതെല്ലാം കൂടെ ഒഴുകിപ്പോയെങ്കിൽ സായിപ്പിന്റെ പാൽപ്പൊടിയോട് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഈ സംസ്കാരം എന്തിന്? സായിപ്പിന്റെ പാൽപ്പൊടി കാണുമ്പോൾ തകർന്നു പോകുന്നതാണ് മഹത്തായ ആർഷഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം ചെറുതാകരുത്. അത് നിങ്ങൾ നിങ്ങളെ തന്നെ അപഹസിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഞങ്ങൾ അങ്ങനെ വിശദീകരിക്കൂ, അതാണ് അതിന്റെ വസ്തുത. ഇനിയും മറ്റു ചില കാര്യങ്ങൾ കൂടി എനിക്കൊന്ന് ചേർത്ത് പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, കർവാപ്പസി എന്ന പേരിൽ ഇപ്പോൾ ബജരംഗദളും സംഘപരിവാർ ശക്തികളും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഈ എങ്ങനെയാണ് ഞാൻ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വറോട് ഒരു സംവാദം മധ്യേ ചോദിച്ചത് യൂട്യൂബിൽ കിടപ്പുണ്ട്, കാണണം. ഞാൻ പറയുന്നു, ഞാൻ ഇപ്പോൾ കർവാപ്പസി വഴി അങ്ങയുടെ വിശ്വാസത്തിലേക്ക് വന്നാൽ നിങ്ങൾ എന്നെ ഹിന്ദുമാർഗത്തിൽ എവിടെയാണ് ഉൾക്കൊള്ളുന്നത്? ബ്രാഹ്മണായിട്ടാണോ, ക്ഷത്രിയനായിട്ടാണോ, ചണ്ടാളരായിട്ടാണോ, ആര്യനായിട്ടാണോ, ആരായിട്ട് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞു തരൂ. ഉത്തരമില്ല. ഞാൻ ചോദിക്കുന്നു, ഇപ്പോ നമ്മുടെ രാജ്യത്തിലേക്ക് സായിപ്പുമാര് ധാരാളം വന്നിട്ട് ഹിന്ദുമതം സ്വീകരിക്കുന്നുണ്ട്, ആർക്കും യാതൊരു പരാതിയില്ല. അവിടെയും മതം മാറ്റ ലോബിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുവഴി ഒരു സന്യാസി അമേരിക്കയിലൂടെ ഓരോ $1 ചോദിച്ചടക്കെയാണ് മതപ്രചരണാർത്ഥം. അദ്ദേഹം അവിടെ നിന്ന് അവസാനം ഈ മതത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാ, ആർക്കും ഒരു പരിഭവമില്ല. പക്ഷേ സായിപ്പ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, നിങ്ങൾ എന്നെ അങ്ങോട്ട് ചേർത്താൽ ആരായിട്ടാണ് ചേർക്കുന്നത്? ബ്രാഹ്മണാക്കുമോ, ക്ഷത്രിയനാക്കുമോ, ചണ്ടാളനാക്കുമോ, ശൂദ്രനാക്കുമോ, വൈശ്യനാക്കുമോ? എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഹിന്ദു സഹോദരങ്ങൾ അവരേതെങ്കിലും വിശ്വാസം ആചരിച്ചതിനെ പറ്റിയോ അവർ തീർത്ഥാടനം നടത്തുന്നതിനെ പറ്റിയോ ഉള്ള ഏതെങ്കിലും പരിഭവമോ അസഹിഷ്ണുത എനിക്കില്ല. എന്റെ പ്രസംഗമോ ഞങ്ങളുടെ ഏതെങ്കിലും ആശയമോ ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾക്കെതിരെയല്ല, മറിച്ച് മുഴുവൻ ഹിന്ദുക്കളുടെയും ആത്മാഭിമാനം തങ്ങളുടെ പോക്കറ്റിലാണെന്നും തങ്ങളാണ് ഈ രാജ്യത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധികാരികളെന്നും വീമ്പിളക്കുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരെയാണ് എന്റെ ചോദ്യം. അല്ലെങ്കിൽ ഹിന്ദു കൊളോണിയലിസത്തെയാണ് ഞാൻ വിമർശന വിധേയമാക്കുന്നത്. അങ്ങനെ വിമർശിക്കാനുള്ള എന്റെ അവകാശം ആരുടെ ഔദാര്യമല്ല, അത് ഭരണഘടന തന്നിട്ടുള്ള അവകാശം തന്നെയാണ്. അവകാശം തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ ചില നാൾക്കൊമ്പ് ഇങ്ങനൊന്നും പ്രസംഗിക്കുന്നവരായിരുന്നില്ല. നിങ്ങൾ അല്ലെങ്കിൽ പറയൂ, നിങ്ങളാണ് ഇതിന് അവസരം ഉണ്ടാക്കിയത്. ഞങ്ങൾ പണി കഴിപ്പിച്ച ഞങ്ങളുടെ ആലയങ്ങൾ വന്ന് അടിച്ചു പൊളിക്കുക, ഞങ്ങളുടെ മീറ്റിംഗിൽ വന്ന് തകർക്കുക, ഞങ്ങളുടെ സ്ത്രീകളോട് മോശമായി പെരുമാറുക. ഞങ്ങൾ ഈ രാജ്യത്ത് നികുതി അടയ്ക്കുന്ന പൗരന്മാരാണ്. ഞങ്ങളുടെ വ്രണം, ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടായ മുറിവ് അത് പൊതുസമക്ഷം പറയാൻ ഞങ്ങൾക്കുള്ള അവകാശമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നില്ല. നിങ്ങൾ നോക്ക്, ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇത് എടുത്തോണ്ട് പോ, ഓടിച്ചോണ്ട് പോ, എടുത്തോണ്ട് പോ. ഞങ്ങൾ ആര് ഇവിടെ നിന്നെങ്കിലും വന്നവരാണോ? നിങ്ങൾ പറയൂ. അങ്ങനെ വന്നവരുടെ കഥയാണ് പറയാൻ വരുന്നതെങ്കിൽ ഞാൻ അതിലും വലിയൊരു കഥ പറയാം. ഈ രാജ്യത്ത് പലരും കുടിയേറിയിട്ടുണ്ടെന്നേ, ആര്യന്മാർ കുടിയേറിയിട്ടുണ്ട്. എന്തുകൊണ്ട് സംഘപരിവാർ ശക്തികൾ തങ്ങളും കുടിയേറിയവരാണെന്ന് പറയാൻ വിഷമിക്കുന്നു? നിങ്ങളും ഒരിക്കൽ ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണ്. ഇന്ത്യയുടെ ധനവകാശികൾ ദ്രാവിഡർ മാത്രമാണ്.
ദ്രാവിഡ സംസ്കാരവും അതിനു മുമ്പ് ഏതെങ്കിലും തരത്തിലൊരു സംസ്കാരത്തിന്റെ ചരിത്രമൊന്നും തരാൻ ഒരാൾക്കും കഴിയില്ല. അങ്ങനെയെങ്കിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലേക്ക് വന്നവരൊക്കെ ഈ മഹത്തായ സംസ്കാരം സ്വീകരിച്ചിട്ടുണ്ട്, ഈ സംസ്കാരം ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് പൊതു തത്വമാണ്, സാമൂഹ്യ തത്വമാണ്. ഇന്ന് അമേരിക്കയിൽ ആളുകൾ കുടിയേറുന്നില്ലേ? ഇംഗ്ലണ്ടിൽ ആളുകൾ കുടിയേറുന്നില്ലേ? മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ആവാസ വ്യവസ്ഥ ഉള്ളിടത്തൊക്കെ ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകും. ഓക്കെ, നമുക്കത് അംഗീകരിക്കാം. ചരിത്രത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ കൈബർ ചുരം കടന്ന് ഇന്ത്യയിലേക്ക് കാലിതിറ്റാൻ വന്ന ആര്യന്മാർ പിൽക്കാലഘട്ടത്തിൽ ആർജിച്ച മേധാവിത്വം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ പണ്ട് പേർഷ്യയിൽ രൂപപ്പെട്ട ചിന്താശകലങ്ങൾക്കൊക്കെ ഇന്ത്യൻ വേഷം നൽകിക്കൊണ്ട് ഇതൊക്കെ ഭാരതത്തിന്റേതാണെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ വന്നാൽ അതൊന്നും ഉൾക്കൊള്ളാൻ ചരിത്രബോധമുള്ളവർക്ക് സാധിക്കില്ല, അതൊന്നും ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല. കാരണം ഇവർ പഠിപ്പിച്ച ചരിത്രബോധത്തിൽ തന്നെ ചില തെറ്റുകളുണ്ട്. ആ തെറ്റിൽ ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഇവിടെ പഠിച്ച ചരിത്രത്തിലെ ഭീമമായൊരു തെറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. ചാന്നാർ ലഹള എന്ന് കേട്ടിട്ടുണ്ട്. ചാന്നാർ ലഹള എന്താണ്? ചാന്നാർ ലഹള, ചാന്നാർ എന്നറിയപ്പെടുന്നത് നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തുള്ള നാടാർ എന്നറിയപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ പേരായിരുന്നു ചാന്നാർ. ഇവർക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല, അവരുടെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനാവില്ല, അവരുടെ സ്ത്രീകൾ പൊതുജന സമക്ഷം മാറുമറയ്ക്കാതെ യാത്ര ചെയ്തു കൊള്ളണം. ഇങ്ങനത്തെ ഒരു കാലഘട്ടം നിലനിന്നിരുന്നു. അതിനൊക്കെതിരെ അവർ കലഹിച്ചു. അവർ മനഃപൂർവ്വം മാറുമറയ്ക്കാൻ തുടങ്ങി. അവർ പൊതുനിരത്തിലിറങ്ങി നടക്കാൻ തുടങ്ങുമ്പോഴേക്ക് ആ നാട്ടിലെ പ്രമാണിമാർ വന്ന് ചാട്ടയ്ക്ക് അവർക്ക് ഇട്ടടിച്ചു. വലിയ കലാപമായി, അവർ തിരിച്ചടിച്ചു. ചരിത്രം ഇതിനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പേരാണ് ചാന്നാർ ലഹള. അല്ല സുഹൃത്ത്, ഇതെങ്ങനെ ചാന്നാർ ലഹളയാകും? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഇവിടെ ശാന്തമായി കച്ചവടം നടത്തുന്ന ഒരു കട, ആ കട കയറി ആളുകൾ അടിച്ചു പൊളിച്ചാൽ, അല്ലെങ്കിൽ റിലയൻസുകാരന്റെ കട ഇവിടെ ഇരിക്കുന്നു, ആ കട കയറി ആളുകൾ അടിച്ചു പൊളിച്ചിട്ട് അതിന് പേര് റിലയൻസ് ലഹള എന്നിട്ടാൽ എങ്ങനെ ഇരിക്കും? കാരണം അവർ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം ഉപയോഗിച്ചുകൊണ്ട് അവിടെ കച്ചവടം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ ഇത്തരം ഒരു യോഗം അടിച്ചു പൊളിച്ചിട്ട് അതിന് പെന്തക്കോസ്തുകാരുടെ ലഹള എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കും. ലഹള നടത്തിയവന്റെ പേരിൽ ആ ലഹള എഴുതണ്ടേ? ലഹള ഉണ്ടാക്കിയവന്റെ പേരിൽ ലഹള എഴുതേണ്ടതിന് പകരം ലഹളയിലെ പീഡിതവർഗത്തിന്റെ പേരിട്ട് തെറ്റായി അവതരിപ്പിച്ച ചരിത്രം, ആ ചരിത്രത്തെ കുറിച്ച് കൂടി എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. ഞാൻ വേഗത്തിൽ നിർത്തിക്കൊള്ളാം. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു രാജ്യം ഉണ്ടായതെന്നാണ്? ഈ മഹത്തായ ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറയല്ലോ. ഇന്ത്യ 600-ൽ പരം നാട്ടുരാജ്യങ്ങളുടെ ഒരു കോർഡിനേഷൻ ആയിരുന്നു. 600-ൽ പരം ചെറിയ ചെറിയ രാജ്യങ്ങൾ തമ്മിലടിച്ചും ഭിന്നിച്ചുമൊക്കെ കഴിഞ്ഞ 600-ൽ പരം നാട്ടുരാജാക്കന്മാര്. ഇവർ തമ്മിലൊന്നും യാതൊരു താല്പര്യമില്ല, യാതൊരു ബന്ധവുമില്ല. മരുമക്കത്തായും മക്കത്തായും ഒക്കെ നിലനിന്ന രാജ്യമാ. 108 വിധ കരമായി ഇവർ ഭരിച്ചത്. ജനാധിപത്യം എന്നൊരു പദം പോലും അവർ കേട്ടിട്ടില്ല. രാജാവിന്റെ ഔദാര്യത്തിൽ ജീവിച്ചു കൊള്ളണം. ഞാനതുകൊണ്ട് പറയും, എന്നോട് ചോദിക്കുക, നിങ്ങൾക്കിഷ്ടം ഏത് ഇന്ത്യയാണ്? 5000 വർഷം പഴക്കമുള്ള ഇന്ത്യയാണോ, അല്ലെങ്കിൽ 2000 വർഷം പഴക്കമുള്ള ഇന്ത്യയാണോ? ഞാൻ പറയും അല്ലല്ല, എനിക്കിഷ്ടം കേവലം 1947 ശേഷമുള്ള ഇന്ത്യ. എന്താണ് കാരണം? 47 മുമ്പുള്ള ഇന്ത്യയില് ഞാൻ കേവലം പ്രജയാണ്, പ്രജ. എനിക്ക് യാതൊരു അവകാശമില്ല. രാജാവിന്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങി ആ വാക്കും ഭാഷണവും ഇല്ലാതെ ഏൻ എന്ന് പറഞ്ഞു നിൽക്കേണ്ട അടിമ മാത്രമായി ഞാനും നിങ്ങളും പ്രജയാണ്. 47 ശേഷം സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി ഉദിച്ചപ്പോൾ, നമുക്ക് പിന്നീട് ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ, ഒരു ഭരണഘടന നിലവിൽ വന്നപ്പോൾ മുതൽ നമ്മൾ പ്രജകളല്ല, പൗരന്മാരായി. രാജാവിനെ വിമർശിക്കാം, രാജനീതി തെറ്റെന്ന് കണ്ടാൽ അതിനെ വിമർശിക്കാം, ഭരണാധികാരികൾ തെറ്റുകട്ടിയാൽ അതിനെ വിമർശിക്കാം. 5 വർഷത്തിൽ ഒരിക്കൽ വരുന്ന തെരഞ്ഞെടുപ്പിലൂടെ എനിക്കിഷ്ടമില്ലെങ്കിൽ നിലവിലിരിക്കുന്ന ഭരണാധികാരിയെ പുറത്താക്കാം. ഇതിനൊന്നും അവകാശമില്ലാത്ത പൂർവ്വകാലത്തിലെ ഏതോ കഥകളോ പൂർവ്വകാലത്തിലെ ഏതോ മിത്തുകളോ നമ്മുടെ മുമ്പിൽ കൊണ്ട് അവതരിപ്പിച്ചിട്ട് നിങ്ങൾ ആ ഇന്ത്യയിൽ അഭിരമിക്കണം, ആ ഇന്ത്യയിൽ പ്രവർത്തിക്കണം, ആ ഇന്ത്യയെ കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾ അതിലേക്ക് 100 കൊല്ലം മുമ്പ് ചങ്ങനാശ്ശേരി ചന്തയിലെ ഒരു അടിമയെ 3 രൂപയ്ക്ക് വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് കൂടുതൽ ലാഭം കിട്ടാൻ ഈ പരിപാടിയിലൂടെ ചാട്ടക്കടിച്ച് മല്ലപ്പള്ളിൽ കൊണ്ടുപോയ ഒരു കാലഘട്ടമില്ലേ? ആ കാലഘട്ടത്തിൽ അഭിമാനിക്കണമെങ്കിൽ നല്ല മാനസിക രോഗമുള്ളവർക്കേ പറ്റുള്ളൂ. അതെങ്ങനെ അഭിമാനിക്കാൻ പറ്റുന്നേ? ഈ തെരുവിലൂടെ പാവപ്പെട്ടവരെ കന്നാലിയെ പോലെ അടിച്ച് അവിടെ കൊണ്ട് വിറ്റപ്പോൾ ആ ഇന്ത്യക്ക് എന്തോ മൂല്യമുണ്ടായിരുന്നു. ഇന്നത്തെ ഇന്ത്യ വളരെ മോശമായി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് കാലത്താണ് ജീവിച്ചിരിക്കുന്നത്? നിങ്ങൾ പഠിക്കുന്ന ചരിത്രം എന്താ? നിങ്ങൾ പഠിക്കുന്ന സംസ്കാരം എന്താ? നിങ്ങൾ ആധുനികതയോട് ചേർന്ന് നടന്നിട്ടുണ്ടോ? കാലത്തിന് വന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? അപ്പോൾ അടിച്ചുപൊളിക്കും മുമ്പേ ഞങ്ങൾ ഈ രാജ്യത്ത് എന്തെല്ലാം ചെയ്തു എന്ന് നിങ്ങളൊന്ന് പഠിക്കേണ്ടതാണ്. ഞാൻ അതിനെപ്പറ്റി പറയാം. പ്രിയപ്പെട്ടവരെ, ബംഗാളിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു രാജാവിനെ തോൽപ്പിച്ചുകൊണ്ട്, സിറാജുദ്ദൗള എന്നറിയപ്പെടുന്ന ഒരു മുസ്ലിം ഭരണാധികാരിയെ തോൽപ്പിച്ചുകൊണ്ട്, ഒരു മുഗൾ ഭരണാധികാരിയുടെ പിന്മുറക്കാരനെ തോൽപ്പിച്ചുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരികയാണ്. കച്ചവടത്തിന് വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്നതിനാ ചൂഷണം ചെയ്യാൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചുമ്മാതൊരു ദിവസം രാവിലെ വന്ന് ചൂഷണം ചെയ്തിട്ട് പോവല്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ അവസരവും സംജാതമാക്കിയത് ഈ രാജ്യത്തിലെ നാട്ടുരാജാക്കന്മാരാണ്.
ഇവർ സ്വാഗതം ചെയ്ത് വരുത്തിയതാണ് ഇവരെ. മാർത്താണ്ഡവർമ്മയുള്ള അടക്കമുള്ള തിരുവിതാംകൂർ രാജാക്കന്മാരടക്കം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ക്ഷണിച്ച് വരുത്തിയതാണ്. അവർ പറയുന്നത് തന്നെ ഇംഗിരിച്ച് കുമ്മഞ്ചി എന്നൊരു പേരാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയാൻ അറിയാത്തതുകൊണ്ട് ഇംഗ്ലീഷ് കമ്പനി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇംഗിരിച്ച് കുമ്മഞ്ചി എന്ന് പറയുന്ന കക്ഷികളായിരുന്നു ഇവിടുത്തെ സംസ്കാര സമ്പന്നരെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയാൻ അറിയില്ല. പോയി വായിക്കണം പ്രിയപ്പെട്ടവരെ. കേരളത്തിന്റെ ഇളടഞ്ഞ ഏടുകൾ എഴുതിയ ആളിന്റെ പേര് ഇളംകുളം കുഞ്ഞമ്പിള്ള. അത് എഴുതി വെച്ചിരിക്കുന്ന പേരാണ്. ഞാൻ വളരെ പണിപ്പെട്ടു ഇത് എന്താ എഴുതിയിരിക്കുന്നത്. താഴെ ഫുട്നോട്ട് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഇംഗിരിച്ച് കുമ്മഞ്ചി എന്ന് വെച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷ് കമ്പനി. അതായിരുന്നു പണ്ടത്തെ വിദ്യാഭ്യാസ രീതി നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു തീരുമാനം ഇവിടെയുള്ള നാട്ടുരാജാക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആചാരം നടത്തുവോ അനുഷ്ഠാനം നടത്തുവോ പ്രാർത്ഥന നടത്തുവോ ഒക്കെ ചെയ്യണം, ഞങ്ങൾ അതിനെതിരൊന്നും പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആകാം, ഒരു കുഴപ്പമില്ല, മറിച്ച് ഞങ്ങളുമായിട്ടൊരു കരാർ ഏർപ്പെടണം. ആ കരാറ് കച്ചവടത്തിന്. അങ്ങനെ വന്ന് കച്ചവടം ചെയ്യാൻ നിന്ന ആളുകൾ പതുക്കെ പതുക്കെ ഭൂസ്വത്ത് ആർജിച്ചു. ഇതൊക്കെ ഇന്ന് പറയുന്ന കക്ഷികൾ ഓർക്കണം. ഈ അടുത്ത കാലത്തൊക്കെ നമ്മളത് കാണുന്നുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷുകാരെ ഇന്ത്യയെ ഓടിക്കാൻ നടത്തിയ സമരങ്ങളിലൊക്കെ ഇവരുടെ പങ്കെന്താന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവില്ല, ഒരു കാര്യമില്ല. ഇതുപോലൊരു കവലയോഗമെങ്കിലും നടത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയോ പ്രസംഗിച്ച ഒറ്റ സംഘപരിവാറുകാരനെ കാണിച്ചു തരാൻ പറ്റുമോ? ഒറ്റ സംഘപരിവാറുകാരനെ ഇല്ല. എന്നിട്ട് പറയാ ഞങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഞാനതിന് ചില കാര്യകാരണങ്ങൾ സഹിതം വസ്തുതകളൊന്ന് നിരത്തി ബോധ്യപ്പെടുത്താം. നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഏതെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ഇതുപോലെ യോഗം വെച്ച് മറുപടി പറഞ്ഞോളാം, കേൾക്കാൻ ഞങ്ങൾ വരാം. അതാണ് എന്റെ തത്വം. അതാണ് ജനാധിപത്യ രാജ്യത്തിൽ അഭിപ്രായ വ്യത്യാസം കൊണ്ട് നേരിടാൻ പ്രശ്നമൊന്നുമില്ല. അതിനുള്ള അവകാശം ഇവർക്കുണ്ട്. എന്നാൽ പറയട്ടെ, ഇങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇത് ഘട്ടം ഘട്ടമായിട്ട് പതിച്ചു കൊടുത്ത് നിങ്ങളോ ഞാനോ ആണോ? നമുക്കതിന് അവകാശമുണ്ടോ? ഇതൊക്കെ കൊടുത്ത് ആരാണ്? ആരുടെ കഴിവുകൾ കൊണ്ടാണ് ഇതൊക്കെ പോയത്? ഈ രാജ്യം ഭരിച്ച നാട്ടുരാജാക്കന്മാർ അടുത്തവനോടുള്ള വൈരാഗ്യം തീർക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൂട്ടുപിടിച്ച് ഇവിടെ യുദ്ധം നടത്തി. തദനന്തരം എന്ത് സംഭവിച്ചു? ഇവരൊന്ന് രണ്ട് കാഴ്ചകൾ കണ്ടു. അതിലൊന്ന് ഈ ബംഗാളിലുമൊക്കെ നിലനിന്നിരുന്ന സതി എന്നൊരു ദുരാചാരമാണ്. ഈ സതി എന്നൊരു ആചാരം എന്താണെന്ന് ഞാൻ പറഞ്ഞു. 8-9 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ 80-85 വയസ്സ് പ്രായമുള്ള ഒരു പുരുഷൻ വിവാഹം കഴിക്കുക. ഇതുകൂടാതെ ഈ 35 വയസ്സ് 40 വയസ്സൊക്കെ പ്രായമുള്ള ചെറുപ്പക്കാര് 8-9 വയസ്സുള്ള കുട്ടിയെ വിവാഹം കഴിക്കുന്നു. മാത്രമല്ല അന്നത്തെ ഒരു അലിഖിത നിയമം, വിവാഹം കഴിച്ചതിന്റെ 16 ദിവസങ്ങൾക്കുള്ളിൽ 9-10 വയസ്സുള്ള 9-10 ഇത്രയും വയസ്സ് പ്രായമുള്ള ഈ പെൺകുട്ടിയോട് ദാമ്പത്യ ബന്ധം ആചരിക്കണം. അത് നിയമമാണ്. അങ്ങനെ വലിയൊരു പ്രമാദമായ കേസ്, ഒരു പെൺകുട്ടി ചോരവാർന്ന് മരിച്ച കേസൊക്കെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ മുമ്പിൽ വന്നു. തദനന്തരം വിവാഹപ്രായം ഉയർത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാരൊരു നിയമം നമ്മുടെ രാജ്യത്തുണ്ടാക്കി. വിവാഹപ്രായം അങ്ങ് ഉയർത്തി. അത് നമ്മുടെ നാട്ടിലെ ആളുകളെ ചൊടിപ്പിച്ചു. ആ കഥകൾ ഞാൻ ക്രമേണ പറയാം, ഒന്ന് ശ്രദ്ധിക്കണേ. രണ്ടാമത് സംഭവിച്ച ഒരു കാര്യം, ഏതെങ്കിലും ഒരു നാട്ടുരാജ്യത്ത് പിന്നീട് ഭരിക്കാൻ ഭരണാധികാരി ഇല്ല എന്ന് വരികയാണ്. അതായത് രാജാവിന് മക്കത്തായമോ മരുമക്കത്തായമോ ഉപയോഗിച്ചിട്ട് ഈ രാജ്യത്തിൽ തുടർന്ന് ഭരണാധികാരിയായി ഏറ്റെടുക്കാൻ ഒരാളില്ലെങ്കിൽ ഈ സ്ഥലം നേരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അങ്ങ് ഏറ്റെടുക്കും. അതിന് പറയുന്ന പേര് ലാപ്സ് ലോ എന്നായിരുന്നു. ലാപ്സ് ആകുന്നൊരു സ്ഥലം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കുന്നു. ഇങ്ങനെ പ്രശ്നം വന്നു. പ്രശ്നങ്ങൾ അങ്ങ് രൂക്ഷമായപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അമർഷം അണവൊട്ടിയപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നൊരു കൽപ്പന വന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. അത് പാർലമെന്റ് നേരിട്ട് ഇനി ഭരിക്കുക. അങ്ങനെ 1857 ആകുമ്പോഴേക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിച്ചിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് 1857 ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തു. ഇതാണ് ഒരു കാര്യം. എന്നാൽ 1829 ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? 1829 നടക്കുന്ന ആ സംഭവം, ഇങ്ങനെ സതി നിമിത്തം വധിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി നിരന്തരം വലിയ പോരാട്ടം നടന്നു ഈ രാജ്യത്ത്. ആ പോരാട്ടം, സതി നിരോധനത്തിന് വേണ്ടി ഇന്ത്യയിൽ പോരാട്ടം നടത്തിയ പേരുകൾ നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ചാൽ ആദ്യം പഠിക്കുന്നത് രാജാറാം മോഹൻ റോയിയുടെ പേരാണ്. തീർച്ചയായിട്ടും മോഹൻ റോയിയുടെ വലിയ സംഭാവനകൾ അതിലുണ്ടെങ്കിലും ബ്രിട്ടീഷ് ഭരണകൂടത്തോട് നിരന്തരം സമ്മർദ്ദം ചെലുത്തി നീണ്ട 10 വർഷം അതിനെതിരെ പ്രവർത്തിക്കുകയും കത്തെഴുതുകയും ചെയ്ത ആളിന്റെ പേര് വില്യം കേരി എന്നായിരുന്നു. മഹാനായ വില്യം കേരി. ഈ വില്യം കേരി ഇംഗ്ലണ്ടിലെ കെറ്ററിംഗ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. തനിക്കവിടെ ഉണ്ടായിരുന്ന വസ്തുവകളൊക്കെ വിറ്റ് തന്റെ മക്കളുടെയും ഭാര്യയുടെയും കൈപിടിച്ച് ദീർഘമായ 100-110 ദിവസം കപ്പൽ യാത്ര ചെയ്ത് ഇന്ത്യയിലെ ബംഗാളിൽ വന്നിറങ്ങി അദ്ദേഹം ഒരു കലാലയം ആരംഭിച്ചു. ആ കലാലയം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ കലാലയത്തിൽ നിന്നാണ് ഇന്ത്യയിൽ ആദ്യമായി BA, MA ഡിഗ്രികൾ കൺഫർ ചെയ്തത്. ഇന്ത്യക്കാരൻ BAയും MAയും പോലുള്ള ഡിഗ്രികൾ അതിനു മുമ്പ് കണ്ട ചരിത്രമില്ല. പുറത്തു പോയിട്ടൊക്കെ ആളുകൾ പഠിച്ചിട്ടുണ്ടാകാം.
ഈ രാജ്യത്ത് അത്തരമൊരു വലിയ ഉന്നത വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച ആളിന്റെ പേര് മഹാനായ വില്യം ഗേരി എന്നാണ്. ഈ വില്യം ഗേരിക്ക് ആദരിച്ചുകൊണ്ടാണ് 1993 ഇന്ത്യ ഭരിച്ചിരുന്ന ശങ്കർദയാൽ ശർമ്മയിലെ ഡോക്ടർ ശങ്കർദയാൽ ശർമ്മ, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ശങ്കർദയാൽ ശർമ്മ ഈ വില്യം ഗേരിയുടെ പേരിൽ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. സംശയമുള്ളവർ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ വില്യം ഗേരിയെ കുറിച്ച് മനസ്സിലാകും. ഈ വില്യം ഗേരിക്കൊപ്പം മഹാനായ ജോഷുവ വാർഷ് എന്നൊരാളുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഒത്തുചേർന്ന് ഈ സതിക്കെതിരെ നടത്തിയ നിരന്തരമായ ആ സമരത്തിനെതിരെ സംഘർഷങ്ങൾക്ക് ഒടുവിൽ 1829 ഇന്ത്യ ഭരിച്ചിരുന്ന ലോർഡ് ബെന്റിംഗ് പ്രഭു ശാശ്വതമായിട്ട് സതി നിരോധനത്തിന്റെ ഉത്തരവിട്ടു. നിങ്ങൾ കേൾക്കണോ വലിയ കോമഡി? സതി നിരോധിച്ചു. ഭർത്താവിന്റെ ചിതയിൽ ചാടി ഭാര്യ മരിക്കണം, ചാടുകല്ല കൊണ്ട് ഇട്ട് കത്തിക്കുക. ഈ ദുരാചാരം ഇവിടെ നിന്നപ്പോൾ അതിനെതിരെ പോരാടണമെന്ന് പോലും ഇന്ത്യയിൽ ഒരാൾക്ക് തോന്നിയതേ വില്യം ഗേരിയെപ്പോലെ ഒരു സുവിശേഷകൻ വന്ന് വേദനാജനകമായി ഈ കാഴ്ച കണ്ട് നൊമ്പരപ്പെട്ടപ്പോഴാ. നിങ്ങൾ രണ്ടായിട്ട് കാണണം. ഇന്ത്യയെ കൊള്ളയടിക്കാൻ വന്ന ബ്രിട്ടീഷുകാരനെയും ഇന്ത്യയെ മാറ്റിമറിച്ച സുവിശേഷത്തിന്റെ ആത്മാവാൽ അതിനെ പുതുമയുടെ ലോകത്തിലേക്ക്, ആധുനികത ലോകത്തിലേക്ക് പറിച്ചു നട്ട സുവിശേഷകർ അഥവാ മിഷണറിമാരെയും രണ്ടായി കാണണം. ഇവിടെ വന്ന മിഷണറിമാരും ഒരു തുണ്ട് മണ്ണും കൊണ്ടുപോയില്ല, ഒരു പിടി മണ്ണും കൊണ്ടുപോയില്ല. അവർ ഇവിടെ തന്നെ പ്രവർത്തിച്ച് ഇവിടെ തന്നെ മരിച്ച് അവരെ പ്രാണൻ ഈ രാജ്യത്തിന് അർപ്പണം ചെയ്യുകയായിരുന്നു എന്ന ആത്യന്തിക സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണ് ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് അറിയണ്ടേ? 1829 ആകുമ്പോഴേക്ക് സതി നിരോധിക്കപ്പെടുന്നു, ലാപ്സ് നിയമം പാസ്സാകുന്നു, പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുന്നു. ഈ രാജ്യത്ത് വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. എന്തായിരുന്നു കലാപത്തിന്റെ ഉള്ളടക്കം എന്നറിയണ്ടേ? ഇന്ത്യക്കാരായ ഞങ്ങളുടെ അവകാശങ്ങളിലേക്ക്, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇതാ ബ്രിട്ടീഷുകാരൻ പതുക്കെ പതുക്കെ ഇടപെടുന്നു. അതിനി വേണ്ട, നിങ്ങൾക്ക് പോകാം, നിങ്ങളെ ഞങ്ങൾ മടുത്തു. എന്താ മടുക്കാൻ കാരണം എന്നറിയണ്ടേ? 10 വയസ്സ് പ്രായമുള്ള കുട്ടികളെ വിവാഹം കഴിക്കണം എന്ന് വാദിച്ച പ്രാകൃതമായ ആചാരങ്ങൾ ഈ രാജ്യത്ത് നിലനിന്നിരുന്നു. അത് തിരിച്ചു വരണം ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഭൂമിയുടെ കാര്യത്തിൽ ഒരു ന്യായമുണ്ട്, പൊക്കോട്ടെ, അതിനവർക്കെതിരെ പറഞ്ഞതിൽ 100% ന്യായമുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താ? സതിയുടെ നിരോധനം, അത് തിരിച്ചു വരണം. അന്ന് ചെയ്ത് കേൾക്കണ്ടേ? പൂനെയുടെ നഗരത്തിലൂടെ 75,000 സ്ത്രീകളെ, പെൺകുട്ടികളെ ആ അതിശക്തമായി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം മുഴക്കിക്കൊണ്ട് രംഗത്തിറക്കിയിട്ട് അവരെ കൊണ്ട് വിളിച്ചു പറയിച്ചു, ഞങ്ങൾക്ക് സതി തിരിച്ചു വരണം. സായിപ്പേ, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ നിരോധിക്കുന്നത്? ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിങ്ങൾ കൈയടത്തണ്ട, ഞങ്ങൾ മരിക്കുകയോ ജീവിക്കുകയോ ഒക്കെ ചെയ്തുകൊള്ളാം, ഇതിലേക്ക് ഇടപെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് 75,000 സ്ത്രീകളെ പൂനെയുടെ തെരുവീതിയിലൂടെ നടത്തിച്ചു എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറന്നുപോകരുത്. ഇതാണ് ഈ രാജ്യത്ത് നിലനിന്നിരുന്നത്. 3 കാര്യങ്ങൾ ഇതിനെതിരെ മുഴക്കിയ സമരാഹ്വാനങ്ങളും വിപ്ലവങ്ങളുമാണ് നമ്മൾ ഈ മഹത്തായ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത്. പാവം കുട്ടികളുടെ ഗതികേടെന്നല്ലാതെ എന്താണ് പറയാൻ സാധിക്കുക? ആർക്ക് സ്വാതന്ത്ര്യം കിട്ടാനാണെന്നറിയണ്ടേ? ഈ രാജ്യത്ത് ചിത്പവൻ ബ്രാഹ്മണന്മാർ അനുഭവിച്ചു വന്ന സുഖമുണ്ടെന്ന്, അവർക്ക് 8ഉം 10ഉം കല്യാണം കഴിക്കാമായിരുന്നെന്ന്, താഴോട്ട് കല്യാണം കഴിക്കാമായിരുന്നു, തിരിച്ചു പറ്റില്ല. അതാണ് ഒരു രസകരമായ കാര്യം, ചിന്താർഹമായ ഒരു കാര്യം. ഒരു ബ്രാഹ്മണ പുരുഷന് ക്ഷത്രിയ പെൺകുട്ടിയെ കഴിക്കാം, ബ്രാഹ്മണ പുരുഷന് വൈശ്യ സ്ത്രീയെ കഴിക്കാം, ആ ബ്രാഹ്മണ പുരുഷന് ശൂദ്ര സ്ത്രീയിൽ മക്കളെ ഉളവാക്കാം. അതിന്റെ പേര് പറയും മനുസ്മൃതി അധ്യായം 10 അതിന്റെ വചനങ്ങൾ 53 മുതൽ. ഞാൻ തെളിവില്ലാതെ ഒന്നും പറയില്ല. നിങ്ങൾ ഇത് കഴിഞ്ഞ് എന്നെ ചോദ്യം ചെയ്തേ വിടാവൂ. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് കമന്റായിട്ട് എഴുതിയിട്ടോ, ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടേ ഇരിക്കുള്ളൂ. എന്താണ് കാരണം? മനു പറഞ്ഞു വെച്ചു അനുലോമജാതി. എന്താ അനുലോമജാതി എന്ന് പറയണ്ടേ? സ്വീകാര്യമായ, പെർമിസിബിളായ, ഗ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു നീതി. അതെന്താന്ന് വെച്ചാൽ ഒരു ബ്രാഹ്മണന് ക്ഷത്രിയ പെണ്ണിനെ കെട്ടാം, ബ്രാഹ്മണന് വൈശ്യ പെണ്ണിനെ കെട്ടാം. ഇനി ബ്രാഹ്മണന് ശൂദ്രസ്ത്രീയെ കെട്ടാനല്ല അവകാശം, അവിടെ ചെന്ന് സന്താനോൽപാദനം നടത്താം. മനസ്സിലായില്ലേ? സന്താനോൽപാദനം നടത്താം. ഇതിന് മനു എഴുതി വെച്ച പേരാണ് എന്തെന്നറിയണ്ടേ? അനുലോമജാതി. ഇതിനാ ഡോക്ടർ BR അംബേദ്കർ, ബാബാ സാഹേബ് അംബേദ്കർ ഈ പുസ്തകം അങ്ങ് ചുട്ട് കത്തിച്ച് കളഞ്ഞിട്ടാണ് ഇന്ത്യൻ ഭരണഘടന സ്ഥാപിച്ചത്. മനസ്സിലായില്ലേ? ഈ സാധനം ഇനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് കത്തിച്ചു. അത്രമാത്രം മനുഷ്യാവകാശ ധ്വംസനങ്ങളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന വാക്കുകൾ മൊത്തം ചരിത്രത്തിൽ തെളിവുള്ളതാ. ഈ വാക്കുകൾ കേട്ടാൽ ഈ രാജ്യത്തിലെ ബഹുമാനപ്പെട്ട പീഡ അനുഭവിച്ച നായർ സഹോദരങ്ങളും ഈഴവ സഹോദരങ്ങളും മതി, ചിത്പവൻ ബ്രാഹ്മണന്മാർ അന്ന് ചെയ്തു വെച്ച ഹീനകൃത്യങ്ങൾക്കെതിരെ നിങ്ങൾ ഓടിച്ചെന്ന് പ്രതികരിക്കും. ഇതൊക്കെ കാണാനും അറിയാതെ ഇരിക്കാൻ വേണ്ടിയാ ഇതൊക്കെ സംസ്കൃതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അധികം പേർക്ക് മനസ്സിലാകരുത്. പാട്ട് പോലൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്കെതിരെയുള്ള വിധിപുറപ്പാടുകളാ ഈ മനു എഴുതി വെച്ചിരിക്കുന്ന മനുസ്മൃതി മുഴുവൻ. മനുസ്മൃതിയിലെ ദുരാചാരങ്ങൾ മുഴുവൻ അങ്ങനെയാണെന്നേ. അപ്പോൾ ഇനി തിരിച്ചൊന്ന് കേൾക്കണ്ടേ? തിരിച്ചൊരു കാരണവശാലും പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു നായർക്കൊരിക്കലും ബ്രാഹ്മണ സ്ത്രീയിൽ കുട്ടി ഉണ്ടായിക്കൂടാ.
ഒരു ബ്രാഹ്മണ സ്ത്രീയിൽ നായർക്ക് കുട്ടി ഉണ്ടാകരുത് എന്ന് എഴുതി വെച്ച ആളിന്റെ പേരാണ് മനു. ആ മനു എഴുതിയ കൃതിയുടെ പേരാ മനുസ്മൃതി. DC ബുക്കിൽ ഇപ്പോഴും മനുസ്മൃതിയുടെ പ്രതികൾ കിട്ടും. ആവശ്യമുള്ളവർ എന്നെ ബന്ധപ്പെട്ടാൽ മതി, തരാം. എന്നാൽ അതിലത്തെ അങ്ങനെ ഉണ്ടായാൽ അതിന്റെ പേര് പറയും പ്രതിലോമജാതി, അതായത് പെർമിസിബിൾ അല്ല. ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടിയും അമ്മയും എവിടെ പോകണം? അങ്ങനെ കുട്ടിയെ സൃഷ്ടിച്ച ആളിന്റെ കാര്യം അതോ ഗതി അയാളെ കൊന്നുകളയും. എന്നാൽ ഈ കുട്ടി അമ്മയും കാട് കയറണം, കാട്ടിൽ ജീവിച്ചു കൊള്ളണം. ചിലപ്പോൾ കാട്ടുമൃഗങ്ങൾ അവരെ വിഴുങ്ങാം, പലതരത്തിൽ അവർ നശിക്കാം. ഈ കുട്ടിയോ ഇതുപോലുള്ള കുഞ്ഞുങ്ങളോ സ്ത്രീകളോ ഒക്കെ അവിടെ വളർന്നാൽ അവരാ കാലക്രമേണ ആദിവാസികളാകുന്നത്. മനസ്സിലായില്ലേ? അല്ല, ആദിവാസി എന്ന് പറഞ്ഞ് ജനസിനെ ക്ലോൺ ചെയ്ത് എടുത്തോന്നല്ലെന്ന്. ഇവർക്കൊരു പേര് പറയും ചണ്ടാളൻ. ചണ്ടാളൻ എന്ന പേര് കേട്ടിട്ടില്ലേ? ഈ ചണ്ടാളനൊക്കെ നമ്മുടെ കുമാരനാശാന്റെ കവിതയിലുണ്ട്. ചണ്ടാല ഭിക്ഷുകി എന്നൊക്കെ കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ നാസ ഇങ്ങനെ ഉത്പാദിപ്പിച്ചു വിട്ട ഏതോ ഒരു ജനസാണിതെന്നൊക്കെ ആളുകൾ ചിന്തിച്ചു. അല്ലെങ്കിൽ ബഹിരാകാശവും ഇറക്കി വിട്ട ആളുകളാ ചണ്ടാളന്മാർ. അല്ല, മനുസ്മൃതി പഠിക്കുക. മനുസ്മൃതിയിൽ കൃത്യം എഴുതി വെച്ചിട്ടുണ്ട് ആരാണ് ചണ്ടാളൻ. നായർ പുരുഷന് ബ്രാഹ്മണ സ്ത്രീയിലുണ്ടായ കുട്ടിയുടെ പേരാണ് ചണ്ടാളൻ. അത് നിയമവിരുദ്ധമാണ്, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അവരെ കൊണ്ട് കാട്ടിൽ തള്ളും. ഈ കാട്ടിൽ തള്ളുന്ന ചണ്ടാളന് വസ്ത്രം ധരിക്കണമല്ലോ. എന്താ വസ്ത്രം എന്നറിയണ്ടേ? ചുടലയിൽ കൊണ്ട് വേവാൻ വെക്കുന്ന മൃതശരീരങ്ങളുടെ ശരീരത്തിൽ നിന്ന് എടുത്തു കളയുന്ന, അല്ലെങ്കിൽ ശവശരീരങ്ങളെ പുതപ്പിച്ചോ ഉടിപ്പിച്ചോ കൊണ്ടുവരുന്ന തുണി അവിടെ മാറ്റിയിടും. അതാണ് ചണ്ടാളന്റെ വേഷം. മനസ്സിലായില്ലേ? പൊതുജനങ്ങളുടെ അരികൊന്നും വരാൻ പാടില്ല. അതിനാണ് ആശാൻ പറയുന്നത് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്നൊക്കെ പറയുന്ന ഒരു കവിതയുണ്ടല്ലോ, അത് കേട്ടിട്ടുണ്ടോ? അല്ലല്ലെന്തു കഥ ഇതു കഷ്ടമേ, അല്ലല്ല അങ്ങു ജാതി മറന്നു, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി രാജമിക്കുമോ ചെല്ലരും ആര്യന്മാർ. ആര്യൻ വന്ന് വെള്ളം കുടിക്കില്ല, ഇവരോട് ഭക്ഷിക്കില്ല എന്ന്. എന്നിട്ട് എന്നോട് പറയാ ഇത് മഹത്തായ ഒരു ആർഷഭാരത സംസ്കാരമാണെങ്കിൽ ചേട്ടൻ പോക്കറ്റിൽ ഇടുകയെ രക്ഷയുള്ളൂ. അത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നില്ല. അത് പറയാൻ എനിക്ക് ആർജവുമുണ്ട്, അത് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. താങ്കൾ അത് കയ്യിൽ വെച്ചോളൂ, അത് ശ്രേഷ്ഠമാണെന്ന് കരുതിക്കൊള്ളൂ. അത് ശ്രേഷ്ഠമാണെന്ന് കരുതാനുള്ള നിങ്ങളുടെ താല്പര്യത്തെ ഞങ്ങൾ ഹനിക്കുന്നില്ല എന്ന്. ഞങ്ങൾ തിരഞ്ഞെടുത്തതും ഞങ്ങൾ കണ്ടെത്തിയതുമായ വഴിയിലൂടെ പോകാനുള്ള ഞങ്ങളുടെ സ്വതന്ത്രമായ അവകാശത്തിന്റെ അകത്തേക്ക് ഇത്തരം പ്രമേയങ്ങളുമായി വന്നാൽ ഇത്തരം മറുപടി പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരായിത്തീരും. അത് മാത്രമാണ് കാരണം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അപ്പോൾ ഈ രാജ്യത്ത് ഇങ്ങനെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ 3 കാരണങ്ങളാൽ 1857 വലിയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഇത് കഴിഞ്ഞാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഭരണം പോയി. നേരെ ബ്രിട്ടീഷ് പാർലമെന്റ് ഇത് ഏറ്റെടുത്തു. ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തിട്ട് ഒരു ഇന്ത്യ സെക്രട്ടറിയെ നിയമിച്ചിട്ട് ഇന്ത്യ മുഴുവൻ ബ്രിട്ടന്റെ കയ്യിലായി. ചരിത്രം കൃത്യമായി ഓർക്കണം. 1857 വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരിച്ചു. 1857 ശിവായി ലഹള അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം എന്ന് നമ്മൾ ചിലർ പേരിട്ട ആ സംഭവത്തിന് ശേഷം ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ട് ഇതെടുത്തു. ഇന്ത്യ അവരുടെ കയ്യിലായി. ഇന്ത്യ അവരൊരു കോളനിയായി. ഞാൻ ഈ UK ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പഴയ ഓഫീസ് ഇരുന്ന സ്ഥലം കണ്ടിട്ടുണ്ട്. ഈ സ്ഥാപനം കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഈ മഹത്തായ ഇന്ത്യ പോലൊരു രാജ്യത്തെ ഇതുപോലൊരു കമ്പനി, നമ്മുടെ ഗോദ്രജ് പോലെ ടാറ്റ പോലെ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി ആക്ട് അനുസരിച്ച് ലണ്ടനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയിൽ നിന്ന് സായിപ്പ് മുഴുവൻ മഹത്തായ ആർഷഭാരതത്തെ ഇങ്ങനെ വിരലിട്ട് അമ്മാനമാടി എന്ന് പറഞ്ഞപ്പോൾ നട്ടല്ലെവിടെ പോയി നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഈ നാട്ടുരാജക്കന്മാർ പണയപ്പെടുത്തി കൊടുത്ത ഒരു കമ്പനിക്ക് ഇന്ത്യ, എന്നിട്ട് ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത സാധാരണ മനുഷ്യന്റെ മെക്കിട്ട് കയറിയിട്ട് അവന്റെ ആലയങ്ങൾ തച്ചു തീർത്ത് അവന്റെ സ്ഥാപനങ്ങൾ മുഴുവൻ നശിപ്പിച്ചിട്ട് അതിന് മതപരിവർത്തനം എന്ന പേരിട്ടാൽ അത് ചരിത്ര നിഷേധമാണ്. ഞാൻ 1-2 കാര്യം കൂടി പറയട്ടെ. ഈ ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തോട് ഒരു ഇന്ത്യ സെക്രട്ടറി വന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇന്ത്യ ഭരിക്കാൻ ഒരു നിയമം ഇവിടെ ഇല്ല, ഉള്ളത് ഈ മനുസ്മൃതിയാണ്. ഇതൊക്കെ വെച്ചൊക്കെ ഭരിക്കാൻ പറ്റുമോ? ഇന്ന് മനുസ്മൃതി എവിടെങ്കിലും അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ നമുക്ക് വേറൊരു സംഭവമുണ്ട്, BNS എന്ന അതിന്റെ പേര്, ഭാരതീയ നിയമസംഹിത. അതനുസരിച്ച് ജയിലിൽ പോവും. ആരെങ്കിലും കാതിൽ ഈ ഉരുക്കൊഴിക്കാനും ശ്രമിച്ചു നോക്കിയാൽ നീ അകത്തു പോവും. എന്നാൽ ശ്രേഷ്ഠ ഗുരുവിന്റെ വാക്കല്ലേ എന്ന് അനുസരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ അകത്തു പോകും, അതുറപ്പാണ്. അപ്പോൾ ഇവര് ഈ രാജ്യം ഭരിക്കാൻ കൊണ്ടുവന്ന ഒരു രീതിയുണ്ട്. അതുവരെ നിലനിന്നിരുന്നൊരു സംവിധാനം എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ നാട്ടിൽ ശുചീന്ദ്രൻ കൈമുക്ക് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. ശുചീന്ദ്രൻ കൈമുക്ക്. എന്താ ശുചീന്ദ്രൻ കൈമുക്ക് എന്നറിയണ്ടേ? ഒരാൾ കുറ്റവാളി എന്നറിഞ്ഞാൽ കുറ്റം തെളിയിക്കാൻ തിളച്ച എണ്ണയിലേക്ക് കൈപിടിച്ചു മുക്കുക. ആള് സത്യസന്ധനാണെങ്കിൽ കൈ കൊള്ളൂല എന്ന്. ഇത്തരം അബദ്ധങ്ങൾ വിചാരിച്ചിരുന്ന ഒരു രാജ്യമാണ് നമ്മുടേതെന്ന് ശുചീന്ദ്രൻ കൈമുക്ക്. പോയി ചരിത്രം പഠിക്കണം. രണ്ടാമത്തെ ഒരു ഇങ്ങനെ കുറ്റവാളി കൈമുക്കി ആ കയ്യില് ഈ എല്ലാവർക്കും വേണ്ടി അത്തരം പരിശോധന ഇല്ല, അത്തരം പരീക്ഷയില്ല. അത് ശൂദ്രന് മാത്രമുള്ള പരീക്ഷയാണ്. അത് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഒന്നുമില്ല. ഒരു ബ്രാഹ്മൺ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ രാജ്യത്ത് നിലനിന്നിരുന്ന സംവിധാനം എന്താണെന്നറിയോ?
ഒരു എഴുത്തോല കൊണ്ടുവരും. എന്നിട്ട് ഇദ്ദേഹത്തെ ആദ്യം പിടിച്ച് ഈ തുലാഭാരമൊക്കെ എടുക്കുന്ന അത്തരം തുലാസിൽ കയറ്റിരുത്ത് തൂക്കും. നമ്മളെ ശശി തരൂരൊക്കെ ഇരുന്നിട്ട് മറിഞ്ഞു വീണ തുലാസില്ലേ, അതുപോലെ തുലാസിലേക്ക് കയറ്റിയിരുത്തിയിട്ട് ഈ ആളിന്റെ വെയിറ്റ് എടുക്കും, റാത്തൽ കണക്കിന് തൂക്കമെടുക്കും, അതിങ്ങനെ ഓലയിൽ എഴുതും. ഇതിനുശേഷം ഇയാൾ ചെയ്ത കുറ്റകൃത്യം മറ്റൊരു ഓലയിൽ എഴുതും. ഓല എന്ന് പറയുന്നത് പുതിയ കുട്ടികൾക്ക് അങ്ങനെ അറിയില്ല. ഓലയെന്ന് കേട്ടപ്പോൾ അവരുടെ വിചാരം ഈ നമ്മൾ തെങ്ങിൽ നിന്ന് വെട്ടുന്ന സാധനമല്ല, പണ്ട് പനയോലയിൽ എഴുതുന്നൊരു പതിവുണ്ട് പണ്ട് കാലത്തെ. ഈ ഒരു ഓലയിലേക്ക് എഴുതും ഇയാൾ ചെയ്ത കുറ്റം. എന്നിട്ട് വീണ്ടും തൂക്കുമ്പോൾ തൂക്കത്തിൽ വ്യത്യാസം വരുന്നില്ലെങ്കിൽ ആള് കുറ്റവാളിയല്ല. ഇങ്ങനെയായിരുന്നു നിലനിന്നിരുന്നത്. അതിന്റെ അർത്ഥം എന്താ നോക്കണേ, 10-80 കിലോ തൂക്കമുള്ളൊരു മനുഷ്യനും കയ്യിലൊരു ചെറിയ വാറോലയും കൊടുത്തിട്ട് അയലെ പിടിച്ച് അവിടെ ഇരുത്തിക്കഴിഞ്ഞാൽ തൂക്കത്തിന് വ്യത്യാസം വരില്ല എന്ന് സാമാന്യബോധമുള്ള ആർക്കും മനസ്സിലാകും. ചുരുക്കത്തിൽ ബ്രാഹ്മൺ കുറ്റം ചെയ്താൽ കുറ്റമേ അല്ല, അങ്ങനെ ഒരു വ്യവസ്ഥിതി ഇവിടെ നിലനിന്നിരുന്നു, അങ്ങനെ ഒരു അബദ്ധധാരണ ഇവിടെ നിലനിന്നിരുന്നു. പക്ഷേ 1857 ശേഷം ബ്രിട്ടീഷ് പാർലമെന്റ് അധികാരമേറ്റെടുത്തപ്പോൾ 1860 ഒക്ടോബർ മാസം 6-ാം തീയതി അവരൊരു നിയമം അങ്ങ് പാസാക്കി. ആ നിയമമാ ഇന്ത്യൻ പീനൽ കോഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം. ആ ശിക്ഷാ നിയമം നമ്മൾ അടുത്ത കാലത്ത് പരിഷ്കരിച്ച് ഭാരതീയ ന്യായ സംഹിതയാക്കിയത്. അതിൽ ചില വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എന്നുള്ളതേ ഉള്ളൂ, പേരൊക്കെ ഒന്ന് പരിഷ്കരിച്ച് മാറ്റി എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ സായിപ്പ് പണ്ട് വെട്ടിയ റോഡിന്റെ നടുവിലൂടെ കുമ്മായം കലക്കി വരച്ചിട്ടാ നമ്മൾ പറയുന്ന ഹൈവേ എന്നൊക്കെ പറയുന്നതേ, അല്ലാതെ അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, വലിയ മാറ്റമൊന്നും അതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിത ഉണ്ടാക്കിയതാരാ? ഒരു ഇന്ത്യക്കാരനല്ലെന്നേ. ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടാക്കിയത് മെക്കോളെ പ്രഭുവിന്റെ കാലത്താണ്. ലോർഡ് മെക്കോളെ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് 1860 ഒരു ഒക്ടോബർ മാസം 6-ാം തീയതി ഈ നിയമം കൊണ്ടുവരികയും 1962 ജനുവരി മാസം 10-ാം തീയതി ആ നിയമം ആക്റ്റീവാക്കപ്പെടുകയും ചെയ്തു. അതാ നമ്മുടെ രാജ്യത്തെ സ്ഥിതി. അന്നു മുതൽ ഒരു പ്രശ്നം ഉണ്ടായി. കുറ്റം ചെയ്ത ഒരാള് ഏത് ജാതിയിൽപ്പെട്ടതാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് വിശ്വാസത്തിൽപ്പെട്ടവനാണെങ്കിലും അവൻ അർഹിക്കപ്പെടുന്ന ശിക്ഷ എഴുതി വെച്ചു. ഓരോ തരം ശിക്ഷകൾ എഴുതി വെച്ചു. ആ ശിക്ഷ അനുസരിച്ച ഇന്നും ചങ്ങനാശ്ശേരി കോടതി വാദം നടക്കുന്നത്, ആ വിധി അനുസരിച്ച തിരുവല്ല കോടതി വാദം നടക്കുന്നത്, അതനുസരിച്ച സുപ്രീം കോടതി വരെ വാദം നടക്കുന്നതെന്ന് അതുവരെ നിലനിന്നെന്താ? ബ്രാഹ്മൺ കുറ്റവാളി, ക്ഷത്രിയ കുറ്റവാളി, വൈശ്യ കുറ്റവാളി, ചണ്ടാള കുറ്റവാളി എന്ന് വേർതിരിച്ചപ്പോൾ കുറ്റവാളിക്ക് ജാതിയും മതമൊന്നുമില്ല. കുറ്റവാളി എന്ന് തന്നെ നിന്നുകൊണ്ട് അന്വേഷണ സംവിധാനങ്ങളും രീതികളും ഒക്കെ മാറ്റിയത് 1860. ഇനിയും കേൾക്കണ്ടേ അടുത്തൊരു കാര്യം. ഇങ്ങനെ മാറ്റങ്ങൾ പലതും രൂപപ്പെട്ടു വന്നു. 1885 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാർ പോയേ പറ്റൂ. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളൊക്കെ രൂപപ്പെട്ടു. അലൻ ഒക്ടോബൻ ഹ്യൂമൻ എന്നറിയപ്പെടുന്ന എ.ഒ. ഹ്യൂമിന്റെ നേതൃത്വത്തിൽ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനം രൂപപ്പെടുന്നു. ഈ ദേശീയ പ്രസ്ഥാനത്തിന് 2 വിധ പ്രവർത്തനങ്ങളായിരുന്നു. ഒന്ന് രാഷ്ട്രീയ പ്രവർത്തനം, മറ്റൊന്ന് സാമൂഹ്യ പ്രവർത്തനമായിരുന്നു. ആ സാമൂഹ്യ പ്രവർത്തനം എന്താ? ബ്രിട്ടീഷുകാർ നാളെ ഇന്ത്യ വിട്ടുപോയാലും നമ്മൾ തമ്മിൽ തല്ലിച്ചാകാതിരിക്കാൻ നമുക്ക് മാനവീയത വേണം. നമുക്കിടയിൽ നിന്ന് വിവേചനങ്ങൾ എടുത്തു കളയണം. ജാതിയും വർണ്ണവും വർഗവും വ്യത്യാസങ്ങളൊക്കെ എടുത്തു കളയണം. നമുക്ക് ഇനി വേണമെങ്കിൽ ജാതിയും മതവും ഒക്കെ ആകാം, പക്ഷേ അത് വിവേചനമാകരുത്. ഏതൊരാൾക്കും അന്തസ്സോടെ ജീവിക്കാൻ പറ്റിയ ഒരു ജീവിത പരിസ്ഥിതി സംജാതമാകണം എന്നൊക്കെ ധരിച്ചുകൊണ്ട് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം കൂടും. ഒന്ന് സാംസ്കാരിക സമ്മേളനമാണ്, മറ്റൊന്ന് രാഷ്ട്രീയ സമ്മേളനമാണ്. ഇനി നിങ്ങൾക്ക് കോമഡി കേൾക്കണ്ടേ? ഇത്തരം രാഷ്ട്രീയ സമ്മേളനങ്ങൾ കഴിഞ്ഞിട്ട് സാംസ്കാരിക സമ്മേളനം കൂടേണ്ട ഘട്ടം വരുമ്പോൾ ഈ ചിപ്പവൻ ബ്രാഹ്മണന്മാരെല്ലാം വീട്ടിൽ പോയി. കാരണം അവർക്കിത് മാറ്റാൻ ആഗ്രഹമില്ല. സതി മാറ്റാൻ പാടില്ല, ആചാരം മാറ്റാൻ പാടില്ല, തീണ്ടലും തൊടിയിലും മാറ്റാൻ പാടില്ല. അയാളെക്കാൾ 32 അടി അകലെ ഈഴവൻ നിൽക്കണം, 64 അടി അകലെ ദലിതൻ നിൽക്കണം. ഈ സ്ഥിതിയൊന്നും മാറ്റാൻ പാടില്ല. ഇങ്ങനെ ഈ സമ്മേളനം ബഹിഷ്കരിച്ച ഒരു മാന്യതകത്തിന്റെ പേര് കേട്ടാൽ നിങ്ങൾ 2 തവണ ഞെട്ടും. വേറെ ആരുമല്ല, ലോകമാന്യ ബാലഗംഗാധര തിലകൻ ഇതങ്ങ് ബഹിഷ്കരിച്ചിട്ട് പറഞ്ഞു, ഇനി മേലാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്ന പന്തലിനകത്ത് ഇത്തരം ആചാരം മാറ്റാൻ, സംസ്കാരം മാറ്റാൻ ഒരുത്തനെങ്കിലും കയറിയാൽ ഞാൻ പന്തല് കത്തിക്കും. ഇത് പറഞ്ഞ ആളുകളെയും ഇന്ന് തിലകൻ ചെയ് എന്ന് കുട്ടികളെ വിളിപ്പിച്ചുകൊണ്ട് തെരുവിലൂടെ നടത്തുമ്പോൾ എന്താണ് സാക്ഷാൽ ബാലഗംഗാധര തിലകനും ബിപിൻ ചന്ദ്രപാലും നമ്മുടെ വന്ദേ മാതരമൊക്കെ എഴുതിയിട്ടുള്ള മഹാനുണ്ടല്ലോ, ഇവരൊക്കെ എന്താ ചെയ്തെന്ന് പഠിക്കണം. ഞാനിതല്ല ലൈവിലല്ലേ പറയുന്നത്, സർക്കാരിന്റെ നിയമാനുസൃതം വേണമെങ്കിൽ കേസെടുക്കാം. പക്ഷെ ഞാനിതൊക്കെ പറയുന്നത് സ്വന്തം ചെലവിലല്ല, സർക്കാർ തന്നെ എഴുതിയ പുസ്തകങ്ങളിൽ നിന്ന്. അതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. സാക്ഷാൽ ബാലഗംഗാധര തിലകനും ബിപിൻ ചന്ദ്രപാലും മദൻ മോഹൻ മാളവിയൊക്കെ ചേരുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പ് എന്ത് ചെയ്തു? ഈ മാറ്റങ്ങൾക്കെതിരെ നിലകൊണ്ടു. നമ്മൾ കോൺഗ്രസിൽ മിതവാദികളും തീവ്രവാദികളും ഒക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ചിന്ത ഇതൊക്കെ ബ്രിട്ടീഷുകാർ വിട്ടുപോകാനാണ് ഈ തീവ്രവാദം. അല്ലല്ല, ഞങ്ങളുടെ ആചാരങ്ങളിൽ കൈകടത്തരുതേ സായിപ്പേ എന്ന് പറയാൻ ശ്രമിച്ചപ്പോൾ ഇതിന് മാറ്റമൊക്കെ ഉണ്ടാകാൻ ശ്രമിച്ച മനുഷ്യരുണ്ട്. ഒരു മാന്യന്റെ പേരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹം സമചിത്തതയോടെ ഇടപെടുകയും തനിക്കൊരു ശിഷ്യനെ വാർത്തെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേരാണ് മഹാത്മജി അടക്കം മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മജി അടക്കം
അതുപോലെ കെശൂബ് ചന്ദ്രസൻ അടക്കം ഇന്ത്യയിൽ മാന്യന്മാരായ ആളുകൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്നും ഇവിടെ നിലനിൽക്കുന്ന പരിസ്ഥിതിക്ക് മാറ്റം ഉണ്ടാകണമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. വിപ്ലവാത്മകമായ ഒരു ആശയമായിട്ടൊന്നും അതിനെ എടുക്കാൻ പറ്റില്ല എങ്കിലും ചില മാറ്റങ്ങൾ അതിനുവേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. വീണ്ടും ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ പതുക്കെ ഇന്ത്യ വിട്ടുപോകുന്നതായി. അപ്പൊ ഇന്ത്യയിൽ ഒരു സെൻസസ് നടക്കുന്നു 1901. 10 വർഷം കഴിഞ്ഞ് രണ്ടാമത് സെൻസസ് നടക്കുന്നു 1911. അന്നാണ് ജാതി തിരിച്ചുള്ള ഒരു സെൻസസ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ജാതി തിരിച്ചുള്ള ഈ സെൻസസിൽ മുസ്ലിങ്ങളാര് എണ്ണി തിട്ടപ്പെടുത്താൻ സാഹിബിന് പറ്റി, ക്രിസ്ത്യാനികളാര് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റി. പള്ളിയിൽ പോകുക, ആരാധന നടത്തുക, പ്രാർത്ഥിക്കുക, കുരിശ് വരയ്ക്കുക, കുരിശ് ഇതിന്റെ മീതെ വെക്കുക, ഇതൊക്കെയാണല്ലോ ക്രൈസ്തവന്റെ ഒരു ലക്ഷണം. അപ്പോൾ ചോദിച്ചു, ആരാണൊരു ഹിന്ദു? ഈ ചോദ്യം വന്നു. ഈ ചോദ്യത്തിന്റെ ഒടുവിൽ ബ്രിട്ടീഷുകാര് കമ്മീഷനെ വെച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കാര്യം പറ. അവിടെ നിന്ന് ഒരു പുതിയ കണ്ടെത്തൽ ഉണ്ടായി. ആ കണ്ടെത്തലിൽ നമ്മുടെ ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അയിത്ത ജാതിക്കാർ എന്നൊരു വിഭാഗമുണ്ട്. അപ്പൊ അയിത്ത ജാതിക്കാർക്ക് 10 ലക്ഷണങ്ങൾ 1911 സെൻസസിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതെന്തൊക്കെയാണെന്നറിയണ്ടേ? അയിത്ത ജാതിക്കാർ ഹിന്ദുക്കളല്ല, ഒന്നാമത്തെ കാര്യം. അത് ഞാനൊന്ന് വിശദീകരിച്ച് പറയാം. എന്നിട്ട് നിങ്ങൾ മതപരിവർത്തനം എന്നൊരു പദം പഠിച്ചാൽ മതി. എന്താണ് കാരണം എന്നറിയണ്ടേ? അവരുടെ ലക്ഷണം ഒന്ന്, അവർ ബ്രാഹ്മണ്യ വേദങ്ങളെ അംഗീകരിക്കുന്നില്ല. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ബ്രാഹ്മണ പുരോഹിതന്മാരുടെ സേവനം അവരുടെ വിവാഹത്തിനോ മരണത്തിനോ ലഭിക്കാത്ത വിധത്തിലുള്ള ആളുകൾ. മൂന്നാമത്തെ ലക്ഷണം, പശുവിന്റെ മാംസം അവർ ഭക്ഷിക്കും, പശുവിനെ ആരാധിക്കുന്നില്ല. നാലാമത്തെ ലക്ഷണം, പരമ്പരാഗതമായി ഹിന്ദുക്കൾ ആരാധിച്ചു പോന്നിരുന്ന ആരാധനാ രീതികളെയൊന്നും അവർ ആരാധിക്കാതെ തങ്ങളുടേതായ ചില ശിലകളെ, കാവുകളെ ഒക്കെ ആരാധിക്കുന്നു. ഇനിയും അടുത്തത്, അവരെ തൊട്ടാൽ അശുദ്ധിയുണ്ട് എന്ന് മറ്റുള്ള ആളുകൾ കരുതുന്നു. ഇങ്ങനെ 10 ലക്ഷണങ്ങൾ 1911 സെൻസസിൽ രേഖപ്പെടുത്തി വെച്ച ചരിത്രമുണ്ട്. ഇനി ഇവിടുന്ന് കഥയങ്ങ് മാറുകയാണേ. എന്താ സംഭവം എന്നറിയണ്ടേ? അപ്പോഴേക്ക് ഇതൊക്കെ പഠിച്ച മഹാത്മജി അടക്കമുള്ള ആളുകളൊന്ന് ഭയന്നു. എന്താ ഭയക്കാൻ കാരണം പറയാം. അങ്ങനെ വന്നുപോയാൽ സംഭവിക്കാൻ പോകുന്ന, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയാൽ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ജനത മുസ്ലിങ്ങളാവും. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയാൽ മുസ്ലിങ്ങളാവും. കാരണം എന്താ? നിയമം അനുസരിച്ച് കോടിക്കണക്കിന് വരുന്ന യാദവർ, ഈഴവർ, ദലിതർ ഇവർ ഹിന്ദുക്കളല്ല എന്ന് വരും. എന്തു ചെയ്യും? അപ്പോൾ ആരാകും ഹിന്ദു എന്ന് നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചൊരു ചരിത്രമുണ്ട്. എവിടെയാണെന്നറിയണ്ടേ? ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം എന്നൊന്നുണ്ട്. പുരുഷ സൂക്തം അതിന്റെ 94-ാമത്തെ ശ്ലോകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. മയൻ അഥവാ വിഷ്ണു സൃഷ്ടിച്ചതാണ് ചാതുർവർണ്ണ്യം. ചാതുർവർണ്ണ്യത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ബ്രഹ്മത്തിന്റെ അല്ലെങ്കിൽ വിരാട് പുരുഷന്റെ ശിരസിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ബ്രാഹ്മൺ, അതുപോലെ വക്ഷസിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ക്ഷത്രിയൻ, അരയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട വൈശ്യൻ, കാൽപാദത്തിൽ സൃഷ്ടിക്കപ്പെട്ട ശൂദ്രൻ, ഈ 4 വിധ മനുഷ്യരെ ഒഴിച്ചാൽ വേറാരെയും നിങ്ങൾക്ക് ശൂദ്രനായിട്ട് കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഹിന്ദുവായിട്ട് കാണാൻ സാധിക്കില്ല. മനുസ്മൃതിയുടെ 5-ാം അധ്യായത്തിലും ഇതേ കാര്യം ആവർത്തിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്ഥിതിഗതികൾ മോശമായി. അക്കാലഘട്ടത്തിൽ ഇന്നേക്ക് 200 ആണ്ടുകൾക്കപ്പുറത്ത് മുംബൈയിൽ നിന്ന് മഹാത്മാ ജ്യോതിബ ഫൂലെ എന്നറിയപ്പെടുന്ന ഒരു പിന്നോക്ക സമുദായക്കാരൻ ഇതിനെതിരെ പടപൊരുതി, ഇതിനെതിരെ യുദ്ധങ്ങൾ നയിച്ചു, അല്ലെങ്കിൽ ഇതിനെതിരെ സംഘർഷങ്ങൾ ഉണ്ടാക്കി. ഇനിയും ഇതിന്റെ മുമ്പിൽ വേറൊരു കാര്യം കൂടി പഠിക്കണം. ഈ ഘട്ടത്തിൽ ഒരിക്കലാണ് നമ്മുടെ നാട്ടിലേക്ക്, എറണാകുളത്തേക്ക് മദൻ മോഹൻ മാളവ്യ വരികയാണ്. മദൻ മോഹൻ മാളവ്യ എറണാകുളത്തൊരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തിട്ട് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു, ജയ് ശ്രീറാം. തൊട്ടുമുമ്പിൽ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനിരുന്നു. അയാൾ തിരിച്ചെഴുന്നേറ്റിട്ട് വിളിച്ചു പറഞ്ഞു, ജയ് രാവണ. ആ പറഞ്ഞ മനുഷ്യന്റെ പേര് സഹോദരൻ അയ്യപ്പൻ എന്നാണ്. സഹോദരൻ അയ്യപ്പൻ ഈഴവ സമുദായത്തിന്റെ സാമൂഹ്യ സേവനത്തിന് വേണ്ടി പടപൊരുത്തുകയും അദ്ദേഹം ബഹുമാനപ്പെട്ട ഗുരു പറഞ്ഞെന്താ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. സഹോദരൻ അയ്യപ്പൻ ഒരുപാട് കൂടി പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു ജാതിയും ഇല്ല, ഒരു മതവും ഇല്ല, ഒരു ദൈവവും ഇല്ല എന്ന് പറഞ്ഞ നിരീശ്വരനായിരുന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എന്റെ നേതാവ് രാവണയാണ്, എന്റെ നേതാവ് രാമനല്ല. അതിന്റെ കാരണം കൂടി പറഞ്ഞു. എന്താണ് കാരണമെന്ന് മനസ്സിലാക്കണ്ടേ? അദ്ദേഹം പറയുകയാണ്, പണ്ട് രാമന്റെ രാജ്യത്തിൽ വലിയ പ്രശ്നം നേരിട്ടു, വലിയ ക്ഷാമവും പ്രയാസവും ഒക്കെ നേരിട്ടു. പെട്ടെന്ന് അതിന്റെ നടുവില് ഒരു ബ്രാഹ്മണന്റെ മകൻ മരിച്ചുപോയി. ബ്രാഹ്മണന്റെ മകൻ മരിച്ചുപോയൊരു സന്യാസി വന്നിട്ട് ഈ രാമനെ കണ്ടിട്ട് പറഞ്ഞു, ശ്രീരാമചന്ദ്ര, ഒരു ദുഃഖമുണർത്തിക്കാനുണ്ട്. ആരോ ഇവിടെ അധർമ്മം പ്രവർത്തിക്കുന്നു, അത് നിമിത്തമായി എന്റെ കുഞ്ഞു മരിച്ചുപോയത്. ഈ ശവശരീരം കൊണ്ട് ഞാൻ നിന്റെ കൊട്ടാരത്തിൽ നിൽക്കുക മാത്രമല്ല, ഞാൻ നിന്നെ ശവിച്ചു മുടിക്കും. എന്താണ് കാരണം? അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോഴേ ശ്രീരാമചന്ദ്രൻ ആളുകളെ വിട്ടു. അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, വിമാനമൊക്കെ എടുത്ത്, വിമാനമൊക്കെ അന്നേ ഉണ്ട്. അതായത് നമ്മളുടെ ഈ ടാറ്റ, നമ്മുടെ എയർ ഇന്ത്യയൊക്കെ വാങ്ങുന്നതിന് മുമ്പുള്ള കാലം കേട്ടോ, അതോട് ഓർത്തോണം. ടാറ്റയൊക്കെ എയർ ഇന്ത്യ സ്വന്തമാക്കുന്നതിന് മുമ്പുള്ള ഒരു കാലത്തെ ചരിത്രമാണ്. അപ്പം ഞാൻ ഈ കൂട്ടി യോജിക്കുമ്പോൾ വസ്തുതാപരമായിട്ട് എന്തെങ്കിലും പിശക് വന്നാൽ വിട്ടുകളഞ്ഞേക്കുക.
അപ്പോൾ അങ്ങനെ ഈ പുഷ്പവിമാനം എടുത്തുനിന്ന് റോന്തി വെക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. വനത്തിൽ ഒരു ശൂദ്രൻ തപസ്സനുഷ്ഠിക്കുന്നു. ശൂദ്രന്റെ തപസ്സിന്റെ പ്രത്യേകതകൾക്കെണ്ട പേര് ശംഭൂകൻ എന്നാണ്. ആവശ്യമുള്ള ആളുകൾ പുരാണിക് എൻസൈക്ലോപീഡിയ വെട്ടമ്മാണി എഴുതിയ പുസ്തകം വോളിയം 1 അതിൽ പോയിട്ട് ഈ ശംഭൂകൻ എന്ന പദം നോക്കിയാൽ മതി. അകാരാതിക്രമത്തിൽ ശംഭൂകൻ എന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടും. അപ്പോൾ അവിടെ എന്താ സംഭവം? അയാൾ താഴെ അഗ്നികുണ്ഡം കുട്ടിയിട്ട് തല കീഴായി തപസ് ചെയ്യുകയാണ്. തല കീഴായിട്ട് തപസ് ചെയ്യുകയാണ്. അപ്പൊ ശംഭൂകനോട് ചോദിച്ചു, ആദ്യം ചോദിക്കും, നമ്മൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ പരിചയപ്പെടുമ്പോൾ ആദ്യം ചോദിക്കുന്ന എന്താണെന്നറിയണ്ടേ? ആദ്യം ചോദിക്കും പേരെന്താ? അപ്പൊ ഞാൻ എൻ്റെ പേര് പറയും, നിങ്ങൾ നിങ്ങളുടെ പേര് പറയും. അതല്ലേ ഒരു സാമാന്യ മര്യാദ. രണ്ടുപേർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോദിക്കുമ്പോൾ ആദ്യം പരിചയപ്പെടുന്ന എന്താ? പേരാണ് ആദ്യം ചോദിക്കുന്നത്. പക്ഷേ ശംഭൂകനെ കണ്ടിട്ട് രാമൻ ആദ്യം ചോദിച്ചെന്തറിയോ? നിന്റെ ജാതി എന്താ? ശൂദ്രൻ. നീ തപസ്സനുഷ്ഠിച്ചതാണ് ഈ അനർത്ഥമെല്ലാം വരാൻ കാരണം. തലകീഴായി തപസ്സനുഷ്ഠിക്കുന്നതിന്റെ തലയങ്ങ് വെട്ടി. മനസ്സിലായില്ലേ? ഞാൻ ഈ ശൂദ്രൻ എന്ന് ചരിത്രം പറഞ്ഞാൽ ഈ രാജ്യത്തിലെ നായർ സഹോദരങ്ങളെയാണ് ശൂദ്രർ എന്ന് പറയുക. എന്നിട്ട് ഞങ്ങളെ തല്ലാൻ ഈ സഹോദരങ്ങൾ വരുന്നതാണ് എൻ്റെ അത്ഭുതം. കാരണം നീ തപസ്സനുഷ്ഠിച്ചാൽ നിന്റെ തല വെട്ടി തീയിലിടുമെന്ന് പറഞ്ഞൊരു പ്രത്യയശാസ്ത്രം കയ്യിൽ വെച്ചിട്ട് എന്താ സുഹൃത്തെ നിങ്ങൾ ഇത് പഠിക്കാത്ത? അടുത്ത കാലത്ത് ആരോ പറഞ്ഞു ഈ പുരാണങ്ങളൊക്കെ സ്കൂളുകളിൽ പഠിപ്പിക്കണം. തീർച്ചയായിട്ടും പഠിപ്പിക്കണം. സിലബസ് തയ്യാറാക്കാൻ ഞങ്ങളെയൊക്കെ വിളിക്കും, ഞങ്ങൾ സിലബസ് തയ്യാറാക്കി തരാം. വേണേൽ ക്ലാസ് കൊടുക്കാം, ഒരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടില്ല, ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കാം. ഞാനിതെല്ലാം പറയുന്ന മനപ്പാടമല്ല, എൻ്റെ ഈ നോട്ടൊന്നുമില്ല, അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് പറയാം. ഇത് പണി പഠിച്ചിട്ട് തന്നെ ഞങ്ങളുടെ മുമ്പ് നിൽക്കുന്നത്. എന്തിനാണ് ഇത്രയും പറഞ്ഞതെന്ന് അറിയണ്ടേ? അപ്പോൾ ഇത് സഹോദരൻ അയ്യപ്പൻ മദൻ മോഹൻ മാളവിയോട് വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു, ശൂദ്രന്റെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നോക്കനായ ഈഴവനായ എൻ്റെ അവസ്ഥ എന്താ? പിന്നെ ഞാൻ എങ്ങനെ വിളിക്കും? നിങ്ങൾ പറയുന്ന പോലെ ഇങ്ങനെ ജയ് ശ്രീറാം വിളിക്കുക ഒന്ന് പറയൂ. മദൻ മോഹൻ മാളവിക്ക് ഉത്തരവില്ലായിരുന്നു. ഇതായിരുന്നു സ്ഥിതി. ഇവിടുന്ന് ഒരു സംഭവം ഉണ്ടാകുകയാണ്, അവരെ പഠിക്കണം. നിങ്ങൾ പോയിട്ട് കൊല്ലത്ത് മൈത്രി ബുക്സ് ഉണ്ട്. കൊല്ലത്തെ മൈത്രി ബുക്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ആ മൈത്രി ബുക്സ് പ്രസിദ്ധം ചെയ്യുന്ന സ്വതന്ത്ര സമുദായം എന്നൊരു പുസ്തകം കിട്ടും. എഴുത്തുകാരന്റെ പേര് ഇ മാധവൻ എന്നാണ്. ആരാണ് ഈ മാധവൻ എന്നറിയണ്ടേ? ബഹുമാനപ്പെട്ട TK കേശവന് ശേഷം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായ മാന്യദേഹാണ്. അദ്ദേഹം സ്വതന്ത്ര സമുദായത്തിൽ എഴുതിയിട്ടുള്ള ഒരു അധ്യായത്തിന്റെ പേര് നിങ്ങൾ കേൾക്കണ്ടേ? ഈഴവർ ഹിന്ദുക്കളല്ല. ഇത് ഞാനല്ലേ പറഞ്ഞത്, അത് SNDP യോഗത്തിന്റെ ആദ്യകാല ജനറൽ സെക്രട്ടറി പറഞ്ഞപ്പോൾ അംബേദ്കറും സഹപ്രവർത്തകരും എന്താ പറഞ്ഞത്? വി ആർ നോട്ട് ഹിന്ദുസ്. എന്തുകൊണ്ട്? 1911 സെൻസസ് അനുസരിച്ച് ഞങ്ങൾക്ക് ബ്രാഹ്മണ വേദങ്ങളെ അംഗീകരിക്കാനാവുന്നില്ല. കാരണം ആ വേദങ്ങൾ മുഴുവൻ ഞങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് അവരുടെ പുരോഹിതന്മാരുടെ സേവനമില്ല. ഇങ്ങനെയുള്ള കഥകളെല്ലാം കൂടെ നിരത്തിയിട്ട് ഈ വാദം മുമ്പോട്ട് വെച്ചു. ഞാനിത് മാത്രമല്ല പറയുന്നത്, സൈമൺ കമ്മീഷനെ നിയമിച്ചു അവിടുന്ന് ബ്രിട്ടീഷ് പാർലമെന്റ്. ആ സൈമൺ കമ്മീഷന്റെ മുമ്പിൽ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിമാർ കൊണ്ടുകൊടുത്ത മൊഴിയുടെ രേഖകൾ ഇന്നും മ്യൂസിയത്തിൽ ഇപ്പോണ്ട് വായിച്ചു നോക്കണം. അവിടെ എഴുതി വെച്ചു വി ആർ നോട്ട് ഹിന്ദുസ് എന്ന് പറഞ്ഞാരാണ്? ഈ രാജ്യത്തിലെ ഈഴവ സഹോദരങ്ങളുടെ അന്നത്തെ പ്രിയപ്പെട്ടവരാ. എന്നാൽ ഈ ചരിത്രമൊന്നും പഠിക്കാത്ത ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ മറ്റു ചില വിധത്തിൽ ചരിത്രത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അതിനൊരു കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യാ സഹോദരിയുടെ അനിയത്തിമാരടക്കം ഞങ്ങളുടെ സഭയിലെ വിശ്വാസികളാണെന്ന്. ഇതാണ് ഈ പ്രകോപനത്തിന് കാരണം. എന്തിന്? പ്രമുഖനായ സംഗീതജ്ഞൻ അർജുനൻ മാസ്റ്റർ അറിയോ? അർജുന മാസ്റ്റർ മകളുണ്ടല്ലോ, ആ മകളെ വിവാഹം കഴിച്ച് ഞങ്ങളൊരു പാസ്റ്ററാണ്. അന്തസ്സായിട്ട് അവർ കർത്താവിന്റെ വില ചെയ്യുന്നുണ്ട്, സുവിശേഷ വില ചെയ്യുന്നുണ്ട്. 1-2 പേരെയല്ല, 100 കണക്കിന് ആളുകളുടെ കണക്ക് ഞങ്ങൾക്ക് ഇതുപോലെയുണ്ട്. അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. പാൽപ്പൊടി കൊടുത്താൽ ഇവരെ മാറ്റുന്നെങ്കിൽ അർജുന മാസ്റ്റർ മകളെ പാൽപ്പൊടി കൊടുത്താണോ ഞങ്ങൾ മാറ്റിയത്? അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയുടെ അനിയത്തിമാര് പെന്തക്കോസ് വിശ്വാസം സ്വീകരിച്ചതിന് പാൽപ്പൊടി കഴിച്ചിട്ടാ പോയെന്ന് പറഞ്ഞാൽ അത് വെള്ളാപ്പള്ളി നടേശൻ ഇവരെ സഹായിച്ചില്ലെന്ന് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇത്രയും സമ്പന്നനായ അങ്ങ് കൊങ്കൺ റെയിൽവേ ഒക്കെ എടുത്തിട്ട് കിലോമീറ്റർ കണക്കിന് കോൺട്രാക്ട് വർക്ക് എടുത്ത് ഇത് സമ്പന്നനായ അങ്ങ് ആളുകളെ സഹായിച്ചിരുന്നെങ്കിൽ ഈ പാൽപ്പൊടി വാങ്ങി ഇവർ പോകുമോ? അപ്പൊ അങ്ങ് ആരെപ്പറ്റി ഈ പാൽപ്പൊടിയുടെ കഥ പറഞ്ഞത്? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1911 സെൻസസിന് ശേഷം 1930 ആകുമ്പോഴേക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകാൻ തീരുമാനിച്ചിട്ടൊരു വട്ടമേശ സമ്മേളനം വെച്ചു. ഈ വട്ടമേശ സമ്മേളനത്തിലേക്ക് ബഹുമാനപ്പെട്ട ഗാന്ധിജി പോയില്ല. ആ വട്ടമേശ സമ്മേളനത്തിലേക്ക് ഇന്റർനാഷണൽ കോൺഗ്രസും പോയില്ല. ഈ രണ്ടു കൂട്ടരും പോയില്ല. പോകാതെ വന്നു. അവിടേക്ക് അംബേദ്കർ പോയി, അവിടേക്ക് സവർക്കർ പോയി, അവിടേക്ക് നമ്മൾ അറിയപ്പെടുന്ന സവർക്കർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ BD സവർക്കറുടെ ജ്യേഷ്ഠൻ ഗണേശ് സവർക്കർ പോയി. ആ സ്ഥലത്തേക്ക് BS മൂഞ്ചെ എന്നറിയപ്പെടുന്ന RSSന്റെ മേധാവി പോയി. ഹെഡ്ഗവാറിന്റെ രാഷ്ട്രീയ ആചാര്യൻ അദ്ദേഹം അവിടെ പോയി. ഈ ചർച്ചകൾക്കൊടുവിൽ അവിടെ മഹാനായ അംബേദ്കർ മുമ്പോട്ടൊരു കാര്യം വെച്ചു. അവിടെ പോയിട്ട് ആഗഖാനുണ്ട്, ജിന്നുണ്ട്. ആഗഖാൻ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഭരണകൂടം, പാകിസ്ഥാൻ വേണം, പാകിസ്ഥാന്റെ വിഭജനത്തിന് വേണ്ടി സംസാരിക്കുക. ഇപ്പുറത്ത് അംബേദ്കർ പറഞ്ഞു, ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഭരണകൂടം വേണ്ട, പക്ഷെങ്കിൽ ഒരു കാര്യം, ഞങ്ങളെ ഹിന്ദു ലിസ്റ്റിൽ പരിഗണിക്കരുത്, വി ആർ നോട്ട് ഹിന്ദുസ് പറഞ്ഞ മഹാത്മാവായ അംബേദ്കറാണ്, ഞങ്ങൾ ഹിന്ദുക്കളല്ല. വാദം മുറിയും.
അതിനുശേഷം തൊട്ടടുത്ത ഘട്ടം ഈ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അദ്ദേഹം സ്ഥിരീകരിച്ചതും സംസാരിച്ചതുമായ കാര്യങ്ങളെല്ലാം അവിടെ സ്ഥിരീകരിക്കപ്പെട്ടു. തദനന്തരം ഇന്ത്യയിൽ മടങ്ങിയെത്തി. ബഹുമാനായ മഹാത്മജി ഈ വാർത്ത എറിഞ്ഞു. മഹാത്മജി ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പോകാഞ്ഞത് അബദ്ധമായി എന്ന് തോന്നി. എന്നിട്ട് അംബേദ്കർജി അടുത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സാഹേബ്, അങ്ങ് വിദേശത്ത് ചെന്ന് നമ്മുടെ ഐക്യതയ്ക്കെതിരെ പറഞ്ഞത് മോശമായിപ്പോയി. അങ്ങ് അവിടെ ചെന്ന് നമ്മുടെ ഇടയിൽ അനൈക്യമുണ്ടാകുന്ന വിധത്തിൽ സംസാരിച്ചു. നമ്മളെല്ലാം ഹിന്ദുക്കളാണ്, നമ്മളെല്ലാം ഈ രാജ്യത്തിന്റെ അവകാശികളാണ്. ആരാ നിങ്ങളെ വേർതിരിച്ചത്? അതുകൊണ്ട് താങ്കൾ പറഞ്ഞത് മാതൃരാജ്യത്തിനെതിരെ. അംബേദ്കർ മറുപടി വികാരപരമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മഹാത്മജി, അങ്ങ് എന്താണ് പറയുക? മാതൃരാജ്യമെന്നോ? എനിക്ക് എവിടെയാണ് മഹാത്മജി മാതൃരാജ്യം? കാരണം മഹർ എന്നറിയപ്പെടുന്ന എന്റെ സമൂഹം മുംബൈയിലൂടെ തെരുവീതിയിൽ നടക്കാൻ വയ്യ. അല്ലെങ്കിൽ ഏതെങ്കിലും ഊടുവഴിയിലൂടെ നടന്നാൽ അവർ കഴുത്തിലൊരു കുടം കെട്ടണം. എന്തിനാണെന്നറിയണ്ടേ? മനുഷ്യത്തിൽ അവിചാരിതമായിട്ടുണ്ടാകുന്ന ഉമിനീര് തുപ്പിക്കളയാറുണ്ടല്ലോ. ആ ഉമിനീര് തുപ്പി വഴിയിൽ വീണാൽ ആ വഴി അശുദ്ധമാകും. ആര് തുപ്പിയാൽ? എല്ലാവരും തുപ്പിയാലില്ല. മഹർ എന്നറിയപ്പെടുന്ന ഒരു സമൂഹം തുപ്പിയാൽ, ചാമർ തുപ്പിയാൽ, ചണ്ടാളൻ തുപ്പിയാൽ ആ വഴി അശുദ്ധമാകും. അതുകൊണ്ട് ഈ തുപ്പൽ ശേഖരിക്കാൻ കഴുത്തിലൊരു കുടം കെട്ടി നടക്കണമായിരുന്നു ഞങ്ങള്. വീണ്ടും പറയാണ്, അരയിലൊരു ചൂല് കെട്ടണം. ഇങ്ങനെ നടക്കണമായിരുന്നു. 100 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ നടമാടിയ വൃത്തിഹീനമായ മ്ലേച്ഛതയുടെ പേരാണ് ഞാൻ ഈ പറയുന്നത്. ആ ചൂലെന്തിനാണെന്നറിയണ്ടേ? നടന്നു പോകും വഴിക്ക് അംബേദ്കറുടെ കാല് നിലത്ത് പതിഞ്ഞാൽ ആ കാൽപാദം അശുദ്ധമായി ബ്രാഹ്മണൻ ഗണിക്കും. അതുകൊണ്ട് അവിടെ തൂത്ത് കാൽപാദം മാറ്റിയിട്ട് കാൽപാദം പതിയാതെ പൊക്കോണം. അങ്ങനെയുള്ളൊരു രാജ്യത്ത് ഞാൻ എങ്ങനെയാണ് മഹാത്മജി മാതൃരാജ്യം എന്ന് പറയുക? അങ്ങ് എന്താ പറയുക? എന്നെ സന്തോഷിപ്പിക്കുകയാണോ? ചുരുക്കത്തിൽ ഞാൻ എന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. രണ്ടാം ഘട്ടമാകുമ്പോഴേക്കും മഹാത്മജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് എന്ത് പറഞ്ഞെന്നറിയണ്ടേ? അംബേദ്കർ, നിങ്ങളല്ല അയിത്തജാതിക്കാർക്ക് വേണ്ടി സംസാരിക്കേണ്ടത് ഞാനാണ്. അയിത്തജാതിക്കാർ നിങ്ങളെക്കാൾ സ്നേഹിക്കുന്ന എന്നെയാണ്. നിങ്ങൾ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് നടക്കുമ്പോൾ ഞാൻ അർത്ഥനഗ്നനായി തെരുവീതികളിൽ, കോളനികളിൽ, ചേരികളിൽ ഇറങ്ങി സാധുക്കൾക്കൊപ്പം ജീവിക്കുന്ന ആളാണ്. അതൊരു ശരിയുമായിരുന്നു. അംബേദ്കറും ഗാന്ധിജിയും തമ്മിൽ മത്സരിച്ചാൽ ഗാന്ധിജിയെ ജയിക്കുമായിരുന്നുള്ളൂ. പാവപ്പെട്ടവർക്കിടയിലും വലിയ മതിപ്പായിരുന്നു. ഫാൻസ് അസോസിയേഷൻ അന്നുമുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അംബേദ്കർ തിരിച്ചടിച്ച രസകരമായൊരു പ്രയോഗമുണ്ട്. മഹാത്മജി, അങ്ങേ എനിക്കറിയാം, നന്നായിട്ടറിയാം. കാരണം മഹർജാതിക്കാർ ഒരിക്കൽ അങ്ങ് കാണാൻ ചെല്ലുമ്പോൾ ആദരപുരസരം കുറെ കടലകൾ അങ്ങേക്ക് വെച്ച് നീട്ടി. കടലകൾ വെച്ച് നീട്ടിയപ്പോൾ അങ്ങ് പറഞ്ഞ മറുപടി, ഈ കടല തോല് പോലും കളയാതെ നിങ്ങളുടെ കരസ്പർശിച്ച കടല അപ്പാടെ ഉള്ളിലാക്കാൻ എനിക്ക് ആഗ്രഹമാണ്. സാധാരണക്കാർ കടലയുടെ തോല് വിളിച്ചാ കഴിക്കുന്നെങ്കിൽ നിങ്ങളുടെ മലിനമായ കരങ്ങൾ പറ്റിയ ഈ കടല പോലും ഞാൻ അകത്താക്കും. പക്ഷെ അതിനുമുമ്പ് ഒരു കാര്യം, ഞാൻ ഈ കടലെല്ലാം ആടിന് കൊടുക്കും. ആട് ഈ കടല മുഴുവൻ ഭക്ഷിച്ചിട്ട് ആടിന്റെ പാല് ഞാൻ കറന്നു കുടിക്കുമ്പോൾ അതിനകത്തെ മുഴുവൻ എസൻസ് എൻ്റെ ഉള്ളിൽ പോകും. അങ്ങ് വലിയ ബുദ്ധിമാനാണ്, അങ്ങ് വലിയ കഴിവുള്ള ആളാണ്, അങ്ങ് വലിയ പണ്ഡിതനാണ്. ഇത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയെ ചൊടിപ്പിച്ചു. പക്ഷെ അദ്ദേഹം നല്ലൊരു മനുഷ്യൻ, ആത്മസംയമനമൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. അത് മറ്റൊരു സത്യം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ഗാന്ധിജി മഹാത്മജിക്ക് ആത്മസംയമനം ഉണ്ടോ എന്നറിയാൻ അദ്ദേഹം ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. പരീക്ഷണം നടത്തിയത് മനു എന്ന് പറയുന്ന 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പൂർണ്ണ നഗ്നയാക്കി കിടത്തിയിട്ട് തൊട്ടടുത്ത് മഹാത്മജിയും കിടന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇതൊക്കെ ചുമ്മാ വിളിച്ചു പറയാൻ എനിക്ക് പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ വീഡിയോ പിടിക്കുന്നതാണ്. ഞാൻ ആവശ്യമില്ല വിളിച്ചു പറഞ്ഞ എവിടെ പോയി നിൽക്കുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് മനു എന്നു പേരുള്ള ഒരു പെൺകുട്ടി, 16 വയസ്സുള്ള പെൺകുട്ടി പൂർണ്ണ നഗ്നയായി കിടക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവ് തൊട്ടടുത്ത് കിടക്കുന്നു. ഇതിലൊക്കെ അഭിമാനിക്കാൻ ഒത്തിരി വകയുണ്ടേ. ഒരു ഇന്ത്യക്കാരനായാലും അഭിമാനിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പുറത്ത് കിടക്കുന്നു. ഇതൊക്കെയാണ്. നിങ്ങൾ പോയിട്ട് അരുന്ധതി റോയി എഴുതിയ അംബേദ്കറുടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നൊരു പുസ്തകമുണ്ട്. അതിന്റെ ആമുഖത്തിൽ അരുന്ധതി റോയി ഇത് ആവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ നിലനിന്നിരുന്നത്. നമ്മൾ മഹാരഥന്മാരായി കണ്ട ഇത്തരം ആളുകളൊക്കെ കാലത്തോടങ്ങനെ ഇടപെട്ടു എന്നൊക്കെ ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നൊരു ഗതികേട് ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നുണ്ടേ. അപ്പം മറുവശത്ത് കൂടെ ഒന്ന് വരണം. ഈ സമ്മേളനം അങ്ങോട്ട് തീർന്നു. സമ്മേളനത്തിൽ അംബേദ്കറും ഗാന്ധിജിയും ഏറ്റുമുട്ടി. ഇംഗ്ലണ്ടിലെ പത്രങ്ങൾ ഇവർ തമ്മിലുള്ള സംഘർഷം വലിയ വാർത്തയാക്കി മാറ്റി. തദനന്തരം തീരുമാനമെടുക്കാതെ പിരിഞ്ഞപ്പോൾ എല്ലാവരും ചേർന്ന് പറഞ്ഞു, അധ്യക്ഷൻ തീരുമാനിക്കട്ടെ. അധ്യക്ഷൻ ആരാധനയുണ്ട്? ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡാണ്. റാംസേ മക്ഡൊണാൾഡിന് തീരുമാനിക്കാൻ അവകാശം കൊടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഇവരെല്ലാം വണ്ടി കയറുമ്പോൾ ഈ മിനിസിൽ എല്ലാവരും ഒപ്പിട്ടു, ഒരാൾ ഒഴിച്ച്. അത് അംബേദ്കറാണ്. ബാക്കി അംബേദ്കറോടെന്ന് പറഞ്ഞു, ഇന്ത്യക്കാരന്റെ കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു റാംസേ മക്ഡൊണാൾഡിന്റെ മുമ്പിൽ ഒപ്പിടാൻ ഞാൻ തയ്യാറില്ല. അത് തീരുമാനിക്കാനുള്ള ആർജവം നമുക്കുണ്ട്. ഞാനിവിടില്ല. തിരിച്ചു വന്നു കഴിഞ്ഞ് നടക്കുന്നത് 1932 ആഗസ്റ്റ് മാസം 14-ാം തീയതി ആകുമ്പോഴേക്കും ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുക. മക്ഡൊണാൾഡിന്റെ വിധി പുറപ്പെടാൻ തുടങ്ങിയാണ്. എല്ലാവരും അമ്പരപ്പിച്ചുകൊണ്ട് മക്ഡൊണാൾഡിന്റെ വിധി പുറപ്പെട്ടു. അംബേദ്കർ പറഞ്ഞെല്ലാം ശരിയാണ്.
ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അതാണ് ശരി. എന്ത് സംഭവിച്ചു കേൾക്കണം? എന്ത് സംഭവിച്ചു? അന്ന് മുമ്പോട്ട് വെച്ച ഈ ആശയങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചു നിങ്ങൾ കേട്ടോ? കേട്ട മഹാത്മജി മുംബൈയിലെ ഇർവാഡ ജയിലിൽ അടയ്ക്കപ്പെട്ടു, സമരം ചെയ്തിട്ട് ഇർവാഡ ജയിലിൽ നിരാഹാരമനുഷ്ഠിച്ചു. മഹാത്മജി ജീവിതത്തിൽ 21 നിരാഹാരങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. 21 നിരാഹാരങ്ങളിൽ ഒരു നിരാഹാര സമരത്തിന് മാത്രം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് മരണം വരെ ഞാൻ നിരാഹാരം ഇരിക്കും. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാനായിരുന്നില്ല, അവസര സമത്വം ഉണ്ടാകാനായിരുന്നില്ല, സ്വാതന്ത്ര്യം കിട്ടാനായിരുന്നില്ല, മരണം വരെ നിരാകാരമായിരുന്നു. മരണം വരെ ഇരുന്നത് ഈ ലിസ്റ്റിൽപ്പെടാത്ത ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രനുമല്ലാത്ത ബാക്കി ആളുകൾ, ഈഴവർ, യാദവർ, ദലിതർ, ആദിവാസികൾ, ഇവരും ഹിന്ദുക്കളാണെന്ന് സ്ഥാപിക്കാം. നോക്കണം. അങ്ങനെ 1935 ഒരു ലിസ്റ്റ് ഉണ്ടായി. കാരണം മഹാത്മജിയുടെ ജീവൻ അപകടത്തിലാണ്. നിങ്ങൾ ആലോചിച്ച്, സമ്മർദ്ദം ചെലുത്തി, അഹിംസ മാത്രം പറഞ്ഞിരുന്ന മഹാത്മജി സമ്മർദ്ദം ചെലുത്തി ഒരു ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിക്കുക. നോക്കണം, ഒടുക്കമൊന്നും പറ്റി. 1935 ഒരു ലിസ്റ്റ് അങ്ങ് പ്രസിദ്ധം ചെയ്തു. ആ ലിസ്റ്റിൽ എഴുതി വെച്ചു, ഇന്ന 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 ജാതികൾ അവരെല്ലാം ഹിന്ദുക്കളാണ്. അങ്ങനെ നമ്മൾ ഈ പട്ടിക ജാതി, പട്ടിക വർഗം എന്നൊക്കെ പറഞ്ഞാൽ ആ ലിസ്റ്റിന്റെ പേര് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നൊക്കെ പറയുന്നത് 35 ലിസ്റ്റാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവരിൽ ഒരാൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു വന്നാൽ എങ്ങനെ മതപരിവർത്തനമാകും? ഇതായി ചോദിച്ചു വരുന്ന ഉത്തരം പറ. ഇവരുടെ മതേത, ഇവരുടെ മതേത, ആ മതഗ്രന്ഥേത, ആ മതഗ്രന്ഥത്തിൽ ഇവരെ പറ്റി പരാമർശം ഉണ്ടാ? ഇനിയും പരാമർശം വേണ്ട. ഇവരെ ദ്രോഹിക്കുന്ന 100 വാക്കുകളല്ലേ? എന്താ ഇവരെ വിളിച്ചത്? സഞ്ചരിക്കുന്ന പട്ടടയാണ് ശൂദ്രൻ, സഞ്ചരിക്കുന്ന പട്ടട, സഞ്ചരിക്കുന്ന ശ്മശാനം എന്ന് വിളിച്ച ഒരു ഗ്രന്ഥം ആത്മാഭിമാനത്തോടെ കയ്യിലെന്താൽ നിങ്ങൾക്ക് എങ്ങനെയാ സാധിക്കും സുഹൃത്തെ? ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും ഒരു സ്ഥലത്തും പോയി ഇന്ന് വരെ ബോധവൽക്കരിച്ചിട്ടില്ല. നാളെ അത് തുടങ്ങുകയാണ്. നിങ്ങളാണ് അതിന് സാഹചര്യം ഉണ്ടാക്കിയത്. ഈ ബോധവൽക്കരണം ശക്തമാകുന്ന ഇടത്ത് എന്താണ് സംഭവിക്കുന്നത് പറയാ? ഇന്ന് അറിവും പകതിരിവും ഇല്ലാതെ ഇത്തരം വിഷയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന സഹോദരങ്ങളുണ്ട്. അതുകൂടി പറയാം, രസാവഹമായ കാര്യമാണ്. ഇങ്ങനെ 1932 പട്ടമേശ സമ്മേളനം കഴിഞ്ഞ് ആളുകൾ തിരിച്ചു വരുമ്പോൾ ഈ കൂടെ നമ്മുടെ സംഘപരിവാർ ശക്തികളുടെ അന്നത്തെ ഒരു നേതാവ് ഹെഡ്ഗവാറിന്റെ ആചാര്യനായിരുന്ന BS മുഞ്ചയുണ്ട്. ഈ BS മുഞ്ചയെ അങ്ങ് ഇംഗ്ലണ്ടിൽ നിന്ന് ലണ്ടനിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് നമ്മുടെ ഇറ്റലിയിൽ ഇറങ്ങി. ഇറ്റലിയിൽ അദ്ദേഹത്തിന് ഒരു വലിയ ആരാധനാ പുരുഷനുണ്ടായിരുന്നു. പേര് നിങ്ങൾക്കറിയാം, ബെനിറ്റോ മുസോളിനി. കാരണം എന്താ? ബെനിറ്റോ മുസോളിനി പറഞ്ഞെന്താ? ആര്യ രക്തം അത് സവിശേഷതയുള്ളതാണ്, ബാക്കിയൊക്കെ മോശമാണ്, ബാക്കിയൊക്കെ മലിനമാണ്. ആര്യ രക്തത്തിന്റെ പവിത്രത സൂക്ഷിക്കണം. അത് തന്നെ ഇന്ത്യയിലെ ബ്രാഹ്മൺസ് പറഞ്ഞിട്ടിരുന്നത്. അത് പവിത്രത സൂക്ഷിക്കണം. ഇതേ കാര്യം ബെനിറ്റോ മുസോളിനി പറഞ്ഞു. മുസോളിനിക്ക് നിരന്തരം കത്തിടപാട് നടത്തി അദ്ദേഹം അപ്പോയിന്റ്മെന്റ് കൊടുത്തു, നിങ്ങൾ ഇതിലെ വാ. മുസോളിനിക്കും വലിയ സന്തോഷം, തനിക്ക് ഇന്ത്യയിൽ ഒരു ഫാനുണ്ട്, ഇന്ത്യയിൽ തനിക്കൊരു ആരാധകനുണ്ട്, വന്ന് കണ്ടിട്ട് പോകും. അപ്പം മുസോളിനി ജയിക്കുന്ന കണ്ടു. ഈ മുസോളിനി ഒരു മിലിഷ്യ ഗ്രൂപ്പിനെ വാർത്തെടുത്തിരുന്നു, മിലിറ്റന്റ് ആയ ഒരു ഓർഗനൈസേഷനെ സംഘടിപ്പിച്ചിരുന്നു. ട്രൗസർ ആയിരുന്നു അവരുടെ വേഷം, ട്രൗസറും കയ്യിലൊരു വടി ഒക്കെ ആയിട്ട് അവിടെ കവാത്ത് കടന്ന് കണ്ടു. ആ പ്രോഗ്രാം വേർഷം മാറ്റിക്കൊണ്ട് ഇന്ത്യയിൽ നടത്തുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്വദേശി എന്ന് പറയുക. എൻ്റെ പൊന്നു സഹോദര, പിണങ്ങരുത്. താങ്കൾ ഇട്ടിരിക്കുന്ന ട്രൗസർ പോലും മുസോളിനി സാഹിബിന്റെ ദാനമാണ്. അതിട്ടിട്ടായി കവാത്ത് കിടത്തുന്നത്. അതൊക്കെ കണ്ട എല്ലാവരും ഒന്നും പേടിക്കുകയില്ല. അത് പേടിക്കാത്തവരുമുണ്ട്. അതൊന്നും കണ്ട പെട്ടെന്ന് കവാത്ത് കണ്ട പേടിക്കാത്തൊരു രാജ്യത്തുണ്ടെന്ന്. അതുകൊണ്ടാണ് ഈ തൻ്റെ ഇടത്തോട് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? ഞങ്ങളുടെ ധൈര്യം മറ്റൊന്നുമല്ല. ഞങ്ങളുടെ ധൈര്യം ഞങ്ങൾ വിശ്വസിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടനയിലാണ്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ധൈര്യമെങ്കിൽ ഞങ്ങൾക്ക് വ്യക്തിപരമായൊരു ധൈര്യമുണ്ട്. നിങ്ങളെ ബഹുമാനിച്ചു ആദരിച്ച ഈ രാജ്യത്ത് കഴിഞ്ഞ് നിങ്ങൾ തലയ്ക്ക് മുകളിൽ കടന്നിരുന്ന് ആക്രമണം നടത്തുമ്പോഴും പരിഹസിക്കുമ്പോഴും ഞങ്ങളുടെ ആലയങ്ങൾ ആക്രമിക്കുമ്പോഴും ഞങ്ങൾ തിരിച്ചടിച്ച ചരിത്രമില്ല. ഇന്ത്യ ചരിത്രത്തിൽ എവിടെങ്കിലും നിങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് സ്വകാര്യതയിലേക്ക് വന്ന് ഈ രാജ്യത്തിലെ ക്രൈസ്തവർ ദ്രോഹം ചെയ്ത ഒരു വസ്തുത നിങ്ങൾക്ക് പറയാമോ? പറയൂ. ഒന്നുമില്ല. ഛത്തീസ്ഗഡില് ഞങ്ങളുടെ പാവ സുവിശേഷകര്, ഞങ്ങളുടെ കന്യാസ്ത്രീകള് അവരെ ആക്രമിക്കപ്പെടുക. ഒരു കന്യാസ്ത്രീയും പുരോഹിതനും ഞങ്ങളൊക്കെ തമ്മിൽ ദൈവശാസ്ത്രപരമായി ഒത്തിരി അകലങ്ങളും ചർച്ചകളുമുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, മനുഷ്യത്വമെന്നൊന്നുണ്ട്. ആ മനുഷ്യത്വത്തിന് വേണ്ടി കന്യാസ്ത്രീകളെന്ന് മാത്രമല്ല, നാളെ ഒരു ഹിന്ദു സഹോദരൻ നേരിട്ടാലും ഒരു നിരീശ്വരവാദിക്ക് നേരിട്ടാലും അവന്റെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ ഞാൻ നിങ്ങളുമൊക്കെ ബാധ്യസ്ഥരല്ലേ? എന്താ സംഭവിച്ചത്? ഒരു കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത സമർപ്പണത്തിന്റെ ആഴമറിയാമോ? എത്ര വർഷം അവർ പഠിക്കണം? നല്ല വീട്ടിലെ സഹോദരിമാരാ,
എനിക്ക് ഇവരൊക്കെ പശ്ചാത്തലം അറിയാം. ഇവര് വീട്ടിലൊന്നും ഇല്ലാഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചതല്ല ഈ പൗരോഹിത്യ സേവനത്തിന്. വേണ്ടതൊക്കെ വീട്ടിലുണ്ട്. ജീവിതത്തിന്റെ ഏതോ ഘട്ടങ്ങളിൽ അവർക്ക് തോന്നിയൊരു ഉൾവിളി കൊണ്ട് അവർ സമർപ്പിച്ചു. നിങ്ങൾക്കറിയണ്ടേ, 10-80 പേര് ഒരുമിച്ചൊരു കോഴ്സ് തുടങ്ങും. 7-8 പേര് അവസാനം കന്യാസ്ത്രീയാകാൻ കാണുകയുള്ളൂ. ചിലൊക്കെ തെറ്റിപ്പോകും, ചിലൊക്കെ ഇടയ്ക്ക് നിർത്തിപ്പോകും. അതൊക്കെ കത്തോലിക്ക സഭയ്ക്ക് അറിയാം. പുരോഹിതന്മാരുടെ കാര്യം അങ്ങനെയാണ്. 10-30-100 പേര് പഠിക്കും. അതിൽ 8-10 പേരോ പുരോഹിതന്മാരാകൂ. അതിൽ കൊള്ളരുതാത്ത മനുഷ്യരൊക്കെ ഉണ്ടാകും, എല്ലാ സമൂഹത്തിലും എന്ന പോലെ. ഞങ്ങളൊക്കെ ഇവിടെ പാസ്റ്റർമാർ പഠിക്കും 4-5 കൊല്ലം. ഞങ്ങൾക്ക് സെമിനാരികളുണ്ട്. 10-50-100 പേര് പഠിക്കാൻ വന്നിട്ട് ഗ്രാജുവേറ്റ് ചെയ്യാൻ 8-10 പേരെ കാണത്തുള്ളൂ. അതിനകത്തും കുഴപ്പക്കാർ കാണും, ഇല്ലെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ ഒരു ആത്മസമർപ്പണമുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് സാധിക്കുമോ ഇത്തരത്തിൽ ആത്മസമർപ്പണത്തോടെ മുറിവെറ്റവന്റെ മുറിവെപ്പാൻ സാധിക്കുമോ? അതിലൊരു കന്യാസ്ത്രീയുടെ പ്രത്യേകതകൾ കണ്ടേ. അവരുടെ ശരീരത്തിൽ സോറിയാസിസ് ബാധിച്ചു, അവർക്ക് അതുപോലെ പാർക്കിൻസൺസ് രോഗം ബാധിച്ചു. കാരണം അവർ പോയി സാമൂഹ്യ സേവനം ചെയ്ത കോളനികളിൽ വ്യാപരിച്ച പകർച്ചവ്യാധി അറപ്പും വെറുപ്പും കൂടാതെ ആ രോഗികളെ ശുശ്രൂഷിച്ചു. നിങ്ങൾ വരൂ, ഞങ്ങൾ കാണിച്ചു തരാം ഈ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ എങ്ങനെയെല്ലാം കന്യാസ്ത്രീകൾ സേവനം നടത്തുന്നു, എങ്ങനെയൊക്കെ പാസ്റ്റർമാർ പ്രവർത്തിക്കുന്നു. ബീഹാറിൽ, ഛത്തീസ്ഗഡിൽ, ഉത്തരാഖണ്ഡിൽ ഞങ്ങൾക്ക് സ്കൂളുകളുണ്ട്, കലാലയങ്ങളുണ്ട്. ആ കലാലയങ്ങളിൽ സാധാരണ മനുഷ്യരെ ചേർത്ത് പഠിപ്പിക്കുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നു. 8, 10, 15 കൊല്ലം കൊണ്ട് ആദിവാസികൾ വിദ്യാസമ്പന്നരാകുമ്പോൾ ഇന്നലകളിൽ അടിമപ്പണിക്ക് അവർ കിട്ടാതെ സർക്കാർ തലങ്ങളിൽ ജോലി അഭ്യസിക്കുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടുമ്പോൾ, നഴ്സിംഗ് പഠനം കിട്ടുമ്പോൾ ലണ്ടനിലും അമേരിക്കയിലും അതുപോലെ ലോകത്തിന്റെ പലയിടങ്ങളിൽ മാറിപ്പോയി പഠിക്കാൻ സാധിക്കുമ്പോൾ നല്ല പ്രതിമാസ ശമ്പളം കിട്ടുന്നു. 100 രൂപയ്ക്ക് കൂലിപ്പണി ചെയ്യുന്ന ആളുകൾ ഇന്നും നമ്മുടെ രാജ്യത്ത് ബീഹാറിലുണ്ട്, ഉത്തരാഖണ്ഡിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ട്. ഒരു എംപിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? നിലത്തിരുന്ന് ചായ കുടിക്കണം, ചായക്കടയിൽ കയറിയാൽ. അതാ ഉത്തർപ്രദേശിലെ സ്ഥിതി. യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിനെ കുറിച്ച് വീമ്പിളക്കുന്ന സഹോദരങ്ങളില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇന്ത്യ ഭരിച്ചിരുന്ന ബഹുമാനപ്പെട്ട രാംനാഥ് കോവിന്ദ് എന്നറിയപ്പെടുന്ന ഒരു രാഷ്ട്രപതിക്ക് ഒരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് അവിടുന്ന് പുറത്തിറക്കി വിട്ടു. രാഷ്ട്രം ഭരിച്ച 1ാം നിര പൗരനെ. ഇനി 1ാമത്തെ പൗരന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഞാനൊരു കാര്യം തിരിച്ചു പറയാം. പോപ്പ് കുർബാന അർപ്പിക്കുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക അടക്കം ലോകത്തിലെ ഏതെങ്കിലും ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഏതെങ്കിലും മനുഷ്യനെ പടിയിറക്കി വിട്ട ചരിത്രമില്ല. ആ വസ്തുത നിങ്ങൾ ഓർത്തുകൊള്ളണം. ഇത്തരം മാറ്റത്തിന്റെ വിപ്ലവാത്മകമായ സൂചനകളുമായി ഇന്ത്യ മഹാരാജ്യത്ത് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ സ്വയം നന്നാകുന്നേ, നിങ്ങൾ സ്വയം തിരുത്തുന്നേ. നിങ്ങൾ സ്വയം തിരുത്തുന്നില്ല. എന്നിട്ട് നിങ്ങൾ ചില മുദ്രകളെ മുമ്പിൽ വെച്ചിട്ട് പറയുക, നിങ്ങൾ നോക്കൂ, രാംനാഥ് കോവിന്ദാണ് ഞങ്ങളുടെ നേതാവ്. അതുമല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഇന്ത്യയുടെ പ്രസിഡന്റാക്കി. അതാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടേ. ഇനി മാത്രമല്ല, ഇന്ത്യൻ പ്രസിഡന്റ് അല്ല, ഇന്ത്യൻ പാർലമെന്റിലെ മുഴുവൻ അംഗങ്ങളെയും നിങ്ങൾ പിന്നോക്കരെയോ ദലിതരെയോ ആദിവാസികളെ ആക്കിയാലും ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ചിത്പവൻ ബ്രാഹ്മണ ബോധം കൊണ്ടു നടക്കുന്ന ഒരാശയമില്ലേ? ബഹുമാനപ്പെട്ട ശശികല ടീച്ചർ പറയുന്നൊരു കാര്യമുണ്ട്. ഇതാ ഞങ്ങൾ താന്ത്രിക് സ്കൂളുകൾ ആരംഭിച്ചു, എല്ലാ ജാതിക്കാരെയും അവിടെ ചേർത്ത് ഞങ്ങൾ തന്ത്രവിധികൾ പഠിപ്പിക്കുന്നു. നല്ലത്. നിങ്ങൾ പറയൂ, ഇന്ത്യയിൽ ഏത് ക്ഷേത്രത്തിൽ ഒരു ഈഴവൻ ഇതുപോലെ തന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നു, ഒരു ദലിതൻ തന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നു? നിങ്ങൾ പറയൂ. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് മാറ്റമുണ്ടാകണമെന്നല്ലേ. ഒരു നായർക്ക് ശബരിമലയിൽ പോയിട്ട് മാറ്റമുണ്ടാക്കണമെന്നല്ല, തന്ത്രിയാകണമെന്നല്ല. അടുത്ത ജന്മത്തിൽ എന്ത് ചെയ്യും? അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം. എന്നിട്ട് ആ സുരേഷരര്, ഗോപിയരര് എന്നൊക്കെ പേര് മാറ്റണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത്. അല്ലാതെ അദ്ദേഹത്തിന് മാറ്റം ഈ രാജ്യത്തിന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കണമെന്നൊരു ആഗ്രഹം പോലും, നേരിയൊരാഗ്രഹം പോലും സുരേഷരര്, ഗോപിയരർക്കില്ല. മനസ്സിലായില്ലേ? അദ്ദേഹം ചില പുരോഹിതന്മാരെയും പാവപ്പെട്ട മനുഷ്യരെയും ഒക്കെ ഈ ചെമ്പുകിരീടമൊക്കെ കാട്ടി ആകർഷിച്ച് അടുത്ത കാലത്ത് അതിന്റെ ഉള്ളുകളികൾ മനസ്സിലാക്കിയത്. ഞാൻ അങ്ങോട്ടൊന്നും ഇപ്പൊ പോകുന്നില്ല. അത് രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു ചിന്തയ്ക്ക് പ്രേരകമായി തീരും. അത് എന്റെ വിഷയമല്ല. രാഷ്ട്രീയം പറയുന്നത് പാപമൊന്നുമല്ല, അതില് അനാവശ്യമായിട്ടൊന്നുമില്ല. അത് ഈ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന, ഞാൻ വോട്ട് ചെയ്യുന്ന രാജ്യത്ത്, ഞാൻ നികുതി അടക്കുന്ന രാജ്യത്ത് എന്റെ രാജ്യത്തെ രാഷ്ട്രീയം പറയാൻ എനിക്ക് അവകാശമുണ്ട്. അത് ആരുടെ ഔദാര്യമില്ല. പക്ഷെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തട്ടെ. ഇങ്ങനെ നിലനിന്നിരുന്ന ഈ രാജ്യത്ത് 1935 രൂപപ്പെട്ട ലിസ്റ്റിന് മുമ്പ്, അല്ലെങ്കിൽ പ്രസിദ്ധമായ പൂന പാർട്ടിന് മുമ്പ്, സാധുക്കളായ മനുഷ്യര്, അശരണരായ മനുഷ്യര്, അല്ലെങ്കിൽ വാൽമീകി സമൂഹത്തിൽപ്പെട്ട, മാഹർ സമൂഹത്തിൽപ്പെട്ട വടക്കേ ഇന്ത്യയിലെ ദലിതര്, യാദവര്, ഈഴവര്, ആദിവാസികള് ഇവരാരും ഹിന്ദുക്കളായിരുന്നുവെന്ന് ഒരു ചരിത്രരേഖ ഉദ്ധരിച്ച് ഒരു മഹാനും തെളിയിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വന്നിട്ട് പറയുക, ഞങ്ങൾ അവർക്ക് വിറ്റമിൻ ഗുളിക കൊടുത്തു, ഞങ്ങൾ അവർക്ക് കൊണ്ടുവന്ന് പാൽപ്പൊടി കൊടുത്തു. ഞാൻ വീണ്ടും ആവർത്തിക്കുക, 5000 വർഷത്തെ പാരമ്പര്യമുണ്ട്. പാൽപ്പൊടി ഇന്നും കൊടുക്കേണ്ടി വരിക. എന്തോരവസ്ഥയാണ്, എന്തോരു സ്ഥിതിയാണ്. പാൽപ്പൊടി വേണ്ട സുഹൃത്ത്, വിദ്യാഭ്യാസം കൊടുത്തു നോക്ക്, അറിവ് കൊടുത്തു നോക്ക്. അറിവൊരു അഗ്നിയാണെന്നേ, അത് കത്തിക്കുന്നതാണ്, അത് മാറ്റമുണ്ടാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഞങ്ങളൊക്കെ ഈ സംസാരിക്കുക. ഞാനേ
അധികം നീട്ടുന്നില്ല, കേരളത്തിലേക്കൊന്ന് വരേണ്ടതുണ്ട്. ഈ നാട് കടന്നുപോയ, ഈ നാടിൽ നിന്ന് അനുഭവിക്കുന്ന രൂക്ഷമായ വർഷങ്ങൾക്ക് ഞങ്ങളുടെ പക്കൽ കൃത്യ ഉത്തരവുണ്ട്, പ്രായോഗികമായ ഉത്തരം. നിങ്ങൾ പറയൂ, ഈ രാജ്യത്ത് 85 ഭാഷകൾക്ക് നിഘണ്ടു ഉണ്ടാക്കിയത് ക്രിസ്തുവിന്റെ അനുഗാമികളായ സുവിശേഷകരാണ്. 85 ഭാഷയിൽ 125 ഭാഷയ്ക്ക് വ്യാകരണം, ഹിന്ദി അടക്കം 125 ഭാഷയ്ക്ക് വ്യാകരണം. നീ ഹിന്ദി ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാഷ, ദേശീയ ഭാഷയാക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് BJP-ക്കാരൊന്നുമല്ല. അത് ആദ്യം ആവശ്യപ്പെട്ട ആളിന്റെ പേര് പണ്ഡിത രമാബായി എന്നാണ്. പണ്ഡിത രമാബായി സരസ്വതി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഞങ്ങളുടെ സഹോദരിയാണ്. ഞാൻ പറഞ്ഞു, ഒടുവിലായി ഇത് കേൾക്കുന്നവർക്ക് വേണ്ടി ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഹിന്ദി രാഷ്ട്രീയ ഭാഷയാക്കണം, ദേശീയ ഭാഷയാക്കണം. ഈ രാജ്യത്ത് ഭാഷകളെ ഇതുപോലെ പരിഷ്കരിച്ചു. കോട്ടയത്തെ വിളിക്കുന്ന അക്ഷരനഗരി എന്ന്, മഹത്തായ അക്ഷരനഗരി എന്നൊക്കെ വിളിക്കുമ്പോൾ ഈ അക്ഷരനഗരി ആക്കിയതാരാ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ എന്തായിരുന്നു സ്ഥിതി? ഞാൻ പറയാറുണ്ട്, ഇതിന് തൊട്ടപ്പുറത്ത് മാറി കോട്ടയത്ത് പള്ളം എന്നൊരു സ്ഥലമുണ്ടല്ലോ, ആ പള്ളത്ത് ഹെൻറി ബേക്കർ ജൂനിയർ എന്ന പേരുള്ള ഒരു സായിപ്പ് വന്നിരുന്നു, സുവിശേഷ പ്രവർത്തകൻ. അദ്ദേഹം അവിടെ വരാൻ കാരണം തന്റെ പിതാവിന്റെ പേരും ഹെൻറി ബേക്കർ എന്നായിരുന്നു, ഹെൻറി ബേക്കർ സീനിയർ. അദ്ദേഹം മേലുകാവിലെ അരയാ സമുദായങ്ങൾക്കിടയിൽ അതിശക്തമായി പ്രവർത്തിച്ചു. അതുവരെ ഉണ്ടായിരുന്ന സ്ഥിതി എന്താ? അവരുടെ പക്കൽ മാരകായുധങ്ങളുണ്ട്, മൃഗങ്ങളെ വേട്ടയാടും, പ്രാകൃതങ്ങളായ ആചാരാനുഷ്ഠാനങ്ങൾ ശീലിച്ചു വന്ന തമ്മിൽ ഏറ്റുമുട്ടുന്ന ഗോത്രവർഗ ജനതയുടെ ഇടയിൽ കടന്നുപോയിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു. അവിടെ കലാലയങ്ങൾ ആരംഭിച്ചു, അവിടെ പള്ളികൾ കെട്ടിപ്പൊക്കി. ആ നാടിന് വലിയ മാറ്റമുണ്ടായി. ഹെൻറി ബെക്കറുടെ ആ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തോട് അവസാനിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ ഉന്നത ബിരുദധാരിയായ അദ്ദേഹത്തിന്റെ മകൻ ഇംഗ്ലണ്ടിൽ നിന്ന് കപ്പൽ കയറി ഇന്ത്യയിലെത്തി. അദ്ദേഹം കോട്ടയത്ത് വന്ന് താമസം ആരംഭിച്ചു. നമ്മൾ കോട്ടയത്ത് ബേക്കർ ജംഗ്ഷൻ എന്ന് പറയുമല്ലോ, ബേക്കറി ആളുകൾ ധരിച്ചിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട ഹെൻറി ബേക്കറുടെ പേരിനാലാണ് ആ സ്ഥലത്തിന് ബേക്കർ ജംഗ്ഷൻ എന്ന പേര് കിട്ടുക. അദ്ദേഹം പള്ളത്ത് വന്ന് താമസിക്കുമ്പോൾ പലയിടത്ത് സ്കൂളുകളും കലാലയങ്ങളും ആരംഭിക്കുന്ന വാർത്ത കേട്ടിട്ട് അങ്ങനെ ഹൈറേഞ്ചിന്റെ അടിവാരത്തിൽ നിന്ന് ഒരുപറ്റം ആളുകൾ ഈ മനുഷ്യനെ കാണാനെത്തി. അവർ കാണാനെത്തിയിട്ട് നേരെ ഹെൻറി ബേക്കറെ കണ്ടിട്ട് പറഞ്ഞു, സാർ, അടിയങ്ങൾക്ക് ഒരു സ്കൂൾ വേണ യജമാനനെ, ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഒരുപറ്റം പുലകരും ആദിവാസികളും അടങ്ങുന്ന സമൂഹം വന്ന് ഇത്തരത്തിൽ ഈ വാദം മുമ്പോട്ട് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്രയും ദൂരം വന്നൊരു സ്കൂൾ സ്ഥാപിക്കാൻ കഴിയില്ല, വാദ്യന്മാരെ കിട്ടത്തില്ല, അത് കൊടുങ്കാടാ, അങ്ങോട്ട് വരാൻ പറ്റില്ല, നിരുത്സാഹപ്പെടുത്തി വിട്ടു. പക്ഷേ വിദ്യ നടത്തണമെന്നുള്ള അമിതമായ വാഞ്ച കാരണം എന്താണെന്നറിയണ്ടേ? അരയ സമുദായത്തിൽപ്പെട്ട ആളുകൾ മേലികാവിൽ ഹെൻറി ബെക്കർ സീനിയറുടെ കലാലയങ്ങളിൽ പഠിച്ച് അഭ്യസ്തവിദ്യരായി മാറുകയും ബൈബിൾ വായിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്ന വാർത്തകൾ പരന്നപ്പോൾ ഇവർക്കും ആകാംക്ഷ അടക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്കും പഠിക്കണം. അവർ വന്നു, പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് 2ാം വട്ടവും വന്നു, 3ാം വട്ടവും വന്നു, 6 വട്ടം വന്നെണ്ണ. 6 തവണയായപ്പോൾ ഹെൻറി ബേക്കർ മടുത്തു. അന്ന് രാവിലെ വായിച്ചൊരു ബൈബിൾ വചനം അദ്ദേഹത്തെ ആകുലചിത്തനാക്കി. ഒരു വിധവ സ്ത്രീ വന്നിട്ട് ഒരു ഭരണാധികാരിയോട് തന്റെ വേദന പങ്കിടുകയാണ്. അപ്പോൾ അത് കേൾക്കാനേ കൂട്ടാക്കാത്ത ഭരണാധികാരി ഒരു ദിവസം ഒരു ഉൾവിളി പോലെ പറയുക, ഇനി ഞാൻ ഇവളുടെ പ്രതിക്രിയ നടത്തി കൊടുത്തില്ലെങ്കിൽ വിധവ വന്നെന്റെ മുഖത്തടിക്കും, അതുകൊണ്ട് ഞാനിതിലേക്ക് ഇടപെടേണ്ടതുണ്ട്. ഈ വചനം അദ്ദേഹത്തെ വേദനിപ്പിച്ചു. അവർ ഇനിയും വരുമെങ്കിൽ ഞാൻ പോകും. ഇതാ അടുത്ത ഘട്ടവും ഈ ഹൈറേഞ്ചിന്റെ അടിവാരത്ത് നിന്ന് ആളുകൾ കാടും മലയും പള്ളയൊക്കെ കടന്ന് ഈ സ്ഥലത്തെത്തി. ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, പോകാം, റെഡിയായിട്ട് ഞാൻ ഇരിക്കുക. എന്ത് ചെയ്തെന്ന് അറിയണ്ടേ? ഞാനും നിങ്ങൾ നിൽക്കുന്ന ഈ വഴി അന്നൊക്കെ ഊടുവഴിയാണേ. ഇതിലെ 2 മരക്കമ്പുകൾ വെട്ടി തലങ്ങും വിലങ്ങും ഒക്കെ മടഞ്ഞ് അതിലേക്ക് ഈ മനുഷ്യനെ കയറ്റി കസേര വെച്ച് കെട്ടി ആ കസേരയിൽ ഇരുത്തി ഇതുവഴി എടുത്തുകൊണ്ടുപോയി. ദീർഘദൂരം, കുറേ ദൂരം പിന്നിട്ടപ്പോൾ ഇതുവഴി ചാടി നമ്മുടെ വാഴൂർ, ഇന്ന് നമ്മൾ 14ാം മൈൽ എന്നൊക്കെ പറയുന്ന സ്ഥലത്തെത്തി. അതുവഴി നേരെ പോവാണ് ഈ മനുഷ്യനെയും കൊണ്ട്. ഇടയ്ക്കിടയ്ക്ക് താക്കും, പിന്നെ ഇവരെടുക്കും. 7-8 പേരുണ്ട്. ഇങ്ങനെ പോവാ. ചെന്ന് കണ്ട് അവിടെ ചെല്ലുമ്പോഴേക്കും നേരം വെളുത്തു. രാവും പകലുമൊക്കെ പിന്നിട്ട് നേരം വെളുത്തു. ആദ്യം തീരത്തുകൂടി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വെള്ള നിറമുള്ള ഒരുപറ്റം പക്ഷികൾ സഞ്ചരിക്കുന്നു, പറക്കുന്നു. ഈ പക്ഷികൾ പറക്കുന്ന കണ്ടിട്ട് സായിപ്പ് ചോദിച്ചു, മലയാളം നന്നായിട്ടറിയാവുന്ന ചോദിച്ചു, നിങ്ങൾ ഈ പക്ഷിക്ക് എന്ത് പേര് പറഞ്ഞു? അതവര് പറഞ്ഞു, മുണ്ടി. മുണ്ടി എന്നാണ് ഈ പക്ഷിയെ വിളിക്കുക. ആ സ്ഥലത്തിന് അദ്ദേഹം ഒരു പേരിട്ടു, മുണ്ടിക്കയം. അതാണ് ഉച്ചാരണ വ്യതിയാനം കൊണ്ട് മുണ്ടക്കയമായി മാറിയത്. തീർന്നില്ല, അവിടെ കാട്ടുകമ്പുകൾ കൊണ്ടുവന്നു, അവിടെ ഓല കൊണ്ടുവന്നു, വെട്ടി ഒരു മനോഹരമായ ഷെഡ് പണിതു. അവിടെ ഒരു കലാലയം ആരംഭിച്ചു. കലാലയം ആരംഭിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത്, അവിടെ പഠിപ്പിക്കാൻ വാദ്യാർമാർ വേണം, കോട്ടയത്തുനിന്ന് വരണം. അവര് എല്ലാ ദിവസവും വന്നു പോകാൻ പറ്റില്ല. അതിനവർക്ക് ആഹാര സാധനങ്ങൾ വേണം. അവരെ അവിടെ തന്നെ താമസിപ്പിച്ച് ഒരു ജീവിത വ്യവസ്ഥ സംജാതമാക്കണം. മാത്രമല്ല, ഈ പഠിക്കുന്ന കുട്ടികളെ കേവലം അക്ഷരം പഠിപ്പിച്ച് വിടുക മാത്രമല്ല, അവർക്ക് നല്ല വസ്ത്രധാരണം വേണം, യൂണിഫോം ഉണ്ടാക്കണം, പല്ല് തേക്കാൻ പഠിക്കണം, കുലിക്കാൻ പഠിക്കണം, ആഹാരം പാകം ചെയ്യാൻ പഠിപ്പിക്കണം.
ഇതിനൊക്കെയും അധ്യാപകരെയാക്കണം. അദ്ദേഹം കോട്ടയത്തുള്ള CMS കോളേജിൽ പഠിച്ചിറങ്ങിയ, സ്കൂളിലൊക്കെ പഠിച്ചിറങ്ങിയ, സ്കൂളിലൊക്കെ പഠിച്ചിറങ്ങിയ ആളുകളെ വാദ്യാന്മാരായിട്ട് നിയമിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കാളവണ്ടികൾ സജ്ജീകരിച്ചു. ആ കാളവണ്ടികളിലേക്ക് ചാക്ക് കണക്കിന് ധാന്യമണികളും ഒക്കെ കയറ്റിവെച്ച് ഈ വഴികൾ തെളിച്ച് മുണ്ടക്കയം വരെ ചെന്നു. മനസ്സിലാക്കണം, മുണ്ടക്കയം വരെ തെളിച്ച ആ വഴി പിന്നെ ഒരല്പം വിശാലമാക്കിയതാണ് വാസ്തവത്തിൽ KK റോഡ്. മനസ്സിലാവുന്നുണ്ടോ? KK റോഡിന്റെ ഉത്ഭവമാണ് പറഞ്ഞു വന്നത്. അതിന് വീതി കൂട്ടി. പിന്നെ കാടമൻ ടി എസ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടി സായിപ്പ് അങ്ങ് കുമളി വരെ അതിനെ വെട്ടിക്കൊണ്ടുപോയി. ഏലപ്പാറയിൽ നിന്നൊക്കെ അതിന് കണക്ഷൻ ഉണ്ടാക്കി. വാഗമണിൽ നിന്നൊക്കെ ലിങ്ക് റോഡുകൾ ഉണ്ടാക്കി. നോക്കണം, അവിടെ തന്നെ തൊഴിലാളികളെ പാർപ്പിച്ചു. നോക്കണം, ഇവിടേക്ക് ബൈബിൾ കെട്ടുകൾ ഇങ്ങനെ വണ്ടിയിൽ വെച്ചിട്ട് കാളവണ്ടിയിൽ ഇതൊക്കെ വലിച്ചുകൊണ്ട് അവിടെ കൊണ്ടുചെല്ലുമ്പോ അന്ന് ഈ രാജ്യത്തിലെ രാജാക്കന്മാർക്ക് റോഡ് വേണ്ട. കാരണം ഇവരാരും നടന്ന പാരമ്പര്യമില്ല. പല്ലക്കിലേറി പാവപ്പെട്ട അമാലന്മാർ ഇവരെ ചുമന്നുകൊണ്ട് ഹോയ് ഹോയ് എന്ന് വെച്ച് പോകുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് വഴി വേണ്ട, കാടും പള്ളയും കടന്നു പൊക്കോളും. ആളുകളുടെ അവസ്ഥ അതാണെങ്കിൽ മലയാളി റോഡ് കണ്ടു തുടങ്ങി എങ്ങനെയാണെന്ന്, കാളവണ്ടിയെങ്കിലും കണ്ടു തുടങ്ങി എങ്ങനെയാണെന്ന്, ബൈബിൾ അവിടെ കൊണ്ടെത്തിക്കാൻ, പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ, ആ പ്രിന്റ് ചെയ്ത പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ വേണ്ടി പണി കഴിപ്പിച്ച റോഡാണ് KK റോഡ്. ആ KK റോഡിന്റെ സൈഡില് ഇന്ന് എന്നെപ്പോലൊരു പാസ്റ്റർ നിന്ന് ബൈബിളും കൊണ്ട് പ്രസംഗിക്കുമ്പോൾ ആളുകളോട് പറയാം നിർത്തിപ്പോ എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും പോകാൻ തീരുമാനിച്ചിട്ടില്ല, അങ്ങനൊന്നും വിടാൻ തീരുമാനിച്ചിട്ടില്ല. അവിടെ നിന്ന് പ്രസംഗിക്കാൻ എന്റെ ആർജവം നിങ്ങൾക്കായിട്ടില്ല. അവിടെ നിൽക്കാനുള്ള എന്റെ ആർജവത്തെ ഞാൻ എടുത്തെടുത്ത് പറയും. അത് പരിഭവമൊന്നും ഉണ്ടായിട്ടില്ല. ചരിത്രബോധമില്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് പഠിപ്പിക്കേണ്ട അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് മാത്രം പറഞ്ഞതാ. എന്തിനാ ഇത്രയൊക്കെ പറഞ്ഞത്? ഞങ്ങൾ ലോകത്തിന്റെ ഏതെല്ലാം മണ്ഡലങ്ങളിൽ സ്വാധീനം ഉറപ്പിച്ചോ അവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി. ആധുനികതയോട് ചേർന്ന് നടക്കാൻ മനുഷ്യനെ പഠിപ്പിച്ചു. ആധുനികമായ ചികിത്സാവിധികൾ മനുഷ്യനെ പഠിപ്പിച്ചു. അതുകൂടി പറയട്ടെ. ഇത് നമുക്ക് പറയാറുണ്ട്, ഇന്ത്യക്ക് പണ്ട് ഇഷ്ടംപോലെ ശാസ്ത്ര വ്യവസ്ഥയുണ്ട്. എന്നിട്ട് ചരകനെയും ശുശ്രുതനെയും ഒക്കെ എടുത്തുകൊണ്ടുവരും. ഞാൻ ചരകനെ ബഹുമാനിക്കുന്നു, ധന്വന്തരിയെ ബഹുമാനിക്കുന്നു, ശുശ്രുതനെ ബഹുമാനിക്കുന്നു. ആട്ടെ, ഇങ്ങനെ ചരിത്രം പോലും വന്നാൽ പറയൂ, ആരാണ് ചരകൻ, ആരാണ് ധന്വന്തരി, ആരാണ് ശുശ്രുതൻ? ഒറ്റവാക്കിൽ പറയാം, ഇവരും ഹിന്ദുമതവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പിന്നെ ആരാണ്? ഇവരൊക്കെ ബുദ്ധിസ്റ്റുകളായിരുന്നു. ബുദ്ധന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പാരമ്പര്യത്തിലൂടെ, അദ്ദേഹത്തിന്റെ ധ്യാനത്തിലൂടെ, പഠനത്തിലൂടെ ആർജിച്ച അറിവിന്റെ വെളിച്ചത്തിൽ വന്ന ഈ ബുദ്ധനെ ഹൈജാക്ക് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഈ ചരകനെ, ധന്വന്തരിയെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഇനി എന്തുമായിക്കൊള്ളട്ടെ, അതൊക്കെ ഹൈജാക്ക് ചെയ്ത് പോക്കറ്റിൽ വെച്ച ഇവിടുത്തെ ബ്രാഹ്മണിക്കൽ മേധാവിത്വം എന്താണ് ചെയ്യുന്നറിയണ്ടേ? ഇവർ പഠിച്ചതും അറിഞ്ഞതുമായ ചികിത്സ മനുഷ്യർക്കെല്ലാം കൊടുക്കൂല, അന്നും കൊടുക്കൂല, ഇന്നും കൊടുക്കൂല. അതെന്താണെന്നറിയണ്ടേ? ഇന്നും ആളുകൾ പറയേണ്ട ആയുർവേദം ഭയങ്കര ശാസ്ത്രമാണ്, അത് ഇംഗ്ലീഷ് മരുന്ന് പോലെയല്ല. നിങ്ങൾ ഒരു ആയുർവേദ ചികിത്സകന്റെ അടുത്ത് ചെന്നാൽ 1/4 മണിക്കൂർ ഇംഗ്ലീഷ് മരുന്നിന്റെ കുറ്റം അദ്ദേഹം പ്രസംഗിക്കും. എന്നിട്ടാണ് ഈ പൊടിയെല്ലാം കലക്കി നമുക്ക് തരിക. നോക്കണം. എന്നിട്ട് യോഗയുടെ ഗുണം പറയും, ഹോമിയോപ്പതിയുടെ ഗുണം പറയും. പക്ഷെ യോഗ പഠിപ്പിക്കുന്ന ആചാര്യനും പോയിട്ട് ശ്വാസം മുട്ടുമ്പോൾ സാൽബുറ്റാമോൾ കഴിക്കുന്ന ലോകമായിരുന്നു ഓർത്തുകൊള്ളണം. നോക്കണേ, അങ്ങനത്തെ ഒരു സ്ഥിതിയാ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനാ പറഞ്ഞത്? ഈ ആളുകൾ അന്നത്തെ ചികിത്സയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. രോഗിയും വൈദ്യനുമല്ല അന്നുള്ളത്. രോഗിക്ക് ജാതിയുണ്ട്. ജാതിക്കനുസൃതമായി ദൂരെ മാറി നിൽക്കണം. നിങ്ങൾ ഒരു ഈഴവ രോഗിയെങ്കിൽ ഈ ചികിത്സ ചെയ്യുന്ന ആളിൽ നിന്ന് 32 അടി അകലെ നിൽക്കണം. നിങ്ങളൊരു ദലിതനാണെങ്കിൽ 64 അടി അകലെ നിൽക്കണം. പിന്നെയുമുണ്ട് അതിൽ കൂടിയതും കുറഞ്ഞതുമായ ഉപജാതികൾക്കനുസരിച്ച് മാറി 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 നിൽക്കണം. എന്നിട്ടൊരു കയ്യാളുണ്ട്, ഒരു സേവകൻ. അയാൾ ഓടി വന്നിട്ട് ഈ ഡോക്ടറോട്, വൈദ്യന്റെ അരിയിൽ പറയും, ഇന്നതിന്നതാ രോഗലക്ഷണം. രോഗലക്ഷണമെല്ലാം കേട്ടൊരു രോഗിയെ ഡോക്ടർ കാണുന്നില്ല, വൈദ്യൻ കാണുന്നില്ല. ഒരു ഓല എടുത്തിട്ട് കുറിക്കും. ചതകുപ്പ ഇത്ര വേണം, ജീരകം ഇത്ര വേണം, അത് കൂശ്മാണ്ഡ രസായനം ചേർക്കണം, അങ്ങനെയുള്ള വിധികളെല്ലാം കൂടെ എഴുതിയിട്ട് നേരെ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കാടും പള്ളയൊക്കെ തേടി ഇത് മരുന്ന് തേടി പോവാ. എന്നിട്ട് പണം അവിടെ വച്ചേക്കും. ആ പണം പോയി എടുക്കണം. ഭയങ്കര രസകരമായ കാര്യേ, ഈ പണത്തിന് മാത്രം അശുദ്ധി ഉണ്ടായില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ക്ഷമിക്കണം, പണത്തിനും അശുദ്ധി ഉണ്ടായില്ല, സ്ത്രീക്കും അശുദ്ധി ഉണ്ടായില്ലെന്ന്. നോക്കണം, ഇത്രയും വലിയ പുള്ളികളാ. ശൂദ്ര സ്ത്രീയെ പ്രാപിക്കാൻ ഒരു ബ്രാഹ്മണന് ഒരു അശുദ്ധിയും തോന്നിയില്ല, ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ഇതുപോലെ തന്നെയാണ് പണം. പണം ഏത് ഇല്ലായ്മക്കാരൻ കൊടുത്താലും അത് വാങ്ങാനുള്ള വിശാലത ദൈവങ്ങൾ പണ്ടേ കാട്ടിയിട്ടുണ്ട്. ആ ദൈവങ്ങളുടെ വിശാലതയെങ്കിലും ദൈവത്തിന്റെ കുടലൂത്തുകാർ കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ കോളനി കയറിയിറങ്ങിയ ആളുകളെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മതം മാറ്റേണ്ടി വരില്ലായിരുന്നു. നിങ്ങളായിരുന്നു മാറ്റേണ്ടത്, നിങ്ങളായിരുന്നു സാമൂഹ്യമായി മാറേണ്ടിയിരുന്നതേ. അപ്പോൾ എന്ത് ചെയ്തു? ഈ രോഗമെല്ലാം വഹിച്ച ആളുകൾ അങ്ങനെ തിരിച്ചു പോകുമ്പോഴേക്കും ഒരു കാഴ്ച കേരളക്കര കണ്ടു. ആ കണ്ട കാഴ്ച എന്താ? ദാ വരുന്നൊരു കുതിരവണ്ടി. ആ കുതിരവണ്ടിയിൽ നിന്നൊരു സായിപ്പ് ഇറങ്ങുന്നു, മിഷണറിയാണ്. അയാളുടെ കരുത്തിൽ ഒരു കുഴലുണ്ട്, കൂടെ 2 പെൺകുട്ടികളുണ്ട്, അപ്പുറത്തൊരു കമ്പൗണ്ടറുണ്ട്. ഇവരിങ്ങോട്ട് വന്നിട്ട് രോഗികളുടെ അരികിലേക്ക് ചെല്ലും. ഈ സ്റ്റെതസ്കോപ്പ് എടുത്തിട്ട് അവർ കഴുത്തിലേക്ക് വെച്ചിട്ട് നിങ്ങളുടെ നെഞ്ചിലേക്ക് തൊടും. നിങ്ങളുടെ നെഞ്ചിലേക്ക് തൊടുമ്പോൾ അയാൾ തന്നെ മരുന്ന് കുറിക്കും. എന്നിട്ട് സ്റ്റെതസ്കോപ്പ് എടുത്ത് പരിശോധിച്ച് ഡോക്ടർ രോഗം നിർണയിച്ച് പോകുമ്പോൾ പിന്നാലെ വരുന്ന നേഴ്സ് നിങ്ങളുടെ ടെമ്പറേച്ചർ അളക്കുക, നിങ്ങളുടെ ഊഷ്മമാവിന് വെച്ച് ടെമ്പറേച്ചർ അളക്കുക.
അത് ഇങ്ങനെ കക്ഷത്തിലോ വായിലോ ഒക്കെ വെച്ചിട്ട് ആ ഡെറ്റോൾ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് അടുത്ത ആളിലേക്ക് വെച്ച് പോവുക. എന്നിട്ട് ഈ സ്റ്റെതസ്കോപ്പ് കഴിയില്ല. തൊട്ടു മുമ്പ് നിൽക്കുന്ന രോഗി നമ്പൂതിരിയാണോ, നായാടിയാണോ, ഈഴവനാണോ, ബ്രാഹ്മണനാണോ, ഇതൊന്നും ചോദിച്ചില്ല. ഇങ്ങനെ തൊട്ട് പോയപ്പോൾ ഒരു കാര്യം അറിയോ സഖാക്കളെ, നിങ്ങൾ പിണങ്ങരുത്. അരിവാള് കൊണ്ട് സഖാക്കൾ ഇവിടെ ചെയ്ത വിപ്ലവത്തെക്കാൾ വലുതായിരുന്നു ഡോക്ടർ സ്റ്റെതസ്കോപ്പ് കൊണ്ട് ചെയ്ത വിപ്ലവം. മനുഷ്യസമുദായത്തിന്റെ ഇടയിൽ നിന്ന് ജാതി മാറ്റിയ, അസ്പൃശ്യത മാറ്റിയ ഉപകരണത്തിന്റെ പേരാണ് സ്റ്റെതസ്കോപ്പ്. മനസ്സിലായില്ലേ? അതൊക്കെ കൊണ്ടുവന്നാരാ? ഇതൊക്കെ കണ്ടുപിടിച്ചാരാ? ഇതൊക്കെ കണ്ടുപിടിച്ച ഋഷിമാരൊന്നുമല്ലെന്നേ, ഇതൊക്കെ വൈദേശിക വന്നേ. എന്നാ പിന്നെ ഇതൊക്കെ വേണ്ടാന്ന് പറഞ്ഞൂടെ? ഈ രാജ്യത്ത് ഇങ്ങനെ വന്ന മാറ്റങ്ങളുടെ എല്ലാം പിന്നിലെ ചേതോവികാരം ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ ബൈബിളാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഈ ലോകത്തിന്റെ എവിടെല്ലാം ഞങ്ങൾ ചെന്നോ അവിടെല്ലാം മാറ്റമുണ്ടായി. കോളറ എന്ന് പറയുന്ന രോഗമുണ്ട്. അത് ഭീതിയോടെ മനുഷ്യൻ കണ്ടിട്ട് പറഞ്ഞു അത് ഈ കാളിയുടെ കോപം കൊണ്ടാണെന്ന്. പക്ഷെ വാക്യം കണ്ടുപിടിച്ചപ്പോ വസൂരിക്കെതിരെ ഇതുപോലെ തന്നെ. വസൂരി എന്താ? ബംഗാളിലൊക്കെ വസൂരിക്കിട്ട പേര് പ്രശ്നം എന്താ തരണ്ടേ? അത് ദേവിയുടെ കാളിയുടെ കോപം കണ്ട. പക്ഷെ ആമ്പിള്ളാര് വസൂരി കണ്ടപ്പോ കാളിയും ദേവിയൊക്കെ മൈൽ കണക്കിന് ഓടിപ്പോയി, വിദൂരങ്ങളിലേക്ക് ഓടിപ്പോയി. അതൊന്നും അവിടെ നിന്നില്ല. ആധുനികതയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ശാസ്ത്രാവബോധം ജനങ്ങളിൽ വളർത്തിയ ഉജ്ജ്വലമായ ചിന്തയും ദർശനവുമാണ് വിശുദ്ധ ബൈബിൾ മുമ്പോട്ട് വെച്ചത്. അതുകൊണ്ട് അത് പ്രസംഗിക്കുന്നത് ഞങ്ങൾ നാണം കെട്ടുകൊണ്ടൊന്നും അല്ലെന്നേ. ഞങ്ങൾ ഇന്ന് മനുസ്മൃതി എടുത്തിട്ടും നിങ്ങളുടെ കിതാബുകൾ എടുത്തിട്ടും ഇതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പ്രസംഗിക്കുന്ന പോലെ വസ്തുതാപരമായി വന്നിട്ട് മറുപടി പറയാനുള്ള ഒരു മനക്കരുത്താണ് നിങ്ങൾ നാളുകളിൽ കാണിക്കേണ്ടത്. ഞാൻ സമയക്കുറവ് കൊണ്ട് നീട്ടുന്നില്ല, ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 100 കൊല്ലങ്ങൾ ഞങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിച്ചത് ഇത്തരത്തിലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ സെക്രട്ടേറിയറ്റ് വളയുന്ന സമരം നടത്തി കണ്ടിട്ടുണ്ടോ? ആളുകളെ പരസ്പരം ഏറ്റുമുട്ടി കൊലപ്പെടുത്തുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ? കുമ്പനാടുള്ള ഞങ്ങളുടെ യോഗത്തിന്റെ പ്രായം 100 വയസ്സാണ്. മുളക്കുഴയിലും പാക്കിലുമുള്ള ഞങ്ങളുടെ കൺവെൻഷന്റെ പ്രായം 100 വർഷമാണ്. അങ്ങനെ പുനലൂരും അവിടെ നിന്ന് അടൂരുമൊക്കെയുള്ള ഞങ്ങളുടെ കൺവെൻഷന്റെ പ്രായം 100 വയസ്സാണ്. 100 വർഷങ്ങൾക്കപ്പുറത്ത് 500 പേര് കൂടുന്ന ആ സ്ഥലത്തെ ലക്ഷക്കണക്കിന് മനുഷ്യര് ഇന്ന് കൂടുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ സ്ഥലത്തെങ്ങാനും പോലീസുകാരിറങ്ങി ലാത്തിച്ചിറജി നടത്തേണ്ടി വന്നിട്ടുണ്ടോ? 100 ഘട്ടത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമായിട്ട് അവിടെ എങ്ങാനും ഇറങ്ങിയിട്ട് സാമൂഹ്യ വിരുദ്ധർ അക്രമം ചെയ്യുകയോ ഏതെങ്കിലും തരത്തിൽ ഒരു പെറ്റി കേസെങ്കിലും പോലീസിന് രജിസ്റ്റർ ചെയ്യാൻ ഇടപെടാത്ത വിധത്തിൽ സമാധാനം എന്ന പദത്തിന്റെ ആന്തരിക അർത്ഥത്തെ യഥാർത്ഥമായി സ്ഥിരീകരിച്ച് ഈ രാജ്യത്ത് മാതൃകാപരമായി നിലകൊള്ളുന്ന ഞങ്ങളുടെ സുവിശേഷത്തിന്റെ മഹത്വം അനുഭവ സമ്പന്നമായ ഒന്നാണ് എന്ന് ഈ മനോഹരമായ സായന്നത്തില് ഈ സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുവാനുള്ള ഞങ്ങളുടെ അവകാശ ബോധമോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു.